ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഈ സന്ദേശം ലഭിച്ചവരോടാകുന്നു. ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവൾ വളരെ വളരെ മോശമായ രോഗാവസ്ഥയിലായിരുന്നു. അതെന്തായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. കൂടാതെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കഠിനമായ ഛർദ്ദിക്കലായിട്ട് അവൾ പ്രായോഗികമായും അബോധാവസ്ഥയിലായിരുന്നു. കൂടാതെ 105ഓളം പനിയും അവളെ മഞ്ഞുകെട്ടിക്കൊണ്ടുള്ള കമ്പിളിപ്പുതപ്പിൽ പൊതിഞ്ഞു വെക്കേണ്ടി വന്നു. അങ്ങനെ എന്നാൽ അവൾ ഇപ്പോൾ നന്നായിരിക്കുന്നു. പനിയെല്ലാം വിട്ടുമാറി അവൾ സുഖമായിരിക്കുന്നു. അതിനാൽ അവൾ ഭയങ്കരമായി ക്ഷീണിച്ചിരിക്കുന്നു. ഏകദേശം 10 പൗണ്ടോളം ഭാരം നഷ്ടപ്പെട്ടതായി ഞാൻ കരുതുന്നു. അവൾ ഇതുവരെയും ഞായറാഴ്ച ശേഷം ഇന്ന് രാത്രിയാണ് അവളുടെ ആദ്യത്തെ ആഹാരം എടുക്കുകയുണ്ടായത്. അതിനാൽ അവൾ വളരെ രോഗിയായിരുന്നു. ഞങ്ങൾ അവൾക്കായി കർത്താവിൽ വിശ്വസിച്ചു. അവൻ അവളെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ഇപ്പോൾ അവൾ അവളുടെ ശക്തി വീണ്ടെടുക്കാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ തുടരുക എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ വരുന്ന ആഴ്ചയുടെ അവസാനം കർത്താവ് അനുവദിക്കുന്ന പക്ഷം എനിക്ക് മിയാമിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്റെ പഴയ സുഹൃത്തായ സഹോദരൻ ബോസ്വർത്ത് വീട്ടിലേക്ക് പോകുന്നു. കൂടാതെ അദ്ദേഹത്തിന് ഇപ്പോൾ 100 വയസ്സോളം പ്രായമായിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം ഉടനെ തന്നെ എന്നെ വന്ന് കാണണം. ഞാൻ പോകുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പോകുന്നതിന് മുമ്പായി എന്റെ മേൽ കൈവയ്ക്കുന്നതിനുമാകുന്നു. നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഞാൻ ആശിക്കുന്നു, അതായത് എന്റെ ദിവസങ്ങളും പ്രശസ്തിയോടെ അവസാനിപ്പിക്കാൻ കഴിയും FF ബോസ്വർത്തിനെ പോലെ. ഈ ലോകത്ത് എനിക്കറിയാവുന്ന എല്ലാ മനുഷ്യരിലും, ഞാൻ ലോകത്ത് കണ്ടുമുട്ടിയിട്ടുള്ള മനുഷ്യരിൽ വെച്ചെല്ലാം അദ്ദേഹത്തെ പോലെ ആകാൻ ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനെയും ഒരിക്കലും ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. അത് FF ബോസ്വർത്തിനെ പോലെയാകുന്നു. അതൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാകുന്നു. ലോകമെമ്പാടും എവിടെയും ഞാൻ ഒരിക്കലും ഒരാളെ കേട്ടിട്ടില്ല. FF ബോസ്വർത്തിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഒരു പ്രസ്താവന നടത്തുക എന്നാൽ എല്ലാം കൃത്യമായി എന്തായിരുന്നു എന്നാൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അങ്ങനെ എല്ലാമായിട്ട് ഒരു യഥാർത്ഥ സഹോദരനാകുന്നു. വേർപാടുകൾ നമുക്ക് പിന്നിലായി കാലത്തിന്റെ മണ്ണിൽ കാൽപ്പാടുകൾ അവശേഷിപ്പിക്കുന്നു. അദ്ദേഹം ഒരു അത്ഭുതമായ സഹോദരനാകുന്നു. കൂടാതെ അദ്ദേഹത്തിന് തീരെ പ്രായമേറിയിട്ടിപ്പോൾ ഏകദേശം 100 വയസ്സിനടുത്തായിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോവുക മാത്രമാകുന്നു, അത്രമാത്രം. കൂടാതെ അദ്ദേഹം അതെന്നോട് പറഞ്ഞു. താൻ പോവുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം കാത്തിരിക്കുക മാത്രമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, തന്റെ ജീവിതത്തിലെ ഏറ്റവും മാധുര്യമേറിയ സമയം ഇപ്പോഴാകുന്നു. അത് അദ്ദേഹം കാത്തിരിക്കുമ്പോഴായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, താൻ പോവുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ ബോസ്വർത്ത്, എനിക്ക് ഈ ആഴ്ചയിൽ മിഷിഗണിൽ പോകേണ്ടതായിട്ടുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞു, ശരി സഹോദരൻ ബ്രഹാം, വളരെ നീണ്ടതാക്കരുത്. എനിക്ക് അത്രയും നീണ്ട സമയം നിൽക്കാനാവില്ല. ഞാൻ എല്ലായ്പ്പോഴും വളരെ ക്ഷീണിതനായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് അത്രയും അധികം വലിയൊരു സുഹൃത്തായിട്ട് എനിക്ക് അവിടേക്ക് പോകാനായില്ല. ഇപ്പോൾ എനിക്ക് അവിടേക്ക് വിമാനയാത്ര ചെയ്യേണ്ടി വന്നാൽ ഞാൻ അവിടേക്ക് വിമാനത്തിൽ പോയിട്ട് തിരികെ ഞായറാഴ്ച രാത്രിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ശരി, പിന്നെ എനിക്ക് വാഹനം ഓടിച്ചു പോകേണ്ടി വന്നാൽ അതെനിക്ക് കുറച്ചുകൂടി നീണ്ട സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരൻ ബോസ്വർത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തോട് അപേക്ഷിക്കുക മാത്രം ചെയ്താൽ മതി. അതായത് ആ വന്യ വയോധികനെ ദൈവം എടുക്കുമ്പോൾ, അതായത് ദൈവം അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഒരു അഗ്നിരഥത്തെ അയക്കാൻ മാത്രം ഇടയാക്കണമേ. നോക്കൂ, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹം എനിക്ക് ഒരു പിതാവിനെ പോലെ ആയിരുന്നു. മറ്റൊരു വയോധികനായ മനുഷ്യനുണ്ട്. അദ്ദേഹവും കൂടാതെ സഹോദരൻ സേവാടും ആകുന്നു. ഞാൻ ഒരു രീതിയിൽ വൃദ്ധരായ ആളുകളോട് പക്ഷാഭേദമുള്ളവനാകുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു. അതുപോലെ പ്രായമേറിയ സഹോദരൻ സേവാടും അദ്ദേഹവും ഇതുപോലെ തന്നെ നിദ്രയിലേക്ക് പോവുകയുണ്ടായി. തീർച്ചയായും സഹോദരൻ സേവാട് സഹോദരൻ ബോസ്വർത്തിനോളം പ്രായമുള്ളവനായിരുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരൻ ബോസ്വർത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും ചുറ്റുമായി അവിടെ റോസാപ്പൂക്കളാകുന്നില്ല. എന്നാൽ അത് അദ്ദേഹത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. എന്നാൽ മറ്റൊന്നിനു വേണ്ടി അത്രയും ആകുന്നില്ല. അവന്റെ മാത്രം, അതായത് ദൈവം അദ്ദേഹത്തെ സമാധാനത്തോടെ പോകാനിടയാക്കട്ടെ. ഇപ്പോൾ കൂടാതെ അതിനുശേഷം നാം ഓർക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം, അതായത് നാളെ കർത്താവ് അനുവദിക്കുന്ന പക്ഷമാകുന്നു, ഈ സഭയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാളെ നാം അടക്കിയിരുന്നു. സഹോദരൻ സോൾ കോട്ട്സ് ആകുന്നു. അദ്ദേഹം പല പ്രാവശ്യവും ഇവിടെ വന്നിട്ടുണ്ട്. ഹവാല ഓഫീസിൽ വളരെ വർഷക്കാലം ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം വെറ്ററൻസ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു പോവുകയുണ്ടായി. സഹോദരൻ കോക്സും ഞാനും കൂടി അദ്ദേഹത്തെ കാണുവാൻ പോയിരുന്നു. അദ്ദേഹത്തിന്റെ നില വളരെ താണിരുന്നു. അദ്ദേഹം ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കൂട്ട്സിന്റെ ശവാടക ഭവനത്തിൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അടക്കുന്നതായിരിക്കും. സഹോദരൻ നെവിലും കൂടാതെ ഞാനുമാകുന്നു. നെവിൽ മൂവരും പാട്ട് പാടുന്നതായിരിക്കും. അതോടൊപ്പം നാം യോഗത്തെ വിഭാഗിക്കുന്നതായിരിക്കും. സഹോദരൻ നെവിലും ഞാനുമായിരിക്കും. അതിതാകുന്നു. അവർ എപ്പോഴാണ് ഈ ക്രമീകരണങ്ങൾ എന്തെല്ലാമാണോ അത് നടത്തിയതെന്ന് എനിക്കറിയില്ല. അത് മേടയുടെ കണക്കിലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ ശവമടക്ക ശുശ്രൂഷ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കൂട്ട്സ് ശവസംസ്കാര ഭവനത്തിൽ വെച്ചായിരിക്കും. അതിനുശേഷം 2
2 മണിക്ക് വെള്ളിയാഴ്ച ശ്രീമാൻ വീലർ ആകുന്നു. നാം അദ്ദേഹത്തെ പോഡ് വീലർ എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ശരിയായ കാര്യങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു. കൂടാതെ നിങ്ങൾക്കറിയാമോ, ഞാനതിപ്പോൾ പത്രത്തിൽ കാണുകയും അത് ഞാൻ കണ്ടുപിടിക്കുന്നതുവരെ ആരായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം വർഷങ്ങളോളം ഞങ്ങളുടെ ഒരു അയൽവാസിയായിരുന്നു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് കടന്നു പോകുന്നതിനിടയായി. കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഇവിടെ ദേവാലയത്തിൽ നേരെ മുൻപിലായി ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നതിന് ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഏകദേശം 3 ആഴ്ച മുമ്പ് അദ്ദേഹം നേരെ അവിടെ നിന്നിരുന്നു. ഞാൻ അദ്ദേഹത്തെ ദേവാലയത്തിൽ വരുന്നതിനെ പറ്റി ബോധിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം ദേവാലയത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ തരത്തിലുള്ള ഒരു തൊഴിൽ ഏർപ്പെട്ടിരുന്നതായോ എനിക്ക് തോന്നുന്നില്ല. എന്നിരിക്കലും അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. അതൊരു ബാപ്റ്റിസ്റ്റ് പ്രാസംഗികനാകുന്നു. പക്ഷെ എനിക്കറിയാവുന്നിടത്തോളം അദ്ദേഹത്തിന് യാതൊരു തൊഴിലുമില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടാൻ പോയിരിക്കുന്നു. അതുകൊണ്ട് അത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കൂട്സിന്റെ ശവടക്ക ഭവനത്തിൽ വെച്ചായിരിക്കും. അതുകൂടാതെ സഹോദരൻ നെവിലും മറ്റുള്ളവരും പാടുകയും അത് ശവസംസ്കാര ചടങ്ങിൽ ആയിരിക്കും. അതിനാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നാളെ 2 മണിക്ക് അല്ലെങ്കിൽ നാളെ 1 മണിക്കാകുന്നു. അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു, അല്ലേ സഹോദര? അങ്ങനെ 2ഉം മറ്റൊന്നുമാകുന്നു. അത് ശരിയാണോ? കൂട്സിന്റെ ശവടക്ക ഭവനത്തിൽ വെച്ച് 2 ആയിരിക്കും. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ ശനിയാഴ്ച പ്രക്ഷേപണമായിരിക്കും. സഹോദരൻ നെവിൽ നിങ്ങളെ അറിയിക്കും. അപ്പോഴേക്കും എന്താണത്? ഞായറാഴ്ച രാത്രിയിൽ നമുക്ക് ഒരു രോഗശാന്തിയുടെ ശുശ്രൂഷ നടത്താൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഫ്ലോറിഡയിലേക്ക് പോയി സഹോദരൻ ബോസ്വർത്തിനെ കണ്ടിട്ട് തിരികെ ആ സമയത്തേക്ക് മടങ്ങും. എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും എന്നറിയില്ല. അദ്ദേഹം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പഴയ സുഹൃത്താണ്. കർത്താവ് അനുവദിച്ചാൽ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള ഞങ്ങളുടെ അവസാന സമയമായിരിക്കാം. അങ്ങനെ അദ്ദേഹം എനിക്കിപ്പോൾ തന്നെ അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിനായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. അധികം ആളുകൾ ഇല്ലെങ്കിലും എന്റെ സുഹൃത്തുക്കളായ ജനങ്ങളോടാകുന്നു. അവിടെ സഹോദരി സ്മിത്തിനെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സഹോദരി സ്മിത്ത്? 1 വർഷം ഞാൻ നിങ്ങളെ അവസാനമായി കണ്ടത് ഞാൻ ഓർക്കുന്നു. അത് ബെന്റൺ ഹാർബറിൽ വെച്ചായിരുന്നു. എപ്പോഴെങ്കിലും അവിടെ എത്താൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നന്നായിരിക്കുന്നു. ഞാൻ നിങ്ങളെ അവസാനമായി കണ്ടത് ലൂയിവില്ലയിലെ ഒരു ശവസംസ്കാര ശുശ്രൂഷയിലായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ സഹോദരി സ്മിത്തിനെ ഞാൻ വളരെ നന്നായി ഓർക്കുന്നു. ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ അവളെ ഒരു ട്രക്കിൽ കയറ്റി വരുമായിരുന്നു. പഴയ കൽക്കരിട്ടാർ അതിന്റെ പിന്നിലായി തൂങ്ങിക്കിടക്കുകയും അതിന്റെ ചുറ്റുമായുള്ള ഇരുമ്പ് ചട്ടങ്ങൾ മുകളിലേക്കും താഴേക്കും ആടിയിരുന്നു. കൂടാതെ അത് തണുപ്പുമായിരുന്നു. അങ്ങനെ ഞാനും ഒരു കാൽ പുറത്തേക്ക് ഇതുപോലെ വെച്ചിരുന്നു. അതിനുശേഷം ധാരാളം വെള്ളം നദിയിലൂടെ കടന്നുപോയിരിക്കുന്നു. സഹോദരി സ്മിത്ത്? അതെ ശ്രീമാൻ, ശരി. ആ വിലയേറിയ ഓർമ്മകൾക്കായി നാം കർത്താവിന് നന്ദി പറയുന്നു. ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നു. ഒരു കാര്യം ആരെങ്കിലും അതിശയപ്പെട്ടേക്കാം. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഇവിടെ വഴിയിൽ വെച്ച് സഹോദരൻ ഫ്ലീമാനുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴോ ആരോ ചോദിച്ചു, ശുശ്രൂഷ അവസാനിക്കുന്ന ഉടനെ തന്നെ സഹോദരൻ ബ്രഹാം ഉടനെ തന്നെ പുറപ്പെട്ടു പോകുന്നതിനിടയാക്കുന്നത് എന്താണ്? അതെന്താകുന്നു എന്ന് വെച്ചാൽ ഇതാകുന്നു. എന്റെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാകുന്നു. നോക്കൂ, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ പാതിരാത്രി വരെ സംസാരിക്കും. അപ്പോൾ അവൾ അവിടെയായിട്ട് മിക്കവാറും എല്ലായ്പ്പോഴും തന്നെ അവൾ അവിടെ തനിച്ചാണ് ഇരിക്കുന്നത്. ആ കാരണത്താലാണ് ഞാൻ അവളുടെ അടുത്തേക്ക് മടങ്ങാൻ തിടുക്കം കാട്ടുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? അതൊരു രാത്രി സമയമായതുകൊണ്ടാണ്. കാരണം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കും. ഞാൻ ദീർഘനേരം സംസാരിക്കുന്നു. ഞാൻ ഈ ഒരു കാര്യത്തിൽ ഒരു അരമണിക്കൂർ സംസാരിക്കും. എനിക്ക് വെറുതെ ചെന്നിട്ട് പറയാൻ കഴിയില്ല, ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം, നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം, നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം. ഞാനത് ചെയ്യുന്നില്ല. ഞാൻ അവിടെ നിന്നിട്ട് സംസാരിക്കാൻ തുടങ്ങും. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയും പിന്നെ ഞാൻ 1 മണിക്കൂറോളം അവിടെ ഉണ്ടായിരിക്കും. നോക്കൂ, അങ്ങനെ അതുകൊണ്ടാണ് അവൾ അവിടെ ഇരുന്ന് കാത്തിരിക്കുന്നതും ഇത്യാദി എല്ലാം ആകുന്നു. അതുകൊണ്ടാണ് ഇതങ്ങനെയാകുന്നത്. എന്റെ സുഹൃത്തുക്കളെ കാണാനും അവരുടെ കൈപിടിച്ചു കുലുക്കാനും ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ കരുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം നമ്മുടെ കൂട്ടായ്മയും ഇത്യാദി മറ്റുള്ള കാര്യങ്ങളും. എന്നാൽ അത് അത്തരത്തിലുള്ള ഒരു കാര്യം മാത്രമായിരുന്നു. അതിനാൽ ഇപ്പോൾ എല്ലാവരും രോഗികൾക്കും പീഡിതരായവർക്കും വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുക. കൂടാതെ ശ്രീമതി ഹാർവി ആവിധ എല്ലാ പ്രശ്നങ്ങളിലുമായിരിക്കുന്നു. അവൾ സുഖമായിക്കൊണ്ടിരിക്കുന്നു. അതേ ശ്രീമാൻ. പിന്നെ ഞാൻ കാണുന്നില്ല. ഇപ്പോൾ എനിക്കറിയാവുന്നിടത്തോളം ഇവിടെ ആരെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടായിരിക്കാം. ഈ പ്രസംഗപീഠത്തിൽ ഞാൻ തെറ്റാണെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കാനിടയാകട്ടെ. എന്നാൽ അവർ ആ സ്ത്രീയോട് ചെയ്തത് എന്താണോ അതിനുവേണ്ടി ദൈവം ആ ഡോക്ടർമാരെ അതിന് ഉത്തരവാദികളായി എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശസ്ത്രക്രിയയിൽ വിശ്വസിക്കുന്നു. ഞാൻ മരുന്നുകളിലും വിശ്വസിക്കുന്നു. തീർച്ചയായും ഞാനത് വിശ്വസിക്കുന്നു. കാറുകളും മറ്റും അറ്റകുറ്റപ്പണി ചെയ്യുന്നവരെ അയച്ചതുപോലെ തന്നെ നമ്മെ സഹായിക്കാനാണ് ദൈവം അവരെ ഇവിടേക്ക് അയച്ചതെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ആ പാവം സ്ത്രീയെ ഡോക്ടർ അവരെ മറിച്ചു കിടത്തിയിട്ട് പറഞ്ഞു, അവർക്ക് നിറയെ അർബുദ രോഗമാകുന്നു. അവർക്ക് വേണ്ടി യാതൊന്നും ഇനി
ചെയ്യാൻ കഴിയില്ല. ആ പാവം ഒരു കൂട്ടം മക്കളുടെ അമ്മയായിരുന്നു. ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് എപ്രകാരം പ്രാർത്ഥനയിൽ കൂടെ അത് ചെയ്യാമെന്ന് ഞാൻ അവർക്ക് വിശദീകരിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ അവൾ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയായിരുന്നു. ഏകദേശം 25 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. എപ്രകാരം ദൈവം അവളുടെ പിഞ്ചു കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുകയുണ്ടായി. അതിനെ അത്ഭുത കുട്ടി എന്നവർ കുട്ടികളുടെ ആശുപത്രിയിൽ വിളിച്ചിരുന്നു. അതിനിപ്പോൾ മസ്തിഷ്ക രോഗമാകുന്നു. അത്രയും ഭയാനകമായ ഒരു അവസ്ഥയിലാണ് ആ പിഞ്ചുകുട്ടി ആയിരുന്നത്. എന്നാൽ കർത്താവ് അവിടെ വെച്ച് തന്നെ അതിനെ സൗഖ്യപ്പെടുത്തുകയുണ്ടായി. അവർക്ക് ആ ഡോക്ടർമാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ശ്രീമതി ഹാർവിയുടെ അടുത്തേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ശ്രീമതി ഹാർവി, ഡോക്ടർമാർ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതെ ശ്രീമാൻ, അതെ. അവളുടെ ഭർത്താവ് പറഞ്ഞു, അതെ, ഒന്നും ചെയ്യാൻ കഴിയില്ല, അവൾ പൂർണ്ണമായും അർബുദത്താൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി, ഇപ്പോൾ അതെന്താണ് എന്ന് വെച്ചാൽ അത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നതാകുന്നു. അതായത് ദൈവം അത് സൗഖ്യമാക്കും, നിങ്ങളെ സൗഖ്യമാക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അർബുദം നിങ്ങളെ വിട്ട് പെട്ടെന്ന് മാറിപ്പോകാൻ ഇടയുണ്ടാകുകയില്ല. എന്നാൽ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ അർബുദത്തിന്റെ ജീവൻ അവളെ വിട്ടുപോകും. നിങ്ങൾ ഒരുപക്ഷെ കുറെ സമയം അപ്പോഴും രോഗിയായി തന്നെ ഇരിക്കാം. കൂടാതെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പെട്ടെന്ന് ആശ്വാസം ലഭിക്കാനും ഇടയുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും നേരത്തെ ആയിരുന്നതിലും കൂടുതലായി രോഗിയായിരിക്കാൻ ഇടയുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെ അർബുദത്തിനെതിരായി ഇടേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അർബുദം ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും, അർബുദം മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞാൻ കണ്ടിട്ടുള്ള എല്ലാ തെളിവുകളോടും കൂടി ദൈവം ആ സ്ത്രീയുടെ ശരീരത്തെ സ്പർശിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവൾ മെച്ചപ്പെട്ട അവസ്ഥയിലായി. എന്നിട്ട് അവൾ എന്റെ അമ്മയെ കാണുന്നതിന് വേണ്ടി പോയി. അവർ ചുറ്റുപാടുമുള്ള അയൽവാസികളെ സന്ദർശിക്കുന്നതിന് പോയി. അതവൾ അതുപോലെയുള്ള ഒരു ദുരിതാവസ്ഥയിലായിരിക്കുമ്പോഴായിരുന്നു. യാതൊരു വേദനയുമില്ലായിരുന്നു. അതിനുശേഷം ഏകദേശം 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും അസുഖം തുടങ്ങുവാൻ ആരംഭിച്ചു. അപ്പോഴാണ് അവർ അറിയാനിടയായത്, അതായത് നഗരാധികാരികൾ പറഞ്ഞു, ഡോക്ടർമാർ അവരെ ശസ്ത്രക്രിയ ചെയ്താൽ ആശുപത്രി ചെലവ് നൽകപ്പെടും. അതുകൊണ്ട് ഞാനിപ്പോൾ തെറ്റാണെങ്കിൽ ഇതിൽ ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. എന്നാൽ അവർ ആ ചെറുപ്പക്കാരിയായ മാതാവിനെ എടുത്തുകൊണ്ടുപോയിട്ട് അവരെ ഒരു പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന എലിപ്പന്നിയാക്കി തീർത്തു. അവർ അവളെ അവിടെ പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയി അവളുടെ വയറ്റിൽ നിന്നും കുടലും എല്ലാം എടുത്തു കളഞ്ഞു. അവരുടെ മലവിസർജനത്തിന്റെയും ഉദരത്തിന്റെയും അന്തർഭാഗ പ്രവർത്തനങ്ങൾ രണ്ടും ഇരുവശങ്ങളിലേക്കും പുറത്തേക്ക് എടുത്തിട്ടു. ശസ്ത്രക്രിയയുടെ മേശയിൽ 9 മണിക്കൂർ എന്തോ ആയിരുന്നു. അവിടുത്തെ നേഴ്സ് പറഞ്ഞു, അതൊരു കശാപ്പുശാല പോലെ കാണപ്പെട്ടിരുന്നു. അവിടെ അവർ അവളുടെ ഉള്ളിലുള്ളതെല്ലാം ഓരോ സ്ഥലത്തു നിന്നും എടുത്ത് മറ്റൊരിടത്തേക്ക് വലിച്ചിട്ടു. എന്നിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുള്ള അണ്ടാശയങ്ങളും പ്ലാസ്റ്റിക് കൊണ്ടുള്ള കുഴലുകളും ഇട്ടുകൊടുത്തു. അത് വ്യക്തമാണ്, എന്നാൽ അത് സത്യമാണ്. അങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കുടലുകളും അതുപോലുള്ള കാര്യങ്ങളും ചെയ്തിട്ട് ആ സ്ത്രീയെ അതേ അവസ്ഥയിൽ കിടത്തി വിട്ടുകളഞ്ഞിരുന്നു. അതൊരു പാവം അമ്മയായിരുന്നു. ഞാൻ പറയുകയാണ്, അതിനെക്കുറിച്ച് എന്റെ ചിന്താഗതിയിൽ അവർ ഡോക്ടർമാർ കൊലപാതക കുറ്റക്കാരാണ്. അവൾ അവരോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കാൻ പോവുകയാണ്, അതായത് നമ്മുടെ അർബുദ രോഗങ്ങൾ, അതായത് ആ അർബുദ രോഗം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞു, എനിക്ക് നിങ്ങൾക്കായി തരാൻ ചില വാർത്തകൾ എന്റെ പക്കലുണ്ട്. നിങ്ങളുടെ അർബുദം ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അതെങ്ങനെ പറയാൻ കഴിയും? അത് ഉള്ളിലായിരിക്കുന്നു. യാതൊരു എക്സ്റേക്കും അത് പറയാൻ കഴിയില്ല. അർബുദങ്ങളൊന്നും നിങ്ങൾക്ക് എക്സ്റേ ഉപയോഗിച്ച് അർബുദ രോഗം പറയാൻ കഴിയില്ല. അത് മാംസമാണ്. നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. അവിടെ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, സ്ത്രീയെ വെട്ടി കഷണങ്ങളാക്കി കളയുക. അത്രമാത്രം. ഇപ്പോൾ അതൊരു പാവം അമ്മയായിരിക്കുന്നുവെങ്കിൽ ഞാൻ അവളുടെ വിശ്വാസം ദൈവത്തിനെതിരെ പരീക്ഷിക്കുന്നതിന് പകരം അവളെ പരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഒരു എലിപ്പന്നിയായോ അതുപോലെയുള്ള എന്തിനെങ്കിലും വേണ്ടി ഉപയോഗിക്കാൻ അനുവദിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ തെറ്റാണെങ്കിൽ എനിക്ക് തെറ്റായ പ്രചോദനമുണ്ടെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നോക്കൂ, കാരണം ഞാൻ ശസ്ത്രക്രിയകളിൽ വിശ്വസിക്കുന്നില്ലെന്നും അല്ലെങ്കിൽ ഡോക്ടർമാരിലും കാര്യങ്ങളിലും വിശ്വസിക്കുന്നില്ലെന്നും നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെയും കൊള്ളാം. എന്നാൽ ആ വ്യക്തിയെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. അത്തരം പരീക്ഷണങ്ങൾക്കായി മാത്രം ഉപയോഗിക്കരുത്. അത് ശരിയാണ്. ഇപ്പോൾ തീർച്ചയായും അവൾക്ക് ജീവിക്കാൻ കഴിയില്ല. അത്രയുള്ളൂ. അവൾ ജീവിച്ചിരുന്നാൽ അതെപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ആ സ്ത്രീ താഴേക്ക് നോക്കിയപ്പോൾ അവളുടെ കുടൽ ഒരു വശത്ത് കിടക്കുന്നതും അവരുടെ വൃക്കകൾ മറുവശത്തും പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് അവൾ ഇതുപോലെ കടന്നുപോയി, മരിച്ചുപോയി. എന്തിന്? അതൊരു കാര്യമായിരുന്നില്ല. ആ പാവം ചെറിയ കാര്യം പോയി കഴിഞ്ഞിരുന്നു. ഏകദേശം 22 അല്ലെങ്കിൽ 25 വയസ്സുള്ള ഒരു മാതാവ്, ഒപ്പം വളർത്താൻ 3-4 കൊച്ചുകുട്ടികളും ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ദയനീയമായ കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ ചിന്താഗതിയിൽ അതിനുവേണ്ടി ആ ഡോക്ടർമാർ കുറ്റക്കാരാണ്. അവർ ആ സ്ത്രീയെ ഒരു പരീക്ഷണത്തിന് മാത്രമായി കൊണ്ടുപോയെങ്കിൽ കാരണം നഗരം അതിനുവേണ്ടി പണം നൽകുവാൻ പോവുകയായിരുന്നു. എങ്കിൽ പിന്നെ അത് തെറ്റാണ്. അത് അനുവദിക്കാൻ പാടില്ല.
ശരി, ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദര, ഇത് അസാധ്യമല്ല. കൂടാതെ ഇത് സാധ്യമാണ്, കൂടാതെ സംഭവനീയമാണ്. കാരണം കാലിഫോർണിയയിൽ ഒരു കൈമുറിഞ്ഞ ഒരാളെ എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും അത് വായന പത്രങ്ങളിൽ കൂടി സ്വയം അറിഞ്ഞിട്ടുള്ളതാണല്ലോ. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ഈ കൈകൾ ഇവിടെ വെച്ച് മുറിച്ചിരുന്നു. ഇപ്പോൾ വിരലുകൾ പുറത്തേക്ക് വരുന്നതുവരെ താഴേക്ക് വളർന്നിരുന്നു. കൈമുട്ടിലൂടെയും കൈത്തണ്ടയിലൂടെയും കൈകളിലൂടെയും സന്ധികളുടെ ഭാഗങ്ങളിൽ കൂടെയും തിരികെ വിരലുകൾ തിരിച്ചെത്തിയിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? അത് വിശ്വാസത്തിന്റെ ഹെറാൾഡിൽ ഓരോ മാസവും പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാതെ അവൻ ഇതുപോലെ അവന്റെ കൈകൾ നീട്ടുമ്പോഴും അവന്റെ കൈ എവിടെയാണ് പോയതെന്ന് കാണിക്കുകയും എവിടെയാണ് വളരുന്നതെന്നും കാണിച്ചു. ഓരോ മാസവും അതെങ്ങനെ വരുന്നു. ഏകദേശം ഒരു വർഷത്തേക്ക് അത് വന്നിരുന്നു. തീർച്ചയായും അത് ശരിയാണ്. ഞാൻ വിശ്വസിക്കുന്നു അതൊരു അപൂർവ കാര്യമാണ്. നോക്കൂ, ഇത് വളരെ അപൂർവമായ കാര്യമാണ്. വല്ലപ്പോഴും ഒരിക്കൽ ഞാനത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ബോസ്വർത്ത് സഹോദരനോടൊപ്പം ഒരു രാത്രി ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. പിന്നെ എന്റെ യോഗത്തിൽ ഒന്നുണ്ടായിരുന്നു. എന്നാൽ സഹോദരൻ ബോസ്വർത്ത് തൽക്ഷണമായിരുന്നു. എന്റേത് അത് ചെയ്യാൻ കുറച്ച് ഏറെ നേരം എടുത്തിരുന്നു. അദ്ദേഹം ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞാൻ ആ സ്ത്രീയുടെ സാക്ഷ്യം വായിച്ചിരുന്നു. അവർക്ക് അർബുദമായിരുന്നു. അവർക്ക് മൂക്കില്ലായിരുന്നു. അതവരുടെ മൂക്ക് തിന്നുകളഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ ആ സ്ത്രീക്ക് ഒരു മൂക്കുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കിതറിയാം. അത് സഹോദരൻ ബോസ്വർത്തിന്റെ ക്രിസ്തു എന്ന സൗഖ്യദായകൻ എന്ന തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ദി ജോയ് ബ്രിംഗർ എന്ന ഒന്നിലാകുന്നു. ഇപ്പോൾ അത് ആ സ്ത്രീയുടെ സാക്ഷ്യത്തിലാകുന്നു. അവരുടെ പേരും വിലാസത്തോടു കൂടിയാകുന്നു. അത് സംഭവിച്ചുവെന്ന് തെളിയിക്കാൻ അവൾക്ക് അയൽവാസികളും ഡോക്ടർമാരും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അർക്കൻസാസിലെ ലിറ്റിൽ റോക്കിൽ ഒരു രാത്രി ഒരു മുറിയിലായിരിക്കുമ്പോൾ ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ലിറ്റിൽ റോക്ക് അല്ല, ജോണസ്ബറോ ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതായത് ഞാൻ പറഞ്ഞു, അവസാനത്തെ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വരെ ഞാൻ അവിടെ നിൽക്കാൻ പോവുകയാണ്. ഞാൻ 8 പകലും രാത്രിയും പ്രസംഗപീഠത്തിൽ ഉണ്ടായിരുന്നു. നോക്കൂ, എന്നിട്ട് അതിനുശേഷം അവിടെ വെച്ച് മുറിയിൽ ഒരു സ്ത്രീ കയറി വന്നിരുന്നു. അവളുടെ കയ്യിൽ തുവാല ഇതുപോലെ ഉയർത്തിപ്പിടിച്ചിരുന്നു. അവൾ കരയുകയാണെന്ന് ഞാൻ കരുതിയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, അത് പുലർച്ചെ 2 അല്ലെങ്കിൽ 3 മണി ആയിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ പറഞ്ഞു, കരയരുത് സഹോദരി, ദൈവം രോഗശാന്തിക്കാരനാകുന്നു. അവൾ പറഞ്ഞു, സഹോദരൻ ബെനഹാം, ഞാൻ കരയുന്നില്ല. അവൾ അതെടുത്തു മാറ്റി. അവൾക്ക് മൂക്കില്ലായിരുന്നു. നോക്കൂ, ഡോക്ടർമാർ പറഞ്ഞിരുന്നു അർബുദ രോഗം. അവളുടെ വെളുത്ത അസ്ഥി വരെ തിന്നുകയും അവ കാണപ്പെടുകയും ചെയ്തിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സുഖപ്പെടുത്താൻ കർത്താവിനോട് അപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം 4-5 ആഴ്ച കഴിഞ്ഞ് ഞാൻ ടെക്സാർക്കനിയിലായിരുന്നു. അവിടെ ഒരു നല്ല വസ്ത്രധാരണം ചെയ്ത ഒരു മാന്യനായ മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വാക്ക് പറയാമോ സഹോദരൻ ബെനഹാം? അദ്ദേഹം പ്രസംഗപീഠത്തിലേക്ക് എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ദ്വാരപാലകൻ അദ്ദേഹത്തെ മിണ്ടാതിരിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ശരി, നമുക്ക് നോക്കാം. അദ്ദേഹം ചോദിച്ചു, ഈ മകളെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ തിരിച്ചറിയുന്നില്ല. അവൾ പറഞ്ഞു, ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾ അത് തിരിച്ചറിയും. കൂടാതെ അദ്ദേഹം ഒരു ഉന്മൂലനാശകനായിരുന്നു. അത് ടെക്സാർക്കനയിലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു. ഒരു പുതിയ മൂക്ക് വളർന്നിട്ട് അത് മറ്റേതുപോലെ തന്നെ അതേ ആകൃതിയിലാകുകയായിരുന്നു. ഇപ്പോൾ അത് കാണിക്കാൻ പോകുന്നത് അതായത് ദൈവമായിരുന്നു. ഞാനത് അവൻ ചെയ്തു കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ദൈവത്തിനത് ശ്രീമതി ഹാർവിക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം പാപം ചെറിയ കാര്യം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ ടോണി, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു? Now this man could not swallow even saliva. He like to die, like I told you, because he wanted to go fishing, didn't know what the Lord wanted for him. And we finally were all the way to the Gulf of Mexico and had to come back because of a terrible storm. It wasn't even season far enough, but it did. For 4 days and nights, when we finally come back there, he was going to go on out to a lake out past the lake 19 miles out of Chattanooga. And then the axe from the trailer cut right straight in half and dropped me right down. It's about 3 blocks from my sister-in-law's house where this person had been in the hospital there in Chattanooga. Well, we went up to see him. We prayed for the man. And God wonderfully
Sure. Amen. ആമേൻ, ആമേൻ. അതെ, അതും നല്ലതാണ്. അതെ, അവൻ തീർച്ചയായും അത് ചെയ്യും. അവനൊരു രോഗശാന്തിക്കാരനാണ്. Yes. Yes. Yes, brother. Amen. Sure. Yeah. എനിക്കുറപ്പായിരുന്നു. ശരി, ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി യഥാസ്ഥാനത്താക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മകനെ, നിങ്ങൾക്കത് തിരികെടുത്ത് അവനെ കാണിക്കാം. അത് കൃത്യമായും അത് തന്നെയാക്കുന്നു. അത് ദൈവമഹത്വത്തിന്റെ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാണ്. ദൈവം അത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓ, അവൻ സർവശക്തനായ ദൈവമാണെങ്കിൽ അവനെല്ലാം ചെയ്യാൻ കഴിയും. അവനത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പിന്നെ അവൻ സർവശക്തനായ ദൈവമല്ല. നാം ആയിരിക്കുന്ന രീതിയിൽ നമ്മളെ ആക്കി തീർത്തിരിക്കുന്ന എന്തോ ഒരു കാര്യം അവിടെയുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു പക്ഷിയെപ്പോലെ ഒരു തലയുണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും. നമ്മളെ ഓരോരുത്തരെയും ഒരു മുഖച്ഛായുള്ളവരാക്കി മാറ്റാൻ നമുക്ക് പിന്നിൽ ഒരു വിദഗ്ധൻ ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു ഓക്ക് മരം ഉണ്ടാക്കുന്നതിനും ഒരു പോപ്പളർ മരം, ഒരു ഈന്തപ്പന മരം, അങ്ങനെ അവയെല്ലാം ഉണ്ടാക്കിയിട്ട് അവ തമ്മിൽ എന്തെല്ലാമെന്ന് അവയെ വേർതിരിക്കുകയുണ്ടായി. നമ്മെ ഉണ്ടാക്കിയത് അങ്ങനെയാകാതെ ചിലത് രോമങ്ങളോടും ചിലത് തൂവലുകളോടും മറ്റു ചിലത് തൊലികളോടും കൂടിയാണ്. അത് നിങ്ങളാകുന്നു. നോക്കൂ, അതിനു പിന്നിൽ ഒരു വിദഗ്ധനാകുന്നു. അതാണ് അതിനെ ഭരിക്കുന്നത്. തീർച്ചയായും അവൻ എല്ലാ കാര്യങ്ങളും തന്റെ കൈകളിൽ പിടിക്കുന്നു. കൂടാതെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. നാം അതിനായി പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കും. ശരിയാണ്, ഞങ്ങൾക്ക് ലഭിച്ചു. Yes, ma'am. That's all right. Go ahead. But I know He's a prayer answering God, and I know He's still healing. Amen. Because my hip was giving me so much trouble, I couldn't hardly sit down and just sing. It wasn't paining, but it's down. That growth on my hip, and you prayed for me the other Sunday. Thank God, it's gradually getting away. I don't even feel it anymore. അതെ മാഡം, അത് കുഴപ്പമില്ല. മുന്നോട്ട് തുറന്നുകൊള്ളൂ. ആമേൻ. നിങ്ങൾക്കറിയാമോ, ഞാൻ ചിന്തിക്കാൻ ശ്രമിച്ചിരുന്നു. സഹോദരി സ്നൈഡർ ഒരിക്കൽ ഞാനിവിടെ ആ അഭിഷേകത്തിന് കീഴിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു, ഞാൻ സഹോദരൻ കോക്സിനോട് പറഞ്ഞു, ഞാൻ കൂടാരത്തിൽ ഇനിയും ആ വിവേചന യോഗങ്ങൾ നടത്തുന്നതിനായി ശ്രമിക്കാൻ പോലും പോകുന്നില്ല. ഓ, ആ പിശാച് എങ്ങനെയാണ് എന്നെ കുറ്റിക്കാട്ടിന് ചുറ്റുമായി കൊണ്ടുവന്ന് കടിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. സഹോദരി, എങ്ങനെ അവനത് ചെയ്യുന്നു? നിങ്ങൾക്കറിയാമോ ഈ വിവേചനങ്ങളെക്കുറിച്ച് എപ്രകാരം എന്നോട് പറയുന്നു? അങ്ങനെ ഇവിടെ ശ്രീമതി വുഡ്സിന്റെ സഹോദരി ഇവിടെ ഉണ്ടെന്ന് കണ്ടെത്തുന്നതിനിടെയായി അവരുടെ ആളുകളെ ആരെയും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അവരിൽ ഒരു വലിയ കൂട്ടം ആ സമയത്ത് സുഖം പ്രാപിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാവരും, എന്തിന് നിങ്ങൾക്കറിയാമോ, വലിയൊരു ശതമാനം ജനങ്ങളാണ് അവിടെ സുഖം പ്രാപിച്ചത്. അതിനുശേഷം ഒരു വിചിത്രമായ കാര്യം ഇപ്പോൾ അവളുടെ സഹോദരിയാകുന്നു. അതിന് ഏകദേശം 2 ആഴ്ച മുമ്പ് ഒരു രാത്രി ഞാൻ അവരോടൊപ്പം അത്താഴം കഴിച്ചിരുന്നു. ഓ, അത് കെൻഡിക്കിയിലെ പർവ്വതങ്ങളിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു. അതോടൊപ്പം എനിക്കറിയാമായിരുന്നു അവർക്ക് ശ്രീമതി വുഡിനെ പോലെ തന്നെ ഒരു ശബ്ദമുണ്ടായിരുന്നു. അതുകൂടാതെ മുറിയിൽ അത്ര വെളിച്ചവുമായിരുന്നില്ല. എങ്ങനെയായിരുന്നാലും ഞാൻ അവൾക്ക് അത്രയും ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഞാൻ അവളുടെ ഭർത്താവിനോട് കൂടുതൽ സംസാരിക്കുകയായിരുന്നു. അവൾ അത്താഴം തയ്യാറാക്കിയിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് പോയി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് തിരികെ അകത്തേക്ക് കടന്നു വന്നു. ഞാൻ അവളുടെ ഭർത്താവിനോട് സംസാരിക്കുകയും പിന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്തു. എന്റെ വിധികർത്താവായ ദൈവത്തിനറിയാം, ഈ പ്രസംഗപീഠത്തിനരികിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആ സ്ത്രീയെ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ രോഗശാന്തി ശുശ്രൂഷ അവസാനിച്ചതിന് ശേഷം പാപികളായവർ മാനസാന്തരപ്പെടാൻ ഞാൻ വേദിയിലേക്ക് ആഹ്വാനം നടത്തി. അവൾ ഇതിനെതിരെ വളരെ അഹങ്കാരം കാണിച്ചിരുന്നു. എന്നാൽ അവൾ മാനസാന്തരപ്പെട്ട് തന്റെ ജീവിതം ക്രിസ്തുവിന് നൽകി. അവളുടെ കൈകൾ ഉയർത്തി തന്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുമെന്ന് പറയുകയും അങ്ങനെ അവൾ കരയുകയുമായിരുന്നു.
ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ അഭിഷേകവും കഴിഞ്ഞുപോയി. എന്റെ വേദിയിലേക്കുള്ള വെളി നടത്തുകയും അങ്ങനെ തുടരുകയുമായിരുന്നു. അതിനുശേഷം ഞാൻ തിരിഞ്ഞു നോക്കുന്നതിനിടയാവുകയും അപ്പോൾ ഇതാ അവിടെ ഒരു ദർശനമുണ്ടാകുകയും ഞാൻ അവളുടെ സഹോദരനെ കാണുകയും ചെയ്തു. അതൊരു സഹോദരിയായിരുന്നു. ഇത് അവരുടെ സഹോദരിയായിരുന്നു. അവർ ഒരുമിച്ചായിരുന്നു. അത് ചാർലിയുടെ ഭാര്യയാണെന്ന് ഞാൻ കരുതി. കാരണം കഴിഞ്ഞ ദിവസം ഭക്ഷണമേശയിലിരുന്നത് എനിക്കറിയാമായിരുന്നു. അതവിടെ താഴെ ചാർലിയുടെ വീട്ടിലായിരുന്നു. അവന്റെ ഭാര്യ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ അവൾക്കുണ്ടായിരുന്ന ഒരു കുഴപ്പം കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ആ നാഴിക മുതൽ കർത്താവ് അവളുടെ ശരീരത്തിൽ സ്പർശിച്ചു. ഇപ്പോൾ അവൾ ഭക്ഷണമേശയിലിരിക്കുകയും ടോണി, നമ്മൾ എവിടെയായിരുന്നു? അവിടെ താഴെ അണ്ണാൻ വേട്ടയ്ക്ക് പോയിരുന്നു. കർത്താവ് അവളുടെ ശരീരത്തിൽ സ്പർശിക്കുകയും അവളുടെ ജീവിതകാലം മുഴുവൻ അവൾ ധരിക്കേണ്ട ആ കാര്യത്തെ എടുത്ത് അവളിൽ നിന്ന് എടുത്തു കളഞ്ഞു. അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു ആ സ്ത്രീ. എപ്പോഴും മേശയുടെ മറ്റേ അറ്റത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. പക്ഷെ ഇന്ന് അവൾ നേരെ വന്ന് അവളുടെ കസേര നീക്കി എന്റെ നേരെ പിന്നിലായിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അവൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അവളുടെ ഭർത്താവ് ഇതുപോലെ ഇവിടെയിരുന്നു. സഹോദരൻ ബാങ്ക്സ് അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അവളുടെ കസേര എടുത്ത് എന്റെ അരികിലായി വന്നിരുന്നു. അതൊരു ഉദ്ദേശത്തിനായിരുന്നു. കർത്താവ് അവിടെ തന്നെ വെച്ച് ഒരു ദർശനം കാണിച്ചു. ഞാൻ അവളുടെ ഭർത്താവിനെ പുറത്തേക്ക് വിളിച്ചു. അതൊരു സ്ത്രീ സംബന്ധമായ കുഴപ്പമായിരുന്നതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, കൃത്യമായും അതുതന്നെയാണ് സംഭവിച്ചത്. കൃത്യമായും അതുപോലെ തന്നെയാകുന്നു. അവിടെ വെച്ച് അവൻ അവളോട് പറഞ്ഞു, കർത്താവ് അവളെ സുഖപ്പെടുത്തി. ശരി. അതിനുശേഷം കഴിഞ്ഞ രാത്രിയിൽ സഭായോഗം തീർന്നു കഴിഞ്ഞപ്പോൾ ഈ മറ്റൊരു സഹോദരിയെയും ഞാൻ ഈ ചെറുപ്പക്കാരനായ ചാൾസിനെയും ഈ സ്ത്രീയെയും ഒരുമിച്ച് കാണുകയുണ്ടായി. ഞാൻ വിചാരിച്ചു അത് അവന്റെ ഭാര്യയായിരിക്കണം. എന്നാൽ അവന്റെ ഭാര്യ ഒരു സുന്ദരിയാണ്. എന്നാൽ ഇതൊരു കറുത്ത നിറക്കാരിയായ സ്ത്രീയായിരുന്നു. കൂടാതെ ആ ദർശനം ഇവിടെ ഒരു മൂലയിലേക്ക് നീങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കുവാനിടയായി. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് ഒരു ദർശനം കാണിക്കുകയുണ്ടായി. അതവൾ ഇത് കഴിഞ്ഞപ്പോളായിരുന്നു. വേദിയിലേക്കുള്ള വിളി, പ്രാർത്ഥനായോഗം അവസാനിച്ചതിന് ശേഷം രോഗികളുടെ രോഗശാന്തിയും വേദിയിലേക്കുള്ള വിളിയും കഴിഞ്ഞിരുന്നു. അവൾ മാനസാന്തരപ്പെടുകയും അവളുടെ ജീവൻ അവന് നൽകുകയും ചെയ്യുന്നതുവരെ ദൈവം കാത്തിരിക്കുകയും പിന്നീട് തിരിഞ്ഞ് അവളെ സുഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവൾക്ക് അവളുടെ വിഷമങ്ങൾ വർഷങ്ങളോളം അവളെ വീർപ്പുമുട്ടിച്ചിരുന്നു. അങ്ങനെ അവൾ അത്രയധികം താണവസ്ഥയിലേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും അവളിൽ നിന്ന് കടന്നുപോയിട്ട് അവളുടെ കാലുകൾ ചുളിവുകൾ വീഴുന്നതുവരെയായിട്ട് വിഷങ്ങൾ അവളുടെ ശരീരത്തിൽ നിന്ന് പോയിരുന്നു. വർഷങ്ങളായി അവൾക്ക് അനുഭവിച്ചതിനേക്കാൾ മികച്ചതായി അവൾക്ക് അനുഭവപ്പെടുന്നു. നോക്കൂ, കർത്താവ് തന്റെ അത്ഭുതകരമായ കൃപയാൽ എപ്രകാരം അത് ചെയ്യുന്നു. അത് ഈ കഥയെക്കുറിച്ച് അതെല്ലാമാണെന്ന് ഞാൻ കരുതുന്നു. അല്ലേ സഹോദരി വുഡ്? അവൻ എങ്ങനെ പോകുന്നു? അതിനുശേഷം എന്ത് പറയുന്നു? ആഴ്ചയിൽ 7 പൗണ്ട്. ഓ, അവൻ ദൈവമാണ്, അവനല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ സഹോദരൻ നെവിലിനോട് പറഞ്ഞതിന്റെ കാരണം ഇന്ന് രാത്രി അദ്ദേഹത്തിനൊരു സന്ദേശമുണ്ടെന്ന് ഞാൻ കരുതി. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അവന്റെ പക്കലില്ല. അങ്ങനെ എനിക്ക് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ അവശേഷിച്ചിട്ടുള്ളതുണ്ട്. ഇവിടെ ഇറങ്ങി ഈ ചോദ്യം ഉത്തരം നൽകാൻ ധാർമ്മികമായി ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് 2-3 ചോദ്യങ്ങൾ കൂടി ലഭിച്ചു. ഒരുപക്ഷെ ഇന്ന് രാത്രി എനിക്ക് ലഭിക്കില്ല. അതിൽ ചിലത് ഒരു പ്രാസംഗികനിൽ നിന്നും കൈമാറിയതാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ നെവിൽ അല്ലെങ്കിൽ ബീലർ അവയെല്ലാം എന്റെ അടുക്കൽ കൊണ്ടുവന്നു. വെളിപാട് 21, 19, 20 എന്നിവയിലെ കല്ലുകൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? വെളിപാട് 5-ലെ 4 മൃഗങ്ങളെ വിശദീകരിക്കുക. അദ്ദേഹം അർത്ഥമാക്കുന്നത് 6 ആകുന്നു. ഇത് വെളിപാട് 5 അല്ല. ഞാൻ കരുതുന്നു ഇത് 6 ആകുന്നു. 24 മൂപ്പന്മാർ ആരാണ്? ഉൽപ്പത്തി 38-ലെ ചുവന്ന നൂൽ എന്താണ് അർത്ഥമാക്കുന്നത്? വെളിപാട് 11-ലെ 2 സാക്ഷികളുടെ മരണവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് സമ്മാനങ്ങൾ അയക്കേണ്ടത്? 1000 വർഷത്തെ വാഴ്ചയ്ക്ക് ശേഷം വിശുദ്ധന്മാർ എവിടെയായിരിക്കും? പിന്നെ ഏതുതരം ശരീരമായിരിക്കും അവർക്കുള്ളത്? ദൂതന്മാരെ നാം എങ്ങനെ വിധിക്കും? 1 കൊരിന്ത്യരിലെ ദൂതന്മാരുടെ മുടി എന്താണാകുന്നത്? ചില നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അത് നല്ലതിൽ ചിലതാണ്. ഇന്ന് രാത്രി ഞാൻ ഒരുപക്ഷെ അതിൽ കടക്കുകയില്ല. എന്നാൽ കർത്താവ് അനുവദിച്ചാൽ അടുത്ത തവണ നാം അതിനായി വരുമ്പോൾ ഞാൻ അതിനെ എടുക്കാൻ ശ്രമിക്കും. ഇന്ന് രാത്രിയിൽ എനിക്ക് വളരെ നല്ല ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതിനാൽ നാം ഇപ്പോൾ പ്രാർത്ഥിക്കുകയും കർത്താവിനോട് സഹായിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അടുത്ത 35-40 മിനിറ്റ് നേരത്തേക്ക് നേരെ അതിലേക്ക് കടക്കുന്നതാണ്. ഇപ്പോൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാത്തിനും ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരാണ്. കൂടാതെ അങ്ങയുടെ കൃപ ഞങ്ങളിലേക്ക് എത്തുന്നത് എത്ര അത്ഭുതകരമാണ്. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, കഴിഞ്ഞ രാത്രിയിൽ എന്റെ ആ ചെറിയ കൂട്ടുകാരി തീരെ സുഖമില്ലാതിരിക്കുകയും നീ ആ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ആ മണിക്കൂറിൽ തന്നെ അവളുടെ പനി മാറാൻ തുടങ്ങിയും ഇപ്പോൾ അത് പൂർണ്ണമായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന് രാത്രിയിൽ ഒരപേക്ഷ യാചിച്ചിരിക്കുന്ന എല്ലാവരുടെയും കൂടെ നീ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്നതുവരെ അതിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒരു ചെറിയ പ്രാർത്ഥനയായിരുന്നു. ദൈവമേ, എന്താകുന്നു? എപ്രകാരം നീ യാഥാർത്ഥ്യമാകുന്നു?
ആ നാഴികയിൽ ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു, എനിക്കറിയില്ല, അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ കർത്താവായ യേശു രംഗത്തേക്ക് കടന്നു വരുന്നു. ഓ ദൈവമേ, നീ ഞങ്ങൾക്ക് അത്രമാത്രം യാഥാർത്ഥ്യമായവനാകുന്നു. ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഞങ്ങളുടെ എല്ലാ അലസമായ വഴികളും മണ്ടത്തരങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഓ നീ ഞങ്ങളെ ഓർക്കണമേ കർത്താവെ, ഞങ്ങൾ ഒരു ഇരുണ്ട ലോകത്തിൽ അന്ധകാരത്തിന്റെയും പാപത്തിന്റെയും അരാജകത്വത്തിന്റെയും ലോകത്തിൽ വെറും മനുഷ്യ ശരീരങ്ങളാകുന്നു. ഞങ്ങളൊരു മൂടപടത്തിലൂടെ നോക്കുന്നു. അത് നമ്മുടെ മുഖത്ത് അതായിരുന്നത് പോലെയാകുന്നു. നാം ഇവിടെ മനുഷ്യരായി ചെയ്യുന്നത് പോലെ മാത്രമേ കാണുകയും അറിയുകയും ചെയ്യുന്നുള്ളൂ. പക്ഷെ ഏതെങ്കിലും ഒരു നാൾ ആ മൂടുപടം നീക്കപ്പെടുമ്പോൾ ഞങ്ങൾ നിന്നെ മുഖാമുഖം കാണുകയും നാം അറിയപ്പെടുന്നത് പോലെ അറിയുകയും ചെയ്യും. ആ ദിവസത്തിനു വേണ്ടിയാണ് ഞങ്ങൾ അതിയായി കാത്തിരിക്കുന്നത്. പിതാവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ ദൈവവചനം ജനങ്ങൾക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുമ്പോൾ നീ ഞങ്ങളെ സഹായിക്കുകയും അതവരുടെ അഭ്യർത്ഥനകൾക്കനുസരിച്ചുമായിരിക്കണമേ. എല്ലാ രോഗങ്ങളെയും ഞങ്ങളിൽ നിന്ന് എടുക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമാകുന്നു. നീ അത് അനുവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ ഞങ്ങൾക്ക് നൽകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ ഞാൻ ദേശത്തെ ഏറ്റവും മികച്ച വ്യക്തിയല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ എന്റെ ഏറ്റവും നല്ല അറിവിൽ നിന്ന് ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ആരംഭിച്ചത് ഇതായിരുന്നു, എന്നാൽ എനിക്കിത് നിർത്തേണ്ടി വന്നിരുന്നു. നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകുമല്ലോ, ആ ചോദ്യത്തിലായിരുന്നു ഞാനായിരുന്നത്. ഇപ്പോൾ അത് തീർച്ചയായും 1 കൊരിന്ത്യർ 12 കണ്ടെത്തിയിരിക്കുന്നു. Receive the new birth, this takes place. ആ സമയത്ത് നമ്മൾ പുതിയ ജനനം സ്വീകരിക്കുന്നു. ഇത് സംഭവിക്കുന്നു. ഇതാകുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ സ്നാനമാണോ, അതോ ഇതിന് പിന്നീട് ഒരു സ്നാനമുണ്ടോ, അതോ ഇതൊരു നിറയ്ക്കലാണോ? ഇപ്പോൾ ഇതിൽ തികച്ചും ഒരു ചോദ്യം അവിടെയുണ്ട്. നമുക്ക് നമ്മുടെ ബാക്കി സമയം അതിൽ തന്നെ ചിലവഴിക്കാൻ കഴിയും. ഇന്ന് രാത്രിയും നാളെയും രാത്രിയും മറ്റുമായിരിക്കും. അത് ഈ ഭാഗവും അതും എടുക്കും. അത് മുഴുവൻ വേദപുസ്തകത്തെയും എടുത്ത് തമ്മിൽ തുല്യമായി ബന്ധിക്കും. എല്ലാ തിരുവെഴുത്തുകളും വേദപുസ്തകത്തിലെ മറ്റെല്ലാ തിരുവെഴുത്തുകളുമായി ശരിയായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കണം. എന്നാൽ ഇതെങ്ങനെ ഹ്രസ്വമായി എടുക്കാൻ കഴിയും എന്നുള്ളതിനായി ഞാൻ ശ്രമിക്കുകയാണ്. എനിക്കറിയാവുന്നത്രയും ഇതെത്ര സാധാരണമാക്കി എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇല്ല, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ ജനനം ഉണ്ടാകുന്നു. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ചിന്ത, ഒരു പുതിയ ജീവിതം ലഭിക്കുന്നു. എന്നാൽ അത് പരിശുദ്ധാത്മാവിന്റെ സ്നാനമല്ല. നോക്കൂ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ ജന്മം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ ഒരു ദാനമാകുന്നു. അത് ദൈവം നിങ്ങൾക്ക് പരമാധികാര കൃപയിലൂടെ നൽകുന്നതായിട്ട് അത് സ്വീകരിക്കുന്നതിൽ കൂടെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തിന്റെ ദാനമാണിത്. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവന് നിത്യജീവനുണ്ട്. അതാണ് പുതിയ ജന്മം. നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ടു. അതിനർത്ഥം നിങ്ങൾ മാറ്റപ്പെടുകയുണ്ടായി. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നിങ്ങളെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ചേർക്കുന്നു. അത് സേവനത്തിനുള്ള ദാനങ്ങൾക്ക് വിധേയമാണ്. ഇത് നിങ്ങളെ കൂടുതലായി ഒരു ക്രിസ്ത്യാനിയാക്കുന്നില്ല. അത് നിങ്ങളെ കൃപാവരങ്ങളുടെ ദേഹത്തിലേക്ക് കൊണ്ടുവരിക മാത്രം ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ ഒരേ ആത്മാവിനാൽ 1 കൊരിന്ത്യർ 12 നാം എല്ലാവരും ഏക ശരീരമായി സ്നാനമേറ്റിരിക്കുന്നു. ഇപ്പോൾ പൗലോസ് പറയുന്നു, വ്യത്യസ്തമായ ദാനങ്ങളുണ്ട്. ഈ ശരീരത്തിൽ 9 ആത്മീയ ദാനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഈ ശരീരത്തിൽ ഈ ദാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവകാശമാക്കാൻ നിങ്ങൾ ഈ ശരീരത്തിൽ സ്നാനമേറ്റിരിക്കണം. ഈ ദാനങ്ങൾ ആ ശരീരത്തോടൊപ്പം വരുന്നു. എന്നാൽ ഇപ്പോൾ നിത്യജീവൻ ലഭിക്കുകയും ഒരു ക്രിസ്ത്യാനിയായിരിക്കുകയും ചെയ്യുന്നിടത്തോളം നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാകുന്നു. ഇപ്പോൾ അത് കപടവിശ്വാസമല്ല. അത് കർത്താവായ യേശുവിൽ യഥാർത്ഥമായി വിശ്വസിക്കുകയും അവനെ നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾ അവിടെ തന്നെ വീണ്ടും ജനിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളിലേക്ക് വരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിത്യജീവൻ. യേശു പറഞ്ഞു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. അതിനുശേഷം പൗലോസ് അത്തരത്തിലുള്ള ചിലരെ കണ്ടിരുന്നു. അതവിടെ പ്രവർത്തികൾ 19 ആകുന്നു. അവർക്കവിടെ ഒരു പ്രാസംഗികനുണ്ടായിരുന്നു. അത് അപ്പൊല്ലോസ് എന്ന പേരുള്ള പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു വക്കീലായിരുന്നു. അപ്പൊല്ലോസ് തിരുവെഴുത്തുകളിൽ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. അവൻ യേശു തന്നെ ക്രിസ്തു ആയിരുന്നുവെന്ന് തിരുവെഴുത്തുകളാൽ തെളിയിക്കുകയായിരുന്നു.
നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊല്ലോസ് വചനത്തിലൂടെ, വചനത്താൽ തെളിയിക്കുകയായിരുന്നു. വിശ്വാസം കേൾവിയിൽ കൂടെയും, കേൾവി ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ കൂടെയും വരുന്നു. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലായോ? അപ്പൊല്ലോസ് വചനത്താൽ തെളിയിക്കുകയായിരുന്നു. ഇവർ ക്രിസ്ത്യാനികളായിരുന്നു. അവർ അനുയായികളും ശിഷ്യന്മാരുമായിരുന്നു. അപ്പൊല്ലോസ് തിരുവെഴുത്തുകളാൽ തെളിയിക്കുകയായിരുന്നു യേശു തന്നെ ക്രിസ്തുവായിരുന്നു. അവർക്ക് വലിയ സന്തോഷമുണ്ടായിട്ട് അവർ വചനം സ്വീകരിച്ചു. എന്നിരിക്കലും യോഹന്നാന്റെ സ്നാനം മാത്രം അറിഞ്ഞിരുന്നു. പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തിയപ്പോൾ ഈ ശിഷ്യന്മാരെ കണ്ടിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നോക്കൂ, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. അതാണ് പുതിയ ജന്മം. അതാണ് നിങ്ങളുടെ പരിവർത്തനം, മാറ്റം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്നത് നിങ്ങൾ സ്നാനമേൽക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അത് നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ ഈ 9 ആത്മീയ വരങ്ങൾക്ക് വിധേയമാകുന്നു. അതിപ്രകാരം പ്രസംഗം, സുവിശേഷകർ, അപ്പോസ്തലന്മാർ, ഇടയന്മാർ, പ്രവാചകന്മാർ, അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ദാനങ്ങളും ഇതിലേക്ക് വരുന്നു. അത് നിങ്ങൾ ഈ ശരീരത്തിലേക്ക് സ്നാനമേൽക്കുമ്പോഴാകുന്നു. അങ്ങനെ അത് നിങ്ങളെ ഇതിലും കൂടുതലായി ഒരു ക്രിസ്ത്യാനിയാക്കുന്നില്ല. അത് നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളെ ഉറപ്പിക്കുക മാത്രം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ ഒരു ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാവിന്റെ സ്ഥാനത്ത് എത്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കൂ, ഇപ്പോൾ ചോദ്യം നമുക്ക് ഓരോന്നായി ഉത്തരം നൽകാം. 3 ചോദ്യങ്ങളുണ്ട്. നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ ക്രിസ്തുവിൽ സ്നാനമേറ്റിരിക്കുന്നു. അത് ശരിയാണ്. 1 കൊരിന്ത്യർ 12 അതിനുള്ള ഉത്തരം നൽകുന്നു. ശരി, ആ സമയത്ത് നമുക്ക് പുതിയ ജനനം ലഭിക്കുന്നു. ഇത് സംഭവിക്കുമോ? അത് അപ്പോഴാണോ ആകുന്നത്? അതാണ് അവർ അറിയാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഒരേ ആത്മാവിനാൽ അല്ല, ഒരേ ആത്മാവിനാൽ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് സ്നാനമേൽക്കപ്പെടുന്നു. നോക്കൂ, പുതിയ ജനനം ആരംഭിക്കുന്നത് അപ്പോൾ അല്ല. പുതിയ ജനനം ആരംഭിക്കുന്നത് നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആകുന്നു. ഇപ്പോൾ നോക്കൂ, അവിടെ ഒന്നുമില്ല, അവിടെ ഒരു കാര്യവുമില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക. വിശ്വസിക്കുക എന്നതിനപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? വിശ്വസിക്കുക എന്നതിലുമുപരി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്നോട് പറയൂ. വിശ്വസിക്കുന്നതിന് പുറത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവുമില്ല. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന് പുറത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം പ്രവൃത്തിയല്ല, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആ കാരണത്താൽ ഇപ്പോൾ നാം പറയുകയാണ്, അതായത് ഒരുപാട് തവണ ഞാനിത് കണ്ടിട്ടുണ്ട്. പലതവണ ജനങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് പ്രാഥമിക തെളിവുകളാണെന്നുള്ള രീതിയിൽ അതിനെ സ്വീകരിച്ചിട്ട് പരിശുദ്ധാത്മാവായി അതിനെ എടുക്കുന്നു. കൂടാതെ പലപ്പോഴും ജനങ്ങളെ കുലുക്കുകയും അല്ലെങ്കിൽ അവരെ തല്ലുകയും അവരെ പുറത്തു തട്ടുകയും ചെയ്തിട്ട് പറയും, ഇത് പറയൂ, ഇത് പറയൂ, ഇത് പറയൂ, ഇത് പറയൂ. നിങ്ങൾക്കറിയാമോ, ഒരു വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഇത് പറയൂ, ഇത് പറയൂ, ഇത് പറയൂ. നോക്കൂ, ഇത് നിങ്ങൾ സ്വയം ചെയ്യുന്ന എന്തോ ഒരു കാര്യമാണ്. അങ്ങനെ അതാകുന്നില്ല, അതാകുകയില്ല, അത് യാതൊന്നുമല്ല. നിങ്ങൾക്ക് നാവുകളുടെ ആശയക്കുഴപ്പമുണ്ടായേക്കാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനിടയുണ്ട്. കൂടാതെ വികാരാവേശങ്ങളാകാം. എന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസത്തിന് പുറത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവിക ദാനമായിരിക്കണം. നോക്കൂ, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റിരിക്കുന്നു. അത് ശരിയാണ്. നോക്കൂ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്നത് പുതിയ ജനനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രവൃത്തിയാണ്. ഒന്ന് ഒരു ജന്മം, ഒന്ന് ഒരു സ്നാനം. ഒന്ന് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നു, മറ്റൊന്ന് നിങ്ങൾക്ക് ശക്തി നൽകുന്നു. അത് നിത്യജീവനിലേക്ക് ശക്തി നൽകുന്നു. നോക്കൂ, അത് പ്രവർത്തിക്കാനാകുന്നു. ഇപ്പോൾ മനസ്സിലായോ? ശരി, എല്ലാം ശരി തന്നെ. ഇപ്പോൾ ഇതാ മറ്റൊന്ന് രണ്ടാമതായി വരുന്നു. ആ രാത്രിയിൽ എനിക്കുണ്ടായിരുന്നതിൽ ഏറ്റവും മികച്ചതാകുന്നു. യേശുവിന്റെ ശരീരം കല്ലറയിലായിരുന്ന 3 ദിവസം അവന്റെ ആത്മാവ് എവിടെയായിരുന്നു? അവന്റെ ആത്മാവ് എവിടെയായിരുന്നു? ഇപ്പോൾ അവന്റെ ആത്മാവ്, നിങ്ങൾ തിരുവെഴുത്തുകൾ പിന്തുടരുകയാണെങ്കിൽ ശരി, നമുക്ക് പല സ്ഥലങ്ങളും അതിനെക്കുറിച്ച് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ഞാൻ അത്ഭുതപ്പെടുന്നു, ആരുടെ പക്കൽ ഒരു വേദപുസ്തകമുണ്ട്? സഹോദരൻ സ്ട്രൈക്കർ, നിങ്ങളുടെ പക്കൽ ഒരു വേദപുസ്തകമുണ്ടോ? ശരി. സഹോദരൻ നെവിൽ, നിങ്ങളുടെ പക്കൽ ഒന്നുണ്ടോ? എനിക്ക് സങ്കീർത്തനങ്ങൾ 16:10 എടുത്തു തരൂ. വേറെ ആരുടെ പക്കലാണുള്ളത്? സഹോദരി വുഡ്, നിങ്ങൾക്കവിടെ ഒരു വേദപുസ്തകമുണ്ടോ? ശരി. സഹോദരൻ സ്ട്രൈക്കർ, ശരി, ഒന്നുകിൽ ഒരെണ്ണം നിങ്ങൾ എനിക്ക് എടുത്തു തരൂ. പ്രവർത്തികൾ 2:27. പ്രവർത്തികൾ 2:27. അങ്ങനെ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് യേശു മരിച്ചപ്പോൾ, നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം മരിക്കുന്നു. മരണം എന്ന വാക്കിന്റെ അർത്ഥം വേറിടുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് വേർപിരിയാൻ വേണ്ടി മാത്രമാകുന്നു. എന്നാൽ ഇവിടെ അവൻ ഇത് പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ, കേൾക്കുന്നവൻ ഏവനും അല്ല, എന്നോട് ക്ഷമിക്കണം, അത് വിശുദ്ധ യോഹന്നാൻ 5:24, എന്റെ വചനം കേൾക്കുന്നവന് നിത്യജീവനുണ്ട്. തന്നെ കാണാൻ വന്ന മാർത്തയോട് യേശു പറഞ്ഞു, അവൾ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു.
എന്നാൽ ഇപ്പോൾ പോലും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം അത് നിനക്ക് നൽകും. He said, I am the resurrection. അവൻ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. നോക്കൂ, എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നും കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. Now, there's a part of us that does not die. ഇപ്പോൾ മരിക്കാത്ത ഒരു ഭാഗം നമ്മിലുണ്ട്. ഞാൻ തിരുവെഴുത്തുകളുടെ വരിയിലൂടെ കടന്നുപോയതുപോലെ തുടക്കമുള്ള എല്ലാത്തിനും ഒരവസാനമുണ്ട്. It's the things which has not തുടക്കമില്ലാത്ത ഒരു കാര്യത്തിനും അവസാനമില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആയിത്തീരുന്നു. And our life is ദൈവത്തിന്റെ ജീവൻ അനന്തമായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതവും അനന്തമാണ്. നമുക്ക് നിത്യതയുണ്ട്. ഇപ്പോൾ എന്നേക്കും എന്ന വാക്ക് നാം അതിലൂടെ കടന്നുപോയിരിക്കുന്നു. എന്നേക്കും എന്ന വാക്ക് ഒരു സമയവേള ആകുന്നു. എന്നേക്കും ഒപ്പം സംയോജനം എന്നേക്കും. കൂടാതെ നാം ഇവിടെ അതിനൊരു അവസാനമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിപ്രകാരം ബാക്കിയുള്ള എല്ലാ കഷ്ടപ്പാടുകളെയും പോലെയാണ്. എല്ലാ രോഗങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ ശിക്ഷകൾക്കും നരകത്തിന് തന്നെയും ഒരവസാനമുണ്ട്. But eternal life has no end. എന്നാൽ നിത്യജീവന് അവസാനമില്ല, കാരണം അതിന് തുടക്കമില്ല. അതിനൊരിക്കലും മരിക്കാൻ കഴിയില്ല, കാരണം അതൊരിക്കലും ജനിച്ചിട്ടില്ല. It had no beginning of days, it has no ending of time. അതിന് കാലങ്ങളുടെ തുടക്കമില്ല, കാലത്തിന്റെ അവസാനവുമില്ല. ഇപ്പോൾ നമുക്ക് നിത്യമായി ജീവിക്കാനുള്ള ഏക മാർഗം ശാശ്വതമായ എന്തെങ്കിലും സ്വീകരിക്കുന്നതിൽ കൂടെയാകുന്നു. അങ്ങനെ തന്നെ ദൈവമായിരുന്നു. എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് അത് ദൈവമായിരുന്നു. ദൈവത്തിന് ഒരിക്കലും ഒരു തുടക്കമോ ഒരവസാനമോ ഇല്ലായിരുന്നു. ദൈവം ഈ വലിയ ആത്മാവായിരുന്നു. നമ്മൾ അവനെ ഇതുപോലെ ചിത്രീകരിച്ചു. മഴവില്ലിന്റെ 7 നിറങ്ങൾ അത് നിറയ്ക്കുന്നു. അതിന്റെ വില്ല് യഥാർത്ഥത്തിൽ ഭൂമിയിൽ പതിച്ചില്ലെങ്കിൽ അത് ഭൂമിയെ മൂടും. ഇത് ഭൂമിയുടെ വളവാകൃതിയുടെ ഒരു വൃത്തത്തിലെ ഒരു ജലം മാത്രമാണ്. അതെന്താണോ അതാണ് അതിനെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇപ്പോൾ ദൈവം നിത്യനാണ്. അവൻ തന്നെ സമ്പൂർണനായിരുന്നു. സമ്പൂർണ്ണ സ്നേഹം, സമ്പൂർണ്ണ സമാധാനം, സമ്പൂർണ്ണ സന്തോഷം, സമ്പൂർണ്ണ സംതൃപ്തി. ആ 7 ആത്മാക്കളും വെളിപാടിൽ ലഭിക്കുന്നത് പോലെ അവ പുറത്തു വരുന്നു. അത് ദൈവത്തെ ഉണ്ടാക്കി. അത് സമ്പൂർണതയായിരുന്നു. അതിന് പുറത്തുള്ള മറ്റെല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് വികൃതമായി ഒന്നായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് സമ്പൂർണതയിലേക്ക് മടങ്ങി വരാനുള്ള ഒരേ ഒരു മാർഗം അതിലൂടെ തിരിച്ചു വരിക എന്നതാണ്. സമ്പൂർണത അത് ദൈവമാകുന്നു. അതിനുശേഷം നാം സമ്പൂർണതയിൽ എത്തുന്നു. അപ്പോൾ നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നു. അവസാനമില്ലാതെ അല്ലെങ്കിൽ ഇല്ലാതെ ഒന്നുമില്ലാതെ അത് എന്നേക്കുമായുള്ള നിത്യജീവൻ മാത്രമാകുന്നു. ഇപ്പോൾ അവൻ പ്രാണനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആത്മാവാകുന്നു. എന്തെന്നാൽ ഈ ശരീരത്തിനായി വിശുദ്ധന്റെ ശവകുടീരത്തിന് മുകളിൽ നമ്മുടെ ശരീരങ്ങൾ അടക്കുന്നു. കൂടാതെ ശരീരവും ആദ്യ സ്ഥാനത്തായി. അപ്പോൾ ദൈവത്തിൽ നിന്ന് പോയ ദൈവവചനം ആകുന്നു. അല്ലെങ്കിൽ ഞാനതിലൂടെ കടന്നു പോകുമ്പോൾ കത്തോലിക്കരിതിനെ വിളിക്കുന്നതാണ് ദൈവത്തിന്റെ നിത്യപുത്രത്വം. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ വചനം അതിനൊരർത്ഥം പോലും ഉണ്ടാക്കുന്നില്ല. നോക്കൂ, അവിടെ നിത്യനായ ഒരു പുത്രൻ ഉണ്ടാകാൻ കഴിയില്ല. കാരണം ഒരു പുത്രന് ഒരു തുടക്കമുണ്ടായിരിക്കണം. അതുകൊണ്ട് യേശുവിന് ഒരു തുടക്കമുണ്ടായിരുന്നു. ദൈവത്തിന് തുടക്കമില്ലായിരുന്നു. നോക്കൂ, എന്നാൽ പുത്രനായിരുന്നു. അത് നിത്യമായ പുത്രത്വമല്ല. എന്നാൽ ആദിയിൽ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന പുത്രൻ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനമായിരുന്നു. അങ്ങനെ ഇത് ദൈവത്തിന്റെ ആത്മീയ ദേഹമായിരുന്നു പുറപ്പെട്ടു പോയത്. നിങ്ങൾ കാണുന്ന പോലെ കണ്ണില്ലാത്ത മനുഷ്യരൂപം, ഒരു മെച്ചപ്പെട്ട കണ്ണ്. നിങ്ങൾ കേൾക്കുന്നത് പോലെ ഇതിന് ചെവികളില്ലായിരുന്നു, പക്ഷേ കൂടുതൽ കേൾവിയുണ്ട്. നോക്കൂ, അതൊരാത്മീയ ദേഹമായിരുന്നു. അതായത് ഈ മഴവില്ല് എല്ലാമായി ഒരാത്മീയ ദേഹത്തിലേക്ക് ഒരുമിച്ച് ഇറങ്ങി വന്നു. അതിപ്രകാരം പാറയിലൂടെ കടന്നുപോയപ്പോൾ മോശ അത് കണ്ടിരുന്നു. അവന്റെ പിൻഭാഗങ്ങൾ കണ്ടു, പറഞ്ഞു, അതൊരു മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അവൻ മനുഷ്യ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു കാളക്കുട്ടിയുടെ ഇറച്ചി ഭക്ഷിക്കുകയും കുറച്ച് പാൽ കുടിക്കുകയും വെണ്ണ കഴിക്കുകയും ചെയ്യുമ്പോൾ അബ്രഹാം അവനെ കണ്ടിരുന്നു. അവൻ ശരീരത്തിലേക്ക് കടന്നു വന്നപ്പോൾ അബ്രഹാം അവനെ കണ്ടു. അതിനുശേഷം അതിൽ നിന്ന് ഉടനെ തന്നെ അപ്രത്യക്ഷനായി. നമ്മുടെ ശരീരം ഭൂമിയിലെ 16 മൂലകങ്ങളാൽ നിർമ്മിതമാണെന്ന് നാം കണ്ടെത്തിയിട്ടുണ്ട്. അവയെല്ലാം കൂടി ഒരുമിച്ച് വന്നതാകുന്നു. ദൈവം അവരെ തമ്മിൽ ഒരുമിച്ച് കൂട്ടുകയും ഈ ശരീരങ്ങളിൽ 2 ദൂതന്മാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദൂതന്മാർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയും ചെയ്തു. ഈ ദൂതന്മാർ ആ സമയം മനുഷ്യരായി. അത് ആ സമയത്തായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവം തന്നെയല്ലാതെ ഈ മൽക്കിസദേക്ക് മറ്റാരുമല്ലായിരുന്നുവെന്ന് നാം കണ്ടെത്തിയിരുന്നു.
അത് മറ്റാർക്കുമാകാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൻ ശാലേമിന്റെ രാജാവായിരുന്നു, അത് യെരുശലേമാകുന്നു. അവന് പിതാവില്ല, മാതാവില്ല. അത് യേശു ആയിരിക്കാൻ കഴിഞ്ഞില്ല, കാരണം അവന് പിതാവും മാതാവും ഉണ്ടായിരുന്നു. അവന് ജീവാരംഭവും ജീവാവസാനവുമില്ല. അതുള്ളത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. ഇത് ദൈവം ഇവിടെ ഒരാത്മീയ ദേഹത്തിൽ വസിച്ചതായിരുന്നു. നോക്കൂ, ശ്രദ്ധിക്കുക, ശാലേം രാജാവ്. ഇപ്പോൾ ദൈവം തന്റെ ജനങ്ങളിലൂടെ ഓരോ കാലഘട്ടങ്ങളിൽ കൂടി ജീവിച്ചു. ദൈവമായിരുന്നു ദാവീദിലായിരുന്നിട്ട് അവനെ പർവ്വതത്തിന് മുകളിലിരുത്തി ഒരു നിരസിക്കപ്പെട്ട രാജാവായി അവിടെ ഇരുന്ന് കരഞ്ഞത്. അതേ ആത്മാവ് തന്നെ ദാവീദിന്റെ പുത്രനായി യേശുവിലും പ്രത്യക്ഷമായിട്ട് അവൻ യെരുശലേമിൽ തള്ളപ്പെടുകയും കരയുകയും ചെയ്തു. യോസഫ് 30 വെള്ളിക്കാശിന് വിൽക്കപ്പെടുകയും സഹോദരന്മാരാൽ വെറുക്കപ്പെടുകയും അവന്റെ പിതാവിന് പ്രിയപ്പെട്ടവനുമായിരുന്നു. അവൻ ഫറവോന്റെ വലത്തുഭാഗത്തിരിക്കുകയും എപ്പോഴെങ്കിലും യോസഫിനെ കൂടാതെ ആർക്കും വരുവാൻ കഴിഞ്ഞില്ല. കാഹളം മുഴങ്ങുമ്പോൾ എല്ലാ മുട്ടുകളും ജോസഫിനെ വണങ്ങിയിരുന്നു. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ മാതൃകയാകുന്നു. അതായിരുന്നു ആ മനുഷ്യരിലൂടെ ജീവിച്ചിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്. നോക്കൂ, ഇപ്പോൾ ഇവിടെ യേശു മരിച്ചപ്പോൾ അത് ദൈവം ജഡത്തിൽ പ്രത്യക്ഷനായതായിരുന്നു. ദൈവം മനുഷ്യനായി തീർന്നു. വീണ്ടെടുപ്പിന്റെ നിയമങ്ങളിൽ ഒരു മനുഷ്യന് ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട സ്വത്തുവകകൾ വീണ്ടെടുക്കാനുള്ള ഒരേ ഒരു മാർഗമെന്നത് അവനൊരു ബന്ധുവായിരിക്കണം. അവൻ ഒരു ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കണം. റൂത്തിന്റെ പുസ്തകം അത് മനോഹരമായി വിശദീകരിക്കുന്നു. അവനൊരു ബന്ധുവായിരിക്കണം. അതിനാൽ മനുഷ്യൻ ദൈവത്തിന്റെ ബന്ധുവായി തീരേണ്ടതിന് ദൈവത്തിന് മനുഷ്യന്റെ ബന്ധുവായി തീരേണ്ടിയിരുന്നു. നോക്കൂ, അവനിൽ ഒരാത്മാവുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അതുണ്ടാകുന്നു, കാരണം അത് ആ സ്വഭാവത്തിന്റെ ആത്മാവാകുന്നു. ഇത് ലോകത്തിന്റെ ഒരാത്മാവാകുന്നു. ഇതൊരാത്മാവാകുന്നു. ഈ ലോകത്തിന്റെ ദൈവമാകുന്നു. അവൻ ആദാമിന്റെ വെറും ഒരു സന്തതി മാത്രമാകുന്നു. ഒരു വൃക്ഷം സ്വയം പുനരുൽപാദിപ്പിക്കുന്നു. സസ്യങ്ങൾ സ്വയം പുനരുൽപാദിപ്പിക്കുന്നു. മൃഗങ്ങൾ സ്വയം അവയെ തന്നെ പുനരുൽപാദിപ്പിക്കുന്നു. മനുഷ്യർ സ്വയം പുനരുൽപാദിപ്പിക്കുന്നു. അവ യഥാർത്ഥ സൃഷ്ടിയുടെ ഉപോൽപ്പന്നമാണ്. ഇത് മനസ്സിലായോ? ഇപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ ഈ ലോകത്തിന്റെ ഒരു ആത്മാവുമായി ജനിക്കുന്നു. ആ കാരണത്താലാണ് അവന് വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. കാരണം ഈ ആത്മാവ് പിതാവിന്റെയും മാതാവിന്റെയും ഗർഭധാരണത്തിൽ നിന്നാണ് വരുന്നത്. അത് ലൈംഗിക ഗർഭധാരണമായിരുന്നു. കൂടാതെ ഇതിന് പരിപൂർണമായും എന്നേക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അവന് വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവനത് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ദൈവത്തിന് ഇറങ്ങി വന്ന് അവന് വീണ്ടും ജനിക്കുന്നതിന് വേണ്ടി ഒരു വഴി ഒരുക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം അവന് തന്നെത്താൻ വീണ്ടെടുക്കുവാൻ യാതൊരു വഴിയുമില്ലായിരുന്നു. അവൻ യാതൊരു പ്രത്യാശയുമില്ലാത്തവനായിരുന്നു. അവനില്ലായിരുന്നു. പ്രത്യാശയില്ലാതെ, ദൈവമില്ലാതെ, ക്രിസ്തുവില്ലാതെ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരുന്നു. അവനെ സ്വയം രക്ഷിക്കാൻ അവന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ആരായിരുന്നാലും, അവനൊരു മഹാപുരോഹിതനായിരുന്നാലും ഒരു ബിഷപ്പായിരുന്നാലും അതൊരു കാര്യമല്ല. അവനൊരു മാർപ്പാപ്പയായിരുന്നാലും അവൻ എന്തായിരുന്നാലും അവൻ മറ്റൊരാളെ പോലെ തന്നെ കുറ്റക്കാരനാണ്. അതിനാൽ അത് ചെയ്യാൻ കുറ്റമില്ലാത്ത ഒരാളെ എടുക്കേണ്ടി വരുന്നു. കുറ്റക്കാരനല്ലാത്ത ഒരേ ഒരുവൻ ദൈവം സ്വയം തന്നെയായിരുന്നു. ദൈവത്തിന് താഴെ ഇറങ്ങി വന്ന് മനുഷ്യനാകേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. മരണത്തിന്റെ കനത്ത പ്രഹരത്തെ നങ്കൂരമിടാൻ, മരണത്തിന്റെ മുള്ളിനെ പുറത്തെടുക്കാൻ, നമ്മെ വീണ്ടെടുക്കാൻ. അതിനാൽ നാം നമ്മുടെ പ്രവർത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നന്മകൾ കൊണ്ടോ അല്ല, നമുക്ക് യാതൊന്നുമില്ല. എന്നാൽ അവന്റെ കൃപയാൽ രക്ഷിക്കപ്പെടാനാകുന്നു. അപ്പോൾ നാം അവന്റെ ജീവൻ ഈ മർത്തി ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങനെ നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി തീരുകയും നമ്മുടെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാകുന്നു. അതിനാൽ യേശു ജീവിച്ചിരിക്കുന്നവനാകയാൽ ഒരു മനുഷ്യനും എത്ര ദുഷ്ടനായാലും എത്ര നല്ലവനായാലും അവന് പോകേണ്ടി വരുമ്പോൾ, അവൻ ഈ ഭൂമി വിട്ടുപോകുമ്പോൾ അവൻ മരിച്ചിട്ടില്ല. അവൻ മറ്റെവിടെയോ ആകുന്നു. എന്നാൽ അവന്റെ പക്കൽ ഒരു ജീവനുള്ളത് നശിച്ചു പോകും. അതവന്റെ പ്രവർത്തികൾക്ക് നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമാകുന്നു. എന്നിരിക്കലും ആ ജീവൻ അവസാനിച്ചിരിക്കണം. ഒരേ ഒരു രീതിയിലുള്ള നിത്യജീവൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാം അതിൽ കൂടെ കടന്നുപോയിരിക്കുന്നു. ഒരു മനുഷ്യൻ പാപിയാകാനും എന്നേക്കുമായി ശിക്ഷിക്കപ്പെടാനും കഴിയുമെങ്കിൽ അവന് നിത്യജീവൻ ഇല്ലെങ്കിൽ എന്നേക്കുമായി ശിക്ഷിക്കപ്പെടാൻ കഴിയില്ല. അവന് നിത്യജീവൻ ഉണ്ടെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനാകുന്നു. നോക്കൂ, അതിനാൽ ഒരു തരത്തിലുള്ള നിത്യജീവൻ മാത്രമേ ഉള്ളൂ. അതാണ് സോയി, ദൈവത്തിന്റെ ജീവൻ. അവന് നശിക്കാൻ കഴിയില്ല. എന്നാൽ ദുഷ്ടന്മാർ ഒരു സ്ഥലത്താണ്. അത് കാത്തിരിപ്പിന്റെ ആകുന്നു, പീഡയിലാകുന്നു. അവരുടെ ന്യായവിധിക്ക് വേണ്ടി ശരീരത്തിൽ ചെയ്ത പ്രവർത്തികൾക്ക് അനുസൃതമായി വിധിക്കപ്പെടും അവസാന ദിവസം. ഇപ്പോൾ പക്ഷേ നാം ചിലരുടെ പാപങ്ങൾ അവരുടെ മുമ്പാകെ പോകുന്നു, ചിലത് അവരെ പിന്തുടരുന്നു. ഇപ്പോൾ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കുന്നതിന് നീതിമാനാകുന്നു. അതിനാൽ നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരില്ല. നിങ്ങൾക്കിത് മനസ്സിലായോ? നോക്കൂ, റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ
ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അത് ക്രിസ്തുവേശുവിലുള്ളവർക്കാണ്. അത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചവരാകുന്നു. നോക്കൂ, നമുക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. നാം ക്രിസ്തുവേശുവിലായിരിക്കുന്നു. അവർ ജഡത്തിന് പിന്നാലെയല്ല, എന്നാൽ ആത്മാവിന് പിന്നാലെ നടക്കുന്നവരാണ്. നോക്കൂ, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ക്രിസ്തുവേശുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു എന്റെ ന്യായവിധി എടുത്തിരിക്കുന്നു. അങ്ങനെ എന്റെ പാപങ്ങൾക്കായുള്ള അവന്റെ പ്രായശ്ചിത്തം ഞാൻ സ്വീകരിക്കുകയും ചെയ്തിരിക്കുമ്പോൾ ദൈവത്തിന് എങ്ങനെ എന്നെ ന്യായം വിധിക്കാൻ കഴിയും? അവൻ ക്രിസ്തുവിനെ ന്യായം വിധിച്ചപ്പോൾ അവൻ എന്നെ ന്യായം വിധിച്ചു കഴിഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ ന്യായവിധിയിൽ നിന്ന് സ്വതന്ത്രനാണ്. അപ്പോൾ ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. നോക്കൂ, എന്നാൽ ഇപ്പോൾ ദുഷ്ടൻ അങ്ങനെയല്ല. അവൻ ദണ്ഡന സ്ഥലത്തേക്ക് പോകുന്നു. നമുക്കറിയാം, അതായത് അത് സത്യമാണ്. ദുഷ്ടൻ ജീവിച്ചിരിക്കുന്നു. അവൻ ദണ്ഡനത്തിന്റെ സ്ഥാനത്താണ്. അവൻ അറിയാൻ പാടില്ലാത്ത ഒരിടത്താണ് അവനായിരിക്കുന്നത്. അങ്ങനെയാണ് ഈ മൃതാത്മ സംയോഗവാദക്കാരും മാധ്യമങ്ങളും കടന്നുപോയി കഴിഞ്ഞിരിക്കുന്ന ഈ ജനങ്ങളുടെ ആത്മാക്കളെ വിളിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചിലതരം ഉല്ലാസവും വൃത്തികെട്ട തമാശകളും അതുപോലെയുള്ള കാര്യങ്ങൾ അവർ പൊട്ടിക്കുകയും ചെയ്യുന്നതാകുന്നു. ശരി, എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ഈ മിസ് പൈപ്പർ നോക്കൂ, ഡോണി മോർട്ടിനെ കുറിച്ചുള്ള അത്ഭുതം എന്റെ ലേഖനം പോകുന്നതിന് മുമ്പുള്ളതാകുന്നു. എത്ര പേർ ആ ലേഖനം വായിച്ചിട്ടുണ്ട്? അതെ, നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് റീഡേഴ്സ് ഡൈജസ്റ്റിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് തൊട്ടുമുമ്പ് ലോകം അറിഞ്ഞിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ ആത്മീയവാദി ശ്രീമതി പൈപ്പർ ആകുന്നു കടന്നുപോയത്. അവരുടെ കഥയ്ക്ക് 12 താളുകൾ നൽകിയിരുന്നു. പിന്നെ 50 വർഷമായി അവർക്ക് ലോകമെമ്പാടും അവർ ഉണ്ടായിരുന്നു. അതോടൊപ്പം ശാസ്ത്രീയ തെളിവുകളും എല്ലാ കാര്യങ്ങളും, അതായത് അവർ ശരിക്കും മരിച്ചവരോട് സംസാരിക്കുകയും ആളുകൾ കയറി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് എന്ത്? ദൈവത്തിന്റെ നാമം ഒരിക്കൽ പോലും പരാമർശിച്ചിട്ടില്ല. മാനസാന്തരമില്ല, ദൈവിക രോഗശാന്തിയില്ല, അതിനെക്കുറിച്ച് യാതൊന്നുമില്ല. നോക്കൂ, ഒരേ ഒരു കാര്യം അതായിരുന്നത്. ആ ആളുകളെ പരാമർശിച്ചിരുന്നത്, ജോൺ, നിനക്കെന്നെ അറിയില്ലേ? ഞാൻ ജോർജ് ആണ്. അതൊരു പ്രത്യേക സ്ഥലത്തായിരുന്നു. ഞാൻ ഇന്നതും പിന്നെ ഇന്നതും ചെയ്തു. നമ്മൾ പോയി ഇത് ചെയ്ത സ്ഥലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നോക്കൂ, അത്രേ അവർക്കറിയുള്ളൂ. അവർ പോയി കഴിഞ്ഞിരിക്കുന്നു. പോയത് മുതൽ അവർക്ക് ന്യായവിധിയല്ലാതെ മറ്റൊന്നുമില്ല. മരം എങ്ങോട്ട് ചായുന്നുവോ അങ്ങോട്ടാണത് വീഴുന്നത്. നിങ്ങൾ മരിക്കുമ്പോഴുള്ള അവസ്ഥയും എന്താകുന്നുവോ അതുകൊണ്ടാണ് ഞാൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വ്യത്യസ്തനായിരിക്കുന്നത്. നോക്കൂ, പ്രാർത്ഥനകളുടെ മധ്യസ്ഥത അല്ലെങ്കിൽ വിശുദ്ധരുടെ കൂട്ടായ്മയും ഇത്യാദി കാര്യങ്ങളുമാകുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം അത് സാധ്യമല്ല. ആരെങ്കിലും മരിച്ചുപോയി പോയ ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. അവർ തീർന്നിരിക്കുന്നു. അവർ കാരുണ്യത്തിനും ന്യായവിധിക്കുമിടയിലുള്ള അതിർത്തി കടന്നിരിക്കുന്നു. അവർ ഒന്നുകിൽ കരുണയിലേക്ക് പോയി, അല്ലെങ്കിൽ കരുണയിൽ നിന്ന് അകന്നുപോയി. യേശു പ്രകാരം പറഞ്ഞു. അത് വിശുദ്ധ മത്തായിയുടെ 16-ാം അധ്യായത്തിലാകുന്നു. അവനത് പഠിപ്പിച്ചു. അത് മർക്കോസിന്റെ 16-ാം അധ്യായമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധനിക പ്രമാണിയും ലാസറും. ഒരു മനുഷ്യനും ഈ അഗാധം മറികടക്കാൻ കഴിയില്ല, ഒരിക്കലും മറികടന്നു പോകുകയുമില്ല. അവിടെയാണ് നിങ്ങൾ നോക്കൂ. അതിനാൽ അതിനെ ഉറപ്പിക്കുന്നു. ഇപ്പോൾ പക്ഷേ ക്രിസ്തു മരിച്ചപ്പോൾ അവൻ തന്നെ ക്രിസ്തുവായിരുന്നുവെന്ന് എല്ലാ കാര്യങ്ങൾക്കും സാക്ഷ്യപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമതായി, നക്ഷത്രങ്ങൾ പ്രകാശിക്കാൻ വിസമ്മതിച്ചു. സൂര്യൻ അസ്തമിച്ചു പോയി. ചന്ദ്രൻ അതിന്റെ വെളിച്ചം നൽകിയില്ല. അവന്റെ മരണത്തിൽ ഭൂമി അതിന്റെ പാറകളെ ശക്തിയായി പുറന്തള്ളി. നോഹയുടെ നാളുകളിലെ ദീർഘക്ഷമയിൽ അനുദപിക്കാത്ത കാരാഗ്രഹത്തിലുള്ള ആത്മാക്കളോട് അവൻ ചെന്ന് പ്രസംഗിച്ചു. അവനെ അവർ തിരിച്ചറിയേണ്ടതായിരുന്നു. അത് നോക്കുക, ഇന്ന് രാത്രിയിൽ ആകസ്മികമായി ഒരു പാപി ഇവിടെ ഉണ്ടായാൽ അതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങളിപ്പോൾ പ്രസംഗിക്കുന്നത് കേൾക്കുന്ന ഈ സുവിശേഷം എന്നെങ്കിലും നിങ്ങൾക്കിതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. നിങ്ങൾ ആരാണെന്നത് പരിഗണിക്കാതെ എവിടെയെങ്കിലും നിങ്ങൾ മുട്ടുമടക്കും. ഇന്നു മുതൽ 10,000 വർഷങ്ങൾ കഴിഞ്ഞേക്കാം. അതല്ലെങ്കിൽ അത് രാവിലെ വരെ പോലും ആയിരിക്കില്ല. അതെപ്പോഴായാലും നിങ്ങൾ എവിടെയെങ്കിലും മുട്ടുകുത്താൻ പോവുകയാണ്. ഇതേ സുവിശേഷം വീണ്ടും തിരികെ നിങ്ങളോട് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. എന്തെന്നാൽ ആ ആത്മാക്കൾ തടവിലായതിനു ശേഷം ഹാനോക്കും മറ്റെല്ലാവരും പ്രസംഗിച്ചപ്പോഴും അനുദപിച്ചില്ല. കൂടാതെ നോഹയും അതോടൊപ്പം ദൈവത്തിന്റെ ദീർഘക്ഷമയ്ക്കായും അതിപ്പോൾ ഉള്ളതുപോലെയാകുന്നു. ആ സമയം വരുന്നതിനായി കാത്തിരിക്കുന്നു. നോഹയും ഹാനോക്കും അവർ എല്ലാവരും പ്രസംഗിച്ചു. ആ ആളുകൾ കളിയാക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ അവർ കാരാഗ്രഹത്തിലായിരുന്നു. യേശു ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അവൻ സാക്ഷ്യം വഹിച്ചു. ആകാശം സാക്ഷിയായി അവനായിരുന്നു. ഭൂമി സാക്ഷ്യം വഹിച്ചു അവനായിരുന്നു. നരകം സാക്ഷ്യം വഹിച്ചു അവനായിരുന്നു. വേദപുസ്തകം അത് പറഞ്ഞു. അതായത് ദാവീദ് വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനങ്ങളിൽ. ശരി സഹോദര, നിങ്ങൾ സങ്കീർത്തനങ്ങൾ വായിക്കുക. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ സങ്കീർത്തനങ്ങൾ 16:10. For thou wilt not leave my
നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ സമ്മതിക്കുകയുമില്ല. അതേ കാര്യം തന്നെ സഹോദര, അത് പത്രോസ് പ്രസംഗിച്ചിടത്തു നിന്നും വായിക്കുക. പ്രവൃത്തികളിലാകുന്നു 2-ാം അധ്യായം 27-ാം വാക്യം. എന്തുകൊണ്ടെന്നാൽ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ സമ്മതിക്കുകയുമില്ല. അതിന് മുകളിലുള്ള 2 വാക്യങ്ങൾ വായിക്കുക സഹോദര, അപ്പോൾ നിങ്ങൾക്കതിന്റെ സന്ദർഭം ലഭിക്കും. കാരണം ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞുവല്ലോ, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. എന്തുകൊണ്ടെന്നാൽ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അടുത്ത വാക്യം ഇപ്പോൾ വായിക്കുക. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. അതെ, ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്റെ യഹോവ സാക്ഷിയായ സുഹൃത്തെ, അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, നരകം ഒരു സ്ഥലമാണെങ്കിൽ, പാതാളം, ശവക്കുഴി, നിങ്ങൾ അതിനെ എങ്ങനെയെല്ലാം വിളിക്കാൻ ആഗ്രഹിച്ചാലും, അത് ഈ ശവക്കുഴിയിൽ ചെന്ന് നിലച്ചാൽ പിന്നെ എന്തിനാണ് അവൻ പറഞ്ഞത്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല? അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നോക്കൂ, ഇവിടെ അവന്റെ ശരീരം ശവക്കുഴിയിലായിരുന്നു, അവന്റെ ആത്മാവ് നരകത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജീവനോടെ. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അവൻ വീണ്ടും തന്റെ ആത്മീയ ദേഹത്തിലായിരുന്നു. അവന്റെ ആത്മാവും അവിടെ ആത്മീയ ദേഹത്തിലായിരുന്ന ആ ജനങ്ങളോടൊപ്പമായിരുന്നു. അവൻ അവരോട് സാക്ഷ്യം പറയുകയായിരുന്നു. അതായത് അവർ അവന്റെ ദീർഘക്ഷമയിൽ പശ്ചാത്തപിച്ചില്ല. അവൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവൻ വാതിലിൽ മുട്ടി, ആ വലിയ വാതിൽ ആടി തുറന്നപ്പോൾ അനുതപിച്ചവരായ എല്ലാ ആത്മാക്കളോടും അവൻ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി ഞാനാകുന്നു. ഞാനായിരുന്നു ഇവിടെ ഹാനോക്ക് പറഞ്ഞ ഇത് പർദീസയിൽ മറ്റൊരു സ്ഥലമായിരുന്നു. ആ 3 സ്ഥലങ്ങളും നഷ്ടപ്പെടരുത്. ഇപ്പോൾ ദുഷ്ടന്മാർക്കുള്ള സ്ഥലം, നീതിമാന്മാർക്കുള്ള സ്ഥലം, അതോടൊപ്പം നരകം സ്വയമായിട്ടും. നോക്കൂ, അതിപ്രകാരം സ്വർഗത്തിലെ ഒരു തൃത്വത്തെ പോലെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. മൃഗത്തിന്റെ തൃത്വത്തെ പോലെയാണ് കള്ളപ്രവാചകൻ, മൃഗം, കൂടാതെ മൃഗത്തിന്റെ മുദ്രയുമാകുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ഓർക്കുക, അതായത് ഇതെല്ലാം തൃത്വത്തിലാണ്. തൃത്വത്തിന്റെ ഏകതയിൽ സൽഗുണപൂർത്തി വരുന്നു. 1 സമ്പൂർണമാകുന്നു. നിങ്ങൾ സമ്പൂർണനാണ്. 3-1 പ്രാണൻ, ശരീരം, ആത്മാവ്, വെള്ളം, രക്തം, ഞരമ്പുകൾ. നോക്കൂ, നിങ്ങൾ എന്തായിരുന്നാലും ഒരു സമ്പൂർണമായതിനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 3 എടുക്കണം. ഒരു 3 കോണുകളുള്ള ഗ്ലാസ് കഷ്ണം എടുത്ത് അതിൽ സൂര്യന്റെ പ്രകാശം വെക്കുക. നിങ്ങൾക്കൊരു സമ്പൂർണമായ മഴവില്ല് ലഭിക്കും. നോക്കൂ, എല്ലാ കാര്യങ്ങളിലും ഒരു സമ്പൂർണമായതുണ്ടാക്കാൻ നിങ്ങൾക്ക് 3 ഉണ്ടായിരിക്കണം. അങ്ങനെ ഇപ്പോൾ ഓർക്കുക, അതായത് അവൻ മരിച്ചപ്പോൾ അവൻ ആദ്യം പോയി തടവിലല്ലാതിരുന്ന ആത്മാക്കളോട് പ്രസംഗിച്ചു. തടവിലായിരുന്ന ആത്മാക്കളോട് സാക്ഷീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതായത് അവനായിരുന്നു സ്ത്രീയുടെ സന്തതി. അവനായിരുന്നു തന്റെ 1000 വിശുദ്ധന്മാരോട് കൂടെ വരുന്നത് ഹാനോക്ക് കണ്ടിരുന്നത്. അവൻ നോഹയിൽ കൂടെയും ഹാനോക്കിൽ കൂടെയും പ്രസംഗിച്ച തിരുവെഴുത്തുകൾക്ക് അവന് സാക്ഷ്യം വഹിക്കേണ്ടതായിരുന്നു. അതോടൊപ്പം നീതിമാന്മാരാലും, അതായത് അവൻ തന്നെ അതായിരുന്നു. എല്ലാത്തിനും അത് തിരിച്ചറിയേണ്ടതാകുന്നു. അതിനുശേഷം അവൻ നരകത്തിലേക്ക് ഇറങ്ങി പിശാചിൽ നിന്ന് മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ സ്വീകരിച്ചു. തിരികെ പർദീസയിലേക്ക് വരികയും എന്നിട്ട് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും നീതിമാന്മാരെയും എടുത്തുകൊണ്ടുവന്നു. അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് മത്തായി 27 അവർ ശവക്കല്ലറകളിൽ നിന്ന് പുറത്തുവന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. പലർക്കും തെരുവിൽ പ്രത്യക്ഷമാകുകയും ചെയ്തു. ഹല്ലേലൂയ, നിങ്ങൾ അവിടെയാണ് ഇപ്പോൾ. എന്നാൽ അവന്റെ ശരീരം, അവന്റെ പ്രാണൻ നഷ്ടപ്പെട്ടവരോട് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ, ഇവിടെ താഴെ അവൻ പിശാചിന്റെ കയ്യിൽ നിന്ന് താക്കോലെടുക്കുകയും തിരികെ വന്ന് അബ്രഹാമിനെയും ഇസഹാക്കിനെയും എടുത്തുകൊണ്ടുവന്നു. അവന്റെ ആത്മാവ് അകത്ത് കിടന്നു. അവന്റെ ആത്മാവ് അവിടെ അത് ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ ശരീരം ശവക്കുഴിയിൽ കിടക്കുകയായിരുന്നു. അതാണ് യേശു പറഞ്ഞതിന്റെ കാരണം. ജനങ്ങൾ ചോദിക്കും, ശരി, എന്തുകൊണ്ടാണ് യേശു പറയുന്നത് 3 ദിവസം ഞാൻ അതിനെ ഉയർത്തും, 3 ദിവസം ഞാൻ ഉയർത്തും? അവൻ വെള്ളിയാഴ്ച ഉച്ചയോടെ മരിക്കുകയും ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എന്നാൽ നോക്കൂ, അത് 3 ദിവസത്തിനുള്ളിലായിരുന്നു. നിങ്ങൾക്ക് നിഘണ്ടു കിട്ടുമെങ്കിൽ അത് കാണാം. കാരണം അവൻ അറിയാമായിരുന്നു ദാവീദ് അഭിഷേകത്തിന് കീഴിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ കീഴിലായിരുന്നു. പറഞ്ഞു, എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ ഞാൻ സമ്മതിക്കില്ല. അത് അവനുമായി ബന്ധപ്പെട്ടതാണെന്ന് അവൻ അറിയാമായിരുന്നു. അത് അവനെ ഉദ്ദേശിച്ചാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ദൈവത്തിന്റെ പരിശുദ്ധനായിരുന്നു. 72 മണിക്കൂറിനുള്ളിൽ ദ്രവത്വം ആരംഭിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. എവിടെയെങ്കിലും ആ 3 ദിവസത്തിനുള്ളിൽ അവൻ വീണ്ടും അവിടെ നിന്ന് പുറത്തു വരികയായിരുന്നു. കാരണം തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. അവിടെയുള്ള എല്ലാ വാഗ്ദത്തങ്ങളും എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ബന്ധപ്പെട്ടതാണ്. അത് നമ്മുടേതാണ്.
അവൻ പറഞ്ഞു, നിങ്ങൾ ഈ ശരീരം നശിപ്പിക്കുക, 3 ദിവസത്തിനുള്ളിൽ ഞാനതിനെ ഉയർത്തും. കാരണം അവൻ പറഞ്ഞു, ഞാൻ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. 3 ദിവസത്തിനുള്ളിൽ ആ ശരീരം അവിടെ നിന്ന് പുറത്തു വരുന്നത് അവൻ അറിഞ്ഞിരുന്നു. അവൻ 3 മുഴുവൻ ദിവസവും എന്ന് പറഞ്ഞില്ല. ഇല്ല ശ്രീമാൻ, അവൻ തീർച്ചയായും ചെയ്തില്ല. അവൻ വെള്ളിയാഴ്ച ഉച്ച മുതൽ ഞായറാഴ്ച രാവിലെ വരെ അവിടെ ഉണ്ടായിരുന്നു. ആ ശരീരത്തിലെ ഒരു കോശം പോലും കേടുവരുത്താൻ അതിന് കഴിഞ്ഞില്ല. അവൻ മരിച്ചു. സുഗന്ധദ്രവ്യങ്ങൾ പൂശി സംരക്ഷണം ചെയ്ത് അവൻ അവിടെ കിടന്നിരുന്നു, അല്ലെങ്കിൽ തുണിയിൽ പൊതിഞ്ഞ് ഒരു ശവകുടീരത്തിൽ കിടത്തിയിരുന്നു. ആ ചൂടുള്ള ചതുപ്പ് നിലമായ രാജ്യത്ത് കുറച്ച് മണിക്കൂറുകൾ മാത്രമെടുത്ത് അവൻ ദ്രവത്വത്തിലേക്ക് പോകുമായിരുന്നു. നിങ്ങൾ ശരീര നിഗ്രഹത്തിലേക്ക് പോകുക. നിങ്ങൾക്കറിയാമോ, അവന്റെ ശരീരം, അവന്റെ മൂക്ക് അഴുകാൻ തുടങ്ങുകയും അതുപോലുള്ള കാര്യങ്ങളായിട്ട് ദ്രവത്വം കടന്നു വരാൻ തുടങ്ങുന്നു. അത് ആ ചൂടുള്ള ഈർപ്പമുള്ള രാജ്യമായിരുന്നു. അതൊരു ശരീരമായിരുന്നതിനാൽ അത് ദ്രവിക്കപ്പെടുമായിരുന്നു. എന്നാൽ അവൻ അറിയാമായിരുന്നു, ആ ശരീരകോശം ദ്രവിക്കുന്നതിന് മുമ്പ്, അതായത് ദൈവം പ്രവാചകനായ ദാവീദിലൂടെ പറഞ്ഞിരുന്നു, എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ എപ്രകാരം ദൈവവചനമെടുത്ത് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. ഇപ്പോൾ അവനുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോ വാഗ്ദാനങ്ങളും ദൈവം അവയെല്ലാം നിറവേറ്റി. അതുകൊണ്ട് വിശ്വാസിയുമായി ബന്ധപ്പെട്ട എല്ലാ വാഗ്ദാനങ്ങളും ദൈവം അതിന്റെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റും. ആമേൻ. അത് സത്യമാണെന്ന് ഉറപ്പിച്ചുകൊള്ളുക. ആമേൻ. അതിനാൽ അവന്റെ പ്രാണൻ നിങ്ങളതാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ക്ഷമിക്കണം. യേശുവിന്റെ ശരീരം കല്ലറയിലായിരുന്ന 3 ദിവസങ്ങളിൽ അവന്റെ ആത്മാവ് എവിടെയായിരുന്നു? അവന്റെ ആത്മാവ് നരകത്തിൽ, ഭൂമിയുടെ അധോഭാഗങ്ങളിലായിരുന്നു. എന്നിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ചേർത്തേക്കാം. അത് നിങ്ങളെ വളരെയധികം സഹായിച്ചേക്കാവുന്ന കുറച്ച് ചെറിയ പ്രസ്താവന ഇവിടെയുള്ളതാണ്. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ, അവൻ അതുവരെയും വീണ്ടെടുപ്പിന്റെ ജോലി പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടില്ലായിരുന്നു. അത് ശരിയാണ്. അവൻ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കേണ്ടിയിരുന്നു. വില നൽകപ്പെട്ടു. പക്ഷെ നരകത്തിന്റെ ആ ഭയാനകത, ശവക്കുഴിയുടെ ഭയാനകത, അങ്ങനെ ഇവിടെ അവൻ മരിച്ചപ്പോൾ അവൻ നേരെ അത് തുടർന്നു പോയി. അവൻ മരിച്ചപ്പോൾ അവൻ ഒരിക്കലും തന്റെ ജോലി നിർത്തിയില്ല. അവൻ പ്രസംഗം തുടർന്നുകൊണ്ടിരുന്നു. എന്റെ എളിമയില്ലാത്ത അഭിനയം ക്ഷമിക്കുക, ഞാൻ ഊഹിക്കുന്നു. പക്ഷെ അവൻ ഒരിക്കലും നിർത്തിയില്ല. നിങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. നിങ്ങളുടെ ശരീരം അല്പനേരം വിശ്രമിച്ചേക്കാം, പക്ഷെ ദൈവം അതിനെ ഉയർത്തും. അവൻ അങ്ങനെ വാഗ്ദാനം ചെയ്തു. എന്നാൽ ദൈവത്തിന് നശിക്കാൻ കഴിയില്ലാത്തതുപോലെ നിങ്ങൾക്കതിന് കഴിയില്ല. അത് ശരിയാണ്. നോക്കൂ, അവൻ മരിച്ചതിന് ശേഷം എന്തിലേക്ക്? ശിഷ്യന്മാർക്ക് മരിച്ചവനായിരുന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. അവൻ എന്തായിരുന്നു? അവർ അവനെ ഉറക്കി. ലാസറിനെ കുറിച്ച് അവൻ പറഞ്ഞതുപോലെ, ഞാൻ പോയി അവനെ ഉണർത്താം. ദൈവത്തിന് അവനെ ഉണർത്തേണ്ടി വന്നു. നോക്കൂ, അവൻ നേരെ താഴേക്ക് പോയി. അവൻ പ്രസംഗം തുടർന്നു. അവനിവിടെ തടവറയിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. നേരെ നരകത്തിലേക്ക് പോയി പിശാചിൽ നിന്ന് താക്കോൽ കൈവശമാക്കി നേരെ തിരികെ വന്ന് പർദീസയിൽ വീണ്ടും പ്രസംഗിച്ചു. എന്നിട്ട് 3-ാം ദിവസം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം തന്റെ അപ്പോസ്തലന്മാരെ സന്ദർശിക്കുകയും 40-ാം ദിവസത്തിന്റെ അവസാനം അവൻ നേരെ മുകളിലേക്ക് കയറി. കാരണം നമ്മുടെ മേലുള്ള എല്ലാ കാര്യങ്ങളും, അന്ധവിശ്വാസങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും, അവൻ എല്ലാ അന്ധവിശ്വാസങ്ങളെയും എല്ലാ സംശയങ്ങളെയും വെട്ടിമുറിച്ച് മാറ്റിയിട്ട് തന്റെ സ്വർഗാരോഹണത്തിൽ ഭൂമിയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഒരു പ്രാർത്ഥനയുടെ നിരയുണ്ടാക്കി. അവൻ കയറി ചെന്ന് ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. ജയം പ്രാപിച്ചവൻ, മഹാനായ വിജേതാവ് തികച്ചുമാകുന്നു. മരണത്തിനവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല, നരകത്തിനവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല, ഭൂമിക്ക് അവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവനിവിടെ ഭൂമിയിലായിരുന്നപ്പോൾ അവന് നൽകപ്പെട്ടത്, അവൻ ഏറ്റവും താഴ്ന്ന നഗരത്തിലേക്കും ഏറ്റവും താഴ്ന്ന ജനങ്ങളുടെ അടുക്കിലേക്കും പോയി. ഏറ്റവും താണ പേര് അവന് നൽകി. അതാണ് മനുഷ്യൻ അവനോട് ചെയ്തത്. അവൻ ഏറ്റവും താഴ്ന്ന നഗരമായ യെരിഹോവിലേക്ക് പോയി. ഏറ്റവും ചെറിയ മനുഷ്യന് പോലും അവനെ നോക്കാൻ ഒരു മരത്തിൽ കയറി താഴേക്ക് നോക്കേണ്ടി വന്നു. അവിടെയാണ് മനുഷ്യർ അവനെ ഇട്ടത്. അവനൊരു കാല് കഴുകുന്ന ദിവസക്കൂലിക്കാരനായിരുന്നു. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും മോശമായ ജോലിയായിരുന്നു. അവൻ ഏറ്റവും താഴ്ന്നവനായി തീർന്നു. അവർക്ക് നൽകാവുന്ന ഏറ്റവും താഴ്ന്ന പേര് അവർ അവനെ വിളിച്ചു, ബിയൽസബൂബ്, പിശാചുക്കളുടെ രാജകുമാരൻ. മനുഷ്യൻ അവന് ഏറ്റവും താഴ്ന്ന പേര് നൽകി. ഏറ്റവും താഴ്ന്ന സ്ഥലം, അവനെ ഏറ്റവും താഴ്ന്ന നരകത്തിന്റെ അതോ ഭാഗങ്ങളിലേക്ക് അയച്ചു. ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അത്യുന്നതമായ സ്വർഗത്തിലേക്ക് അയച്ചു. എല്ലാ നാമങ്ങൾക്കും മേലായ ഒരു നാമം അവന് നൽകി. ഹല്ലേലൂയ! എന്തിന്? അവന് സ്വർഗം കാണാൻ പോലും അവന് മേലേക്ക് നോക്കണം. നിന്റെ സിംഹാസനം ആകാശത്തിനും മീതെ സ്വർഗത്തിൽ ഉയർന്നിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഇതുവരെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മഹത്തായ നാമമായിരിക്കണം. അവന് ചുറ്റും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ദൈവം അവനോട് ചെയ്തത്. മനുഷ്യൻ അവനെ ഏറ്റവും താഴ്ന്നവനാക്കി, ദൈവം അവനെ ഏറ്റവും ഉന്നതനാക്കി. അവിടെ അവനായിരുന്നു. ഏറ്റവും താഴ്ന്നതിൽ നിന്നും ഏറ്റവും ഉന്നതത്തിലായിരിക്കുന്നു. അവൻ നമ്മെ അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ ഏറ്റവും താഴ്ന്നവനായി തീർന്നു. അവന്റെ കൃപയാൽ നാം ദൈവപുത്രന്മാരാകേണ്ടതിന്
അവൻ നമ്മളായി തീർന്നു. അവിടേക്കാണ് അവൻ പോയത്. ആമേൻ. അവന്റെ നാമത്തെ വാഴ്ത്തുക. അവനൊരു വഴിയൊരുക്കി. അതിനാൽ എന്തെങ്കിലും നമുക്കും തിരികെ വരാൻ കഴിയും. കാരണം ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കുന്നു. ഓ, യാതൊരു അത്ഭുതവുമില്ല. മനുഷ്യൻ ആ ദർശനം ഗ്രഹിക്കുമ്പോൾ അത് വിശദീകരിക്കാൻ ഒരു മനുഷ്യനും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവർ അത് വിശദീകരിക്കാൻ പോലും ശ്രമിച്ചു. അവർക്ക് അവരുടെ മനസ്സ് നഷ്ടപ്പെട്ടു. ആ മഹത്തായ ഗാനം, ഓ ദൈവസ്നേഹം എത്ര സമ്പന്നവും ശുദ്ധവുമാകുന്നു, എത്ര ആഴമേറിയതും ശക്തവുമാകുന്നു. ആ അവസാനത്തെ വരികൾ അല്ലെങ്കിൽ ആദ്യത്തെ വരികളാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ്: നാം മഷി കൊണ്ട് സമുദ്രം നിറച്ചാലും ആകാശം കടലാസ് കൊണ്ട് നിറച്ചാലും അതെവിടെയാണ് കണ്ടെത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ഭ്രാന്താലയത്തിൽ എഴുതിയിരുന്നു. ഒരു ഭ്രാന്താലയ സ്ഥാപനത്തിന്റെ മതിലിൽ എഴുതിയിരിക്കുന്നു. ഒരു മനുഷ്യനും ഒരിക്കലും ആ ദൈവസ്നേഹം വിശദീകരിക്കാൻ കഴിയില്ല. ഓ, അവൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ഒരിക്കലും പറയാനാവില്ല. നിങ്ങൾക്ക് എങ്ങനെ അവിടെ ഒരു യോഗ്യത സ്ഥാപിക്കാൻ കഴിയും? ഇതവന്റെ കൃപയാണ്, തുടക്കം മുതൽ അവസാനം വരെ. ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു, നിർജീവമായി, നിസ്സഹായനായി, ഒരു ഗുണവുമില്ലാതെ. അതിനെക്കുറിച്ച് യാതൊന്നും പറയാനില്ല. അപ്പോൾ അവൻ അവന്റെ കൃപയിൽ വന്ന് നമ്മെ രക്ഷിച്ചു. ഓ, അതെന്റെ കർത്താവാണ്. അതാണ് അവന്റെ സ്നേഹം, അതാണ് അവന്റെ നന്മ. ഇപ്പോൾ നമുക്ക് ഏകദേശം 7 മിനിറ്റും ഏകദേശം 15ഓളം ചോദ്യങ്ങളും ഉണ്ടായിരിക്കുന്നു. സ്ത്രീകൾ സഭയ്ക്ക് പുറത്ത് വ്യക്തിപരമായി ജോലി ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതെ, അതൊരു ചോദ്യം മാത്രമാണ്, വെറും ഒരു തിരുവെഴുത്ത് ചോദ്യമല്ല. എന്നാൽ തീർച്ചയായും ഞാനത് ചെയ്യാം. അതെ ശ്രീമാൻ, നാം എല്ലാവരും ഒരുമിച്ചുള്ള തൊഴിലാളികളാണ്. സ്ത്രീകൾക്ക് അവരുടേതായ സ്ഥലങ്ങളുണ്ട്. തീർച്ചയായും അവർക്കുണ്ട്. അതെ ശ്രീമാൻ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ വ്യക്തിപരമായ ജോലികളും ചെയ്യുക. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ശരി, ഇപ്പോൾ നോക്കാം. ദയവായി തൃത്വം വിശദീകരിക്കുക. പുത്രന് എങ്ങനെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കാൻ കഴിയും? പിതാവിനോട് മധ്യസ്ഥത ചെയ്യുന്നു. അതവർ രണ്ടുപേരല്ലെങ്കിൽ? ശരി, പ്രിയ സ്നേഹിത, അതൊരു വെളിപാടാണ്. യേശു പറഞ്ഞു, ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. പിന്നെ എങ്ങനെ അവർ രണ്ടാകും? നോക്കൂ, ഇപ്പോൾ അവർ രണ്ടല്ല. ഒരിക്കൽ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാനത് വിശദീകരിക്കുകയായിരുന്നു. അതായത് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും രണ്ടാണ്, എന്നിരിക്കലും നിങ്ങൾ ഒന്നാണ്. ഞാൻ പറഞ്ഞു, പക്ഷെ ദൈവവും പുത്രനും അതിൽ നിന്ന് വ്യത്യസ്തമാണ്. നോക്കൂ, ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? അതെ. നിങ്ങൾ എന്റെ ഭാര്യയെ കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ പിതാവും പുത്രനും വ്യത്യസ്തമാകുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ പിതാവിനെ കണ്ടിരിക്കുന്നു. നോക്കൂ, പിതാവും പുത്രനും, പിതാവ് സർവശക്തനായ യഹോവയായിരുന്നു. ദൈവത്തിന്റെ അഭിഷിക്ത പുത്രനായ യേശു ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂടാരത്തിൽ വസിക്കുന്നു. യേശു ഒരു മനുഷ്യനായിരുന്നു. ദൈവം ഒരാത്മാവാണ്. ആരും ദൈവത്തെ ഒരു കാലത്തും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിന്റെ ഏകജാതൻ അവനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവനായിരുന്നു അവന്റെ വ്യക്തിത്വം, അവന്റെ അസ്തിത്വം, അവന്റെ ദൈവത്വം. അവൻ എന്തായിരുന്നാലും അവൻ ദൈവമായിരുന്നു. അവൻ ദൈവത്തെക്കാൾ കുറഞ്ഞവനോ അല്ലെങ്കിൽ കൂടിയവനോ ഒന്നുമായിരുന്നില്ല. എന്നിരിക്കലും അവനൊരു മനുഷ്യനായിരുന്നു. ദൈവം വസിച്ചിരുന്ന ഒരു വീട്. അത് ശരിയാണ്, അവൻ ദൈവത്തിന്റെ വാസസ്ഥലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കതിനെക്കുറിച്ച് തിരുവെഴുത്തുകൾ വേണമെങ്കിൽ സഹോദരൻ നെവിൽ എനിക്ക് വേണ്ടി എടുക്കാൻ കഴിയുമെങ്കിൽ വിശുദ്ധ മർക്കോസ് 14:62. പിന്നെ സഹോദരി വുഡ്, നിങ്ങൾ എനിക്ക് എഫെസ്യർ 1:20 എടുത്തു തരിക. മറ്റാരുടെ പക്കലെങ്കിലും ഒരു വേദപുസ്തകമുണ്ടോ? ശരി, നിങ്ങളുടെ കൈ ഉയർത്തുക. സഹോദരി ആർണോൾഡ്, നിങ്ങൾക്ക് ഒരെണ്ണം അവിടെ പിന്നിലായി കിട്ടിയിട്ടുണ്ടോ? ശരി, നിങ്ങൾ എനിക്ക് പ്രവർത്തികൾ 7:55 എടുക്കുക. ശരി, മർക്കോസ് 14:62 സഹോദരൻ നെവിൽ. കൂടാതെ സഹോദരി വുഡിന്റേത് എഫെസ്യർ 1:20, പ്രവർത്തികൾ 7:55 സഹോദരി ആർണോൾഡ്. ശരി, നിങ്ങൾക്കത് കിട്ടിയോ സഹോദരൻ നെവിൽ? ശരി, ഇപ്പോൾ വായിക്കുക. യേശു പറഞ്ഞു, ഞാനാകുന്നു. മനുഷ്യപുത്രനെ കാണും. സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും. ശരി, ഇപ്പോൾ അവിടെയുള്ള ആദ്യത്തെ വാചകം ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, ഞാൻ ആകുന്നു. ഞാനാകുന്നു. അത് ആരായിരുന്നു? അതിനെ വ്യാഖ്യാനിക്കാൻ ലോകത്തൊരു മനുഷ്യനും ഉണ്ടായിട്ടില്ല. അതിനുപോലും നിഘണ്ടുക്കളും മറ്റും വായിക്കുന്ന നിങ്ങൾ ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. ഇത് JVHU ആകുന്നു. എബ്രായ പണ്ഡിതന്മാർക്ക് പോലും ഒരിക്കലും അത് ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല.
അവിടെ കത്തുന്ന മുൾപടർപ്പിൽ വെച്ച് അന്ന് അവൻ മോശയെ കണ്ടുമുട്ടിയപ്പോൾ അത് JVHU ആയിരുന്നു. അതുകൊണ്ട് അവർ അതിനെ ഉച്ചരിച്ചു JOH, യഹോവ. എന്നാൽ ഇത് യഹോവ അല്ലായിരുന്നു, JVHU. നോക്കൂ, ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ നിങ്ങൾ പറയും, ശരി, മോശയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ ചോദിച്ചു, എനിക്ക് ആരാണെന്ന് പറയാൻ കഴിയും? അവൻ പറഞ്ഞു, പറയുക, ഞാനാകുന്നു, നിന്നെ അയച്ചിരിക്കുന്നു, ഞാനാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാനാകുന്നു ഒരു വർത്തമാനകാലമാണ്. ഞാനായിരുന്നു അഥവാ ഞാനായിരിക്കും എന്നല്ല, ഞാനാകുന്നു. ഇപ്പോൾ അവൻ പറഞ്ഞു, ഇതെല്ലാ തലമുറകളിലും ഒരു സ്മാരകമായിരിക്കും, ഞാനാകുന്നു. ഇപ്പോൾ ആ ദിവസത്തെ പെരുന്നാളിൽ യേശു ഇവിടെ നിൽക്കുന്നത് നോക്കുക. അവർ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണെന്ന് ഇപ്പോൾ ഞങ്ങൾക്കറിയാം. ശരിയായ വാക്കുകൾ, നീ ഭ്രാന്തനാകുന്നു. ഭ്രാന്തൻ എന്നാൽ കിറുക്കൻ. നിനക്ക് ഭ്രാന്താണെന്ന് ഞങ്ങൾക്കറിയാം. നീ ഒരു ശമര്യനാകുന്നു, നിനക്കൊരു പിശാചുണ്ട്. വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായം. അവൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളാണെന്ന് നിങ്ങൾ പറയുന്നു, അബ്രഹാമിനെ കണ്ടിരിക്കുന്നു. നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല. അവന്റെ പ്രായത്തിനനുസരിച്ച് അവൻ അല്പം പ്രായം തോന്നിച്ചിരിക്കാം, എന്നാൽ അവന് 30 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവന്റെ പ്രവൃത്തി പറഞ്ഞു, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലാത്ത ഒരു മനുഷ്യനായിട്ട് നീ അബ്രഹാമിനെ കണ്ടിരിക്കുന്നു എന്ന് പറയാൻ നീ അർത്ഥമാക്കുന്നത്? നിനക്കിപ്പോൾ ഭ്രാന്താണെന്ന് ഞങ്ങൾക്കറിയാം. നോക്കൂ, അവൻ പറഞ്ഞു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്, ഞാനാകുന്നു. അവൻ ആ മഹാനായ ഞാനാകുന്നു. ഇവിടെ ഇതാ അവൻ ഈ യഹൂദന്മാരോട് വീണ്ടും പറയുന്നു, നോക്കൂ, ഞാനാകുന്നവൻ, ഞാൻ ശക്തിയുടെ വലതുഭാഗത്ത് വരുന്നത് നിങ്ങൾ കാണുമ്പോൾ അത് ശരിയാണോ? അത് വീണ്ടും വായിക്കുക സഹോദര. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും. ഇപ്പോൾ നിങ്ങളുടേത് വായിക്കൂ സഹോദരി വുഡ്. അതെ മാഡം. അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് ഇരുത്തുകയും ചെയ്തു. ശരി സഹോദരി, നിങ്ങളുടേത് വായിക്കുക. നോക്കൂ, ഇതൊന്നു തന്നെയാണ്. അവനോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ദൈവത്തിന് ഒരു വലിയ വലങ്കൈ ഉണ്ടായിരിക്കാൻ കഴിയില്ല. നോക്കൂ, യേശു അവന്റെ വലതുഭാഗത്തായി നിൽക്കുന്നു. വലത് കൈ അർത്ഥമാക്കുന്നതാകുന്നു അധികാരം. നോക്കൂ, ഉദാഹരണത്തിന് വേണ്ടി എന്ത് ചെയ്യും? ഞാൻ സഭയുടെ മുഴുവൻ അധികാരിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിഷപ്പായിരുന്നുവെങ്കിൽ, സഹോദരൻ നെവിൽ എന്റെ സ്ഥാനമെടുക്കുകയും ചെയ്താൽ അദ്ദേഹം എന്റെ വലങ്കൈയാകും. നോക്കൂ, അതിന്റെ അർത്ഥം, അതായത് അദ്ദേഹം എന്റെ വലതുഭാഗത്തായിരിക്കും. ഇപ്പോൾ യേശു വലതുഭാഗത്ത് അധികാരത്തിലാകുന്നു. ഇപ്പോൾ അവൻ അങ്ങനെ പറയുന്നു. ഇവിടെ എഫെസ്യരിൽ അവനത് വിശദീകരിക്കുമ്പോൾ അവൻ വലതുഭാഗത്ത് അധികാരത്തിലാകുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവൻ പറഞ്ഞു, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എന്റെ പക്കലാകുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചു കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അതെവിടെയാണ്? അവനല്ലാതെ ഒരു ദൈവം അവിടെ ഉണ്ടെങ്കിൽ ആ ദൈവം ശക്തിയില്ലാത്തവനാണ്. നോക്കൂ, മറ്റൊരു ദൈവം അവിടെ ഉണ്ടാകാൻ കഴിയില്ല. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരവും അവന്റെ കയ്യിൽ കിടക്കുന്നു. അതിനാൽ നിങ്ങൾ കാണുന്നു, അവൻ വലതുഭാഗത്ത് നിൽക്കുന്നു. ആ വ്യക്തി ചോദ്യം ചോദിച്ചതുപോലെ അല്ലാതെ അത് അർത്ഥമാക്കുന്നില്ല. ഇപ്പോൾ നോക്കൂ, ശരീരം, ദൈവം ഒരാത്മാവാണ്. അതെ, എത്ര പേർ അത് മനസ്സിലാക്കുന്നുണ്ട്? പറയുമോ ആമേൻ? ദൈവം ഒരാത്മാവാണ്. യേശു ഒരു മനുഷ്യനാണ്. യേശു ദൈവമായിട്ട് ജഡമായി തീർന്നു. യേശു ആയിരുന്നു. നമുക്ക് ഒരിക്കലും ദൈവത്തെ കാണാൻ കഴിയില്ല. നോക്കൂ, അവനൊരു ആത്മാവാണ്. നിങ്ങൾക്ക് ആത്മാവിനെ കാണാൻ കഴിയില്ല. ദൈവത്തെ ഒരു കാലത്തും ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. ഒരു മനുഷ്യനും ദൈവത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാനിത് പറയട്ടെ, നിങ്ങൾ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെ ഒരിക്കലും കാണുകയില്ല. അത് ശരിയാണ്. ഈ വ്യക്തിയെ പ്രഖ്യാപിക്കുന്ന ഈ ശരീരം നിങ്ങൾ കാണുന്നു, അതിവിടെയുണ്ട്. ഇപ്പോൾ ഈ ശരീരത്തിന് നിത്യജീവനില്ല, എന്നാൽ ആത്മാവിന് നിത്യജീവനുണ്ട്. ഈ ശരീരം തിരികെ പോകും. പക്ഷെ ഒരു ഗോതമ്പ് മണി നിലത്ത് പോകുന്നത് പോലെ അതിന്റെ സാദൃശ്യത്തിൽ അത് വീണ്ടും പുറത്തു വരും. ക്രിസ്തുമതം പുനരുത്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, പകരം വയ്ക്കലല്ല. പുനരുത്ഥാനം. താഴേക്കിറങ്ങിപ്പോയ അതേ യേശു തന്നെ മടങ്ങി വന്നു. നിങ്ങൾ ചുവന്ന തലയുള്ളവനായി പോയാൽ നിങ്ങൾ ചുവന്ന തലയുള്ളവനായി തന്നെ തിരിച്ചു വരും. നിങ്ങൾ കറുത്ത തലയുള്ളവനായി പോയാൽ നിങ്ങൾ കറുത്ത തലയുള്ളവനായി തന്നെ തിരിച്ചു വരും. നോക്കൂ, അതൊരു പുനരുത്ഥാനമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ഡോക്ടറോട് അത് ചോദിച്ചിരുന്നു.
അധിക നാളുകളായിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് 16 വയസ്സുള്ളപ്പോൾ ഓരോ തവണ ഞാൻ കഴിക്കുമ്പോഴും ഞാൻ എന്റെ ജീവിതം പുതുക്കപ്പെടുത്തുന്നുണ്ടോ? പറഞ്ഞു, അത് ശരി തന്നെ. നിങ്ങൾ പുതിയതെടുക്കുക, ഓരോ തവണയും പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നു. അത് ശരീരമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം രക്തകോശങ്ങൾ ഉണ്ടാക്കുന്നു. ആ രക്തകോശം നിങ്ങളെ ശക്തരാക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഓരോ തവണയും എന്തെങ്കിലും മരിക്കണം. ദിവസവും എന്തെങ്കിലും മരിക്കുന്നു. നിങ്ങൾ മാംസം ഭക്ഷിക്കുന്നുവെങ്കിൽ പശു ചാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് എന്ത് തന്നെയുമാകട്ടെ അവിടെ മത്സ്യം ചാകുന്നു, അഥവാ അതല്ലെങ്കിൽ അത് അപ്പം ഉണ്ടാക്കുവാൻ ഗോതമ്പ് ചാകുന്നു, ഉരുളക്കിഴങ്ങ് ചാകുന്നു, അത് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്നു. കൂടാതെ അത് ജീവിതത്തിന്റെ എല്ലാ രൂപങ്ങളിലുമാകുന്നു. നിർജീവമായ പദാർത്ഥങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂ. എന്തെങ്കിലും മരിച്ചതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിത്യമായി ജീവിക്കാൻ കഴിയൂ. അത് യേശുവായിരുന്നു. അത് നിങ്ങൾ പള്ളിയിൽ ചേർന്നതുകൊണ്ടല്ല, നിങ്ങൾ സ്നാനം സ്വീകരിച്ചതുകൊണ്ടല്ല, നിങ്ങൾ ക്രിസ്തുമതം പരസ്യമായി സ്വീകരിച്ചതുകൊണ്ടല്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ യേശു ക്രിസ്തുവിന്റെ ജീവിതം സ്വീകരിച്ചതിന്റെ കാരണത്താൽ അത് നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാകുന്നു. അങ്ങനെ നിങ്ങൾ അവനെ നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിത് ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നോക്കൂ, ഇത് മനോഹരമാണ്. ഒരുപക്ഷെ ഞാനിവിടെ നേരത്തെ എനിക്കറിയില്ല, അതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കാം. എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞത് മറക്കുന്നു, ചില പ്രത്യേക സ്ഥലങ്ങളിൽ. എന്നാൽ എന്തുകൊണ്ടാണിത്? അതിനുശേഷം ഇപ്പോൾ ഞാൻ ഊഹിക്കുന്നു, സഹോദരി സ്മിത്ത്, സഹോദരൻ പ്ലീമാൻ ഇവിടെ പിന്നിലായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ ട്രിഫന, അവൾ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നപ്പോൾ ഞാൻ അവളെ ഓർക്കുന്നു. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരു ചെറുതും പൊക്കം കുറഞ്ഞതും നല്ല വണ്ണവും ഉള്ളവനായിരുന്നപ്പോൾ കറുത്ത വഴുതിയ മുടിയോടുകൂടിയായിരുന്നു. ഞാൻ ഗുസ്തിയിടുമായിരുന്നു. ഞാൻ ലോകത്തിലെ ഒരു പരിഷ്കാരിയായ മനുഷ്യനാണെന്ന് ഞാൻ കരുതി. ഞാൻ ഓർത്തു, എന്നെ അടിച്ചു വീഴ്ത്താൻ ആർക്കും കഴിയില്ല. ഇല്ല ശ്രീമാൻ, പക്ഷേ ഞാനതിൽ വഞ്ചിതനായിപ്പോയി. നിങ്ങൾ കാണുന്നുണ്ടോ? പക്ഷേ ഇപ്പോൾ ഞാൻ വെറുതെ ചിന്തിച്ചു, ഞാൻ വിചാരിച്ചു നിങ്ങൾക്കിതിന്റെ പുറകിൽ വെക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഇതുമായി തെരുവിലൂടെ നടക്കാം. തീർച്ചയായും ഒന്നും എന്നെ അലട്ടുന്നില്ല. ഓരോ തവണയും ഞാൻ കഴിക്കുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും വലുതും ശക്തനുമായി തീരുന്നു. ഓരോ തവണയും എനിക്ക് പുതിയ ജീവൻ കിട്ടുന്നു. ഞാൻ ഇന്നത്തെ പോലെ തന്നെ മുട്ടക്കോസും ഉരുളക്കിഴങ്ങും പയറും ഇറച്ചിയും എന്നിവ കഴിക്കുന്നു. ഞാനെല്ലായ്പ്പോഴും ശക്തനും വലുതുമായിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ഏകദേശം 25 വയസ്സ് തികഞ്ഞപ്പോൾ ഞാനിപ്പോൾ അന്നത്തേതിനേക്കാൾ നന്നായി കഴിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം, അതറിയുകയും ചെയ്യുന്നു. എനിക്കിപ്പോൾ നന്നായി കഴിക്കാം, നമുക്കെല്ലാവർക്കും തന്നെ. പക്ഷെ അതെന്തുകൊണ്ടാണ്? സഹോദരൻ ഈഗൻ, പിന്നെ ഞാനിപ്പോഴും മികച്ച ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിലും കൂടുതലായിട്ട് മെച്ചപ്പെട്ട ജീവപോഷകങ്ങളും എല്ലാം ഞാൻ കൂടുതൽ കഴിക്കുന്തോറും ഞാൻ ക്രമേണ ക്ഷയിച്ചു പോകുന്നു. ഇപ്പോൾ ഞാനൊരു വൃദ്ധനായി, തോളിൽ കൂനോടുകൂടിയ മനുഷ്യനും മൊട്ടത്തലയും നരച്ചുകൊണ്ടിരിക്കുകയും കൈകളിൽ ചുളിവുകളോടും കൂടിയ ഒരു മനുഷ്യനായി വരുന്നു. മുഖം താണ്, തോളുകൾ താഴേക്ക് പോയിട്ട് ഒരു രാവിലെ എഴുന്നേക്കുന്നത് തന്നെ എനിക്ക് പ്രയാസമായിരിക്കുന്നു. കൂടാതെ എന്തുകൊണ്ടാണിത്? ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ എന്റെ ജീവിതം പുതുക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണിത്? ഞാനൊരു കൂജയിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിക്കുകയാണെങ്കിൽ അത് പകുതി നിറയുന്നു. തുടർന്ന് മുകളിലേക്ക് വരുന്നതിന് പകരം എല്ലായ്പ്പോഴും താഴേക്ക് പോകാൻ തുടങ്ങുന്നു. ഞാൻ കൂടുതൽ പകരും, അത് വേഗത്തിൽ കുറയുന്നു. അവിടെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ശാസ്ത്രീയമായി തന്നെയും തെളിയിക്കാൻ കഴിയുകയില്ല. ദൈവമാണ് നിയമിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കാനുള്ള ഒരേ ഒരു കാര്യം ഈ ഗ്രന്ഥമാണ്. ഇതൊരു നിയമനമാണ്. നാം വരുന്നത് ദൈവം കണ്ടിരുന്നു. നിങ്ങൾ പ്രായമായ പുരുഷന്മാരും കൂടാതെ നിങ്ങൾ പ്രായമായ സ്ത്രീകളും ഒരുപക്ഷെ നിങ്ങളിൽ ചിലരുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും പോയി കഴിഞ്ഞെന്നിരിക്കാം. അത് യാതൊന്നുമല്ല, അത് യാതൊരു വിഷമവും ഉണ്ടാക്കുന്നില്ല. ഹല്ലേലൂയ! അവർ തിരശ്ശീലയ്ക്ക് അപ്പുറത്താണെന്ന് മാത്രം കാത്തിരിക്കുന്നു. തീർച്ചയായും അവർ വീണ്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ അതിയായി വാഞ്ചിക്കുന്നു. അത് ശരിയാണ്, തീർച്ചയായും അവർ ആകുന്നു. അവർ വീണ്ടും ഒത്തൊരുമിച്ചാകാൻ വാഞ്ചിക്കുന്നു. അവരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, വേദിക്കടിയിലായി കരയുന്ന ആത്മാക്കളാണ്. കർത്താവേ, എത്ര നാൾ? നോക്കൂ, അവർ അവരുടെ ശരിയായ അവസ്ഥയിലല്ല. ദൈവം ഒരിക്കലും നമ്മെ ദൂതന്മാരാക്കിയില്ല. അവൻ നമ്മെ പുരുഷന്മാരായും സ്ത്രീകളായും സൃഷ്ടിച്ചു. നാം എല്ലായ്പ്പോഴും പുരുഷന്മാരും സ്ത്രീകളുമായിരിക്കും. കാരണം നാം ഒരു ദൈവത്തിന്റെ സ്വന്തം ബുദ്ധിയുടെ ഉൽപ്പന്നമാകുന്നു. നമുക്ക് എപ്പോഴും സ്ത്രീകളും പുരുഷന്മാരുമായിരിക്കാൻ കഴിയും. എന്നാൽ എന്താണ് അത് ചെയ്യുന്നത്? നോക്കൂ, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, നിങ്ങൾ ബലിപീഠത്തിലേക്ക് നടന്നു വരുമ്പോൾ നിങ്ങളും ഭർത്താവും പറഞ്ഞു, അതായത് ഞങ്ങൾ പരസ്പരം നിയമാനുസൃതമായി വിവാഹിതയായ ഭാര്യയായി സ്വീകരിക്കുകയും ഈ ദാമ്പത്യത്തിന്റെ വിശുദ്ധമായ അവസ്ഥയിൽ ഒരുമിച്ച് ജീവിക്കുകയും കൂടാതെ ദൈവത്തിന്റെ കൃപകളും മറ്റും അതോടൊപ്പം നിങ്ങൾ നൽകുന്ന നിങ്ങളുടെ എല്ലാ സാക്ഷ്യങ്ങളും കൂടാതെ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ പ്രതിജ്ഞയുമാകുന്നു. നിങ്ങൾക്കറിയാവുന്ന ആദ്യത്തെ കാര്യം, നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അവൻ നേരെ നിന്നിരുന്നു, അവന്റെ മുടി തിളങ്ങിയിരുന്നു. ഒപ്പം അമ്മയും അവളുടെ സുന്ദരമായ ചെറിയ തവിട്ട് നിറമുള്ള കണ്ണുകൾ, അല്ലെങ്കിൽ നീല കണ്ണുകൾ, അല്ലെങ്കിൽ അതെന്തായിരുന്നാലും
ഓ, നിങ്ങൾ ഇപ്രകാരം അവളെ നോക്കിയിരുന്നു. നിങ്ങൾ പുറത്തേക്ക് നടന്നിട്ട് നിങ്ങൾ പിതാവിനെ നോക്കി. ഇപ്പോൾ ആ തോളുകൾ പിന്നിലേക്ക് നേരെയാക്കുക. കുറച്ചു കഴിഞ്ഞ് അവ കുനിയാൻ തുടങ്ങും. അമ്മയ്ക്ക് തലനരയും സന്ധിവേദനയും മറ്റും ഉണ്ടാകുവാൻ തുടങ്ങും. കുറച്ചു കഴിയുമ്പോൾ അവൾ പോയി കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം പോയി കഴിഞ്ഞിരിക്കും. അതെന്തായിരുന്നു? നിങ്ങൾ അവിടെ നിൽക്കുന്നത് ദൈവം കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അതാകുന്നു ഇത്. അങ്ങനെയാണ് ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നത്. ശരി, മരണം, നീ കടന്നു വരൂ. പക്ഷേ ഞാൻ നിന്നെ അനുവദിക്കുന്നതുവരെ നിനക്കവരെ കൊണ്ടുപോകാൻ കഴിയില്ല. I think of Job. ഓ, ഞാൻ ഇയ്യോബിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതെ, ദൈവം താഴേക്ക് നോക്കുകയായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നുവെന്ന് ഇയ്യോബിന് അറിയാമായിരുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, അവന് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല. അവൻ പറഞ്ഞു, നിന്റെ കൈകളിൽ നിനക്കവനെ കിട്ടിയിരിക്കുന്നു, പക്ഷെ നീ അവന്റെ ജീവനെ എടുത്തു പോകരുത്. അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന ആദ്യത്തെ കാര്യം, തോളുകൾ കുനിയാൻ തുടങ്ങുന്നു. അതിന് കുറച്ച് സമയശേഷം നിങ്ങൾ പോയി കഴിഞ്ഞിരിക്കും. ഇതെന്താണ് സംഭവിച്ചത്? ഇപ്പോൾ പുനരുത്ഥാനത്തിൽ മരണത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു കാര്യവും ഉണ്ടാകില്ല. ഈ ഭൂമിയെ പ്രതീകപ്പെടുത്തുന്ന ഒരു വസ്തുവും ഉണ്ടാകില്ല. എന്തിനെയായാലും നോക്കൂ, നിങ്ങൾ ദൈവഹിതത്താൽ ഉയർന്നു വരികയായിരുന്നു. നിങ്ങൾക്ക് ജീവനുണ്ടായിരുന്നു. അപ്പോൾ മരണം കടന്നു വന്നു, നിങ്ങളെ താഴേക്ക് ഇറക്കിക്കൊണ്ടുപോയി. അതേ ഭക്ഷണവും എല്ലാം തന്നെ കഴിക്കുക, അതേ തരത്തിലുള്ള വെള്ളം കുടിക്കുക, എല്ലാം. പക്ഷെ മരണം കടന്നു വരുന്നു. എന്നാൽ ഈ ചിത്രം ഇതിനകം സജ്ജമാക്കിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ! പുനരുത്ഥാനത്തിൽ നിങ്ങൾ വീണ്ടും ജീവനാകും. അവിടെ മരണമോ, മരണത്തിന്റെ സാമ്യമോ, അല്ലെങ്കിൽ വാർദ്ധക്യമോ, അംഗവൈകല്യമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഉണ്ടാകില്ല. അനശ്വരമായിരിക്കും. നാം അവന്റെ സാദൃശ്യത്തിൽ നിൽക്കും. എന്നേക്കുമായി പരിപൂർണമാക്കപ്പെടും. ഹല്ലേലൂയ! ഓ, അതാരെയും ഒച്ചവെക്കുന്നതിനിടയാക്കും. പ്രത്യേകിച്ചും നിങ്ങൾക്ക് എന്റെ പ്രായത്തിൽ വരുമ്പോഴാകും. എന്റെ പ്രായം ഞാൻ ഊഹിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നത്തെക്കാളും കൂടുതലാണ്. നിങ്ങൾ അതിലായിട്ട് തരം മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലാകുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? അത് നിങ്ങൾ അത്ഭുതപ്പെടാൻ തുടങ്ങുന്നു. ഇതെല്ലാം എന്തിനെക്കുറിച്ചാണ്? ഞാൻ എന്ത് ചെയ്തു? ഞാനിവിടെ തിരിഞ്ഞു നോക്കുന്നു. ഞാൻ കരുതുന്നു എന്റെ നന്മയുണ്ടാകട്ടെ. ശരി, അതെവിടെ പോയിരിക്കുന്നു കർത്താവേ? ഇതാ ഞാൻ, എനിക്ക് 48 വയസ്സായിരിക്കുന്നു. 2 വർഷം കൂടി കഴിഞ്ഞാൽ ഞാനൊരു പാതി 100 എനിക്ക് മാത്രം. ഞാൻ നേടിയ കുറച്ച് ആത്മാക്കളെ നോക്കൂ. ദശലക്ഷക്കണക്കിന് കൂടുതൽ ആത്മാക്കളെ വിജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, എന്നെ സഹായിക്കൂ. അവധിക്ക് നാട്ടിൽ വരാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു. ചിന്തിക്കുക, അയ്യോ, കൊയ്ത്ത് പാകമായിരിക്കുന്നു. വേലക്കാർ ചുരുക്കമാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ പാപത്തിലും അപമാനത്തിലും ഓരോ ദിവസവും മരിക്കുന്നു. അവരുടെ വിളി കേൾക്കൂ. ഞാൻ രാത്രിയിൽ അവിടെ ഉറങ്ങാൻ പോകുമ്പോൾ അവിടെയുള്ള പാവം പിടിച്ച അന്യജാതിക്കാരുടെ നിലവിളി അങ്ങ് ദൂരെ ആ ദേശത്തു നിന്നും ഞാൻ കേൾക്കുന്നു. അവർ അപ്രകാരം ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്നത് എന്റെ പിന്നാലെയായി വരുന്നു. അങ്ങനെ അവർ അവിടെയുള്ള വിമാനത്താവളത്തിന് പുറത്തായി നിൽക്കുകയും അവരെ പിന്നിലേക്ക് തള്ളി നീക്കാൻ അവർക്കവിടെ സൈന്യം ആവശ്യമായിരുന്നു. അത് യേശുക്രിസ്തുവിന്റെ കഥ കേൾക്കാൻ വേണ്ടി മാത്രമാകുന്നു. ഇവിടെ നമുക്ക് അവരോട് യാചിക്കാനും പത്രങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളിലും പരസ്യം ചെയ്യാനും കഴിയും. അങ്ങനെ അവർക്ക് ഇരിക്കാനുള്ള ഏറ്റവും മികച്ച സ്ഥലങ്ങൾ നേടുവാനും ഏറ്റവും മികച്ച ഗാനാലാപനത്തോടുകൂടിയ മികച്ച വിനോദവുമായിട്ട് അവർ കടന്നു വരികയും, ആഹാ കൊള്ളാം, അതൊക്കെയും ശരിയാണെന്ന് അവർ ഊഹിക്കുന്നു. എന്നിരുന്നാലും എന്റെ വിശ്വാസത്തിൽ ഉൾപ്പെടുന്നില്ല. ഓ, എങ്ങനെ അത് എത്രത്തോളം നിലനിൽക്കും? അത് നിലനിൽക്കില്ല. അത് ശരിയല്ല. ഇവിടെ നാം 100 കണക്കിന് ലക്ഷം കോടി റാത്തലോളം ഭക്ഷണമാണ് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്നത്. അവിടെയുള്ള ജനം അത് സന്തോഷത്തോടെ സ്വീകരിക്കും. അവർ നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിലെ ജീവികളാണ്. ശരി, അത് വളരെ കാലം അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല. ശരി, ഇപ്പോൾ ആരാണ് പിതാവ്? പിതാവും പുത്രനും ഒന്നാകുന്നു. ശ്രദ്ധിക്കുക, 1 യോഹന്നാൻ 5:7 അത് പറയുന്നു. സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്ന 3 പേരുണ്ട്. പിതാവ്, വചനം, അത് പുത്രനാകുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവ 3 ഒന്നാണ്. ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുന്ന 3 ഉണ്ട്. അത് ജലം, രക്തം, ആത്മാവ് എന്നിവയാകുന്നു. അത് ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് വന്ന 3 ഘടകങ്ങളാണ്. അവർ അവന്റെ ഒരു വശത്തായി തുളച്ചു. വെള്ളം പുറപ്പെട്ടു വന്നു, രക്തം പുറപ്പെട്ടു വന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. അവിടെയാണ് നിങ്ങൾ. അതാണ് ആ 3 ഘടകങ്ങൾ. ഇവ 3 ഒന്നല്ല, എന്നാൽ ഇവ 3ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 1 യോഹന്നാൻ 5:7 പറയുന്നു. ഇവ 3 ഒന്നാണ്. വെള്ളവും രക്തവും ആത്മാവും ഒന്നിൽ യോജിക്കുന്നു. ഒന്നല്ല, എന്നാൽ ഒന്നിൽ യോജിക്കുന്നു. അതിനാൽ പിതാവ് ശരീരത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ദൈവത്തിന് സ്വയം അത് കാണാൻ കഴിയുമ്പോൾ ഈ ശരീരം ശിക്ഷയിലൂടെ കടന്നുപോയിരിക്കുകയും അവിടെയാണ് അത് വിഭജിക്കുകയും അവിടെ തന്നെ തടസ്സവും നിങ്ങൾ കാണുന്നു. അവിടെയാണ് ആ രക്തം തനിക്കും ന്യായവിധിക്കുമിടയിൽ നിൽക്കുന്നത് അവൻ കാണുന്നത്. അവന്റെ വചനം ഇതാ ഇവിടെ പറയുന്നു, നിങ്ങളത് തിന്നുന്ന നാളിൽ നിങ്ങൾ ആ നാളിൽ മരിക്കും. ഇവിടെ യേശു പറഞ്ഞു, ഞാൻ
എന്നാൽ ഞാൻ അവരുടെ സ്ഥാനം ഏറ്റെടുത്തു. നോക്കൂ, ഞാൻ അവരുടെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി അവിടെയുള്ള ഒരു മുറിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവർ തീരെ മോശമായ അവസ്ഥയിൽ ആ മുറിയിലായിരിക്കുകയും ഞാൻ അവരെ കുറിച്ച് കണ്ട ദർശനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ അവരെ കുറ്റം വിധിക്കുകയായിരുന്നു. പറഞ്ഞു, ദൈവമേ, എന്തുകൊണ്ടാണ് നീ ഈ സ്ഥലം പൊട്ടിച്ച് തകർത്ത് കളയാത്തത്? അപ്പോൾ അവൻ എനിക്ക് കാണിച്ചു തന്നു. നോക്കൂ, ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു എന്ന് സംഭവിച്ചത് എന്താണെന്ന് അവരോട് പറഞ്ഞു. ഇപ്പോൾ ഇതാണ് എന്റെ അവസാന ചോദ്യം. നിങ്ങൾ കരുതുന്നുണ്ടോ തിരുവെഴുത്തുകൾ അനുസരിച്ച്, അതായത് യഹൂദന്മാർ സഭയുടെ എടുക്കപ്പെടലിന് തൊട്ടു മുമ്പ് ക്രിസ്തുവിനെ സ്വീകരിക്കുമോ? ഞാൻ വാസ്തവമായും വിശ്വസിക്കുന്നു. അതായത് സഭയുടെ ഉൽപ്രാപണം, ഇതെന്റെ സ്വന്തം അഭിപ്രായമാണ്. നോക്കുക, നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. എന്നാൽ ഇതിപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, യഹൂദന്മാർ ക്രിസ്തുവിനെ അവന്റെ രണ്ടാം വരവിൽ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, അതുകൊണ്ട് ആ വ്യക്തിക്ക് അറിയാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ അന്ധമാക്കിയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണുകൾ അന്ധമാക്കിയിരുന്നു. ആർക്കും അതറിയാം. തിരുവെഴുത്തുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അത് ശരിയാണോ? പൗലോസ് നമ്മോട് പറയുന്നത്, അതായത് നാം അന്ധരായി. നാം ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടതിന് യഹൂദന്മാർ അന്ധരാക്കപ്പെട്ടു പോയി. നോക്കൂ, കാട്ടൊലിവായ നമ്മെ പുത്രസ്വീകാര്യത്തിൽ കൂടി ആ മരത്തിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതാണ് എന്റെ അഭിപ്രായം. ഞാനത് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. അവർ എന്നോട് ചോദിച്ചു, നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ ഇത് സംഭവിക്കുന്നതിന് ഞാൻ കരുതുന്ന രീതി ഇതാകുന്നു. എനിക്കറിയില്ല. അതെന്തു തന്നെയായാലും ദൈവത്തിന്റെ കൃപയാലും അവന്റെ കാരുണ്യത്താലും നാം അവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവന്റെ കൃപയാൽ എന്തു തന്നെയായാലും അതാകുന്നു. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന് വരാം. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്: നാം അവസാന സമയത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാതികളുടെ കാലം ഇപ്പോൾ തന്നെ അവസാനിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം സമാപനത്തിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ യഹൂദന്മാരോട് എപ്പോഴും അനീതി കാണിക്കുന്ന 2 കാര്യങ്ങൾ ഇതാകുന്നു. അവർ അന്ധരായിരുന്നു. അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. കാരണം ജാതികളുടെ ഒരു കാര്യം പലതവണയും ഞാൻ ബെൻഡൻ ഹാർബറിലെ ഒരു യഹൂദനോട് സംസാരിക്കുകയുണ്ടായി. സഹോദരൻ സ്മിത്ത്, അദ്ദേഹം എന്നോട് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവിടെയുള്ള ആ ഇസ്രായേലിന്റെ അവിടെയുള്ള ഒരു സ്ഥലത്തായിരുന്നു. അത് അന്ധനായ ഒരു മനുഷ്യന്റെ രോഗശാന്തിയെക്കുറിച്ചുള്ള ഈ ചോദ്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് യഹൂദന്മാരെ വെട്ടിമുറിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ദൈവത്തെ 3ആയി മുറിച്ച് ഒരു യഹൂദന് കൊടുക്കാൻ കഴിയില്ല. അവനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാക്കുക. പറഞ്ഞു, നിങ്ങൾക്കൊരു യഹൂദനോട് അത് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ വിഗ്രഹാരാധകരല്ല. പറഞ്ഞു, ഞങ്ങൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. നോക്കൂ, നിങ്ങൾ ദൈവത്തെ 3ആക്കി ഉണ്ടാക്കി കൊണ്ടുപോകുന്നു. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. നിങ്ങൾ തീർച്ചയായും അവിടെ ഒരു യഹൂദനെ അന്ധനാക്കുന്നു. കാരണം അവൻ നന്നായി അറിയാം, അതിലും നന്നായി അവൻ അറിയാം. വിഗ്രഹാരാധനയെ പോലെ തന്നെ അത് നിങ്ങളെ ഒരു വിഗ്രഹാരാധനക്കാരനാക്കും. നിങ്ങൾക്ക് 3 ദൈവങ്ങളെ കിട്ടിയിരിക്കുന്നു. നിങ്ങളവരെ ഒരേ ദൈവമാക്കണം. അത് 3 ദൈവങ്ങളല്ല, ഒരേ ദൈവത്തിന്റെ 3 പ്രവർത്തന കാര്യാലയങ്ങളാണ്. നോക്കൂ, ദൈവം പിതൃത്വത്തിൽ സേവനം ചെയ്തു, അവൻ പുത്രത്വത്തിൽ സേവനം ചെയ്തു, അവൻ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാലത്ത് സേവനം ചെയ്യുന്നു. അത് ഒരേ ദൈവം തന്നെയാണ്. ആ കാരണത്താലാണ്, അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താൻ ഞാൻ നിയോഗിക്കപ്പെട്ടത്. അതാണ് കാരണം. അത് നാമത്തിൽ ആകുന്നു, നാമങ്ങളിലല്ല. അല്ലെങ്കിൽ പിതാവിന്റെ നാമത്തിൽ, പുത്രന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അല്ല. എന്നാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നോക്കൂ, അതേ ദൈവം ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നു. നോക്കൂ, അതാണ് അവനായിരിക്കുന്നത്. അതിന് വേറെ വഴിയായിരിക്കാൻ കഴിയില്ല. നോക്കൂ, അങ്ങനെ തിരുവെഴുത്തും. അങ്ങനെ നമ്മുടെ വെളിപാട് തെറ്റാണെങ്കിൽ പത്രോസും ബാക്കിയുള്ള അപ്പോസ്തലന്മാരും തെറ്റായ കാര്യമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം വേദപുസ്തകത്തിലെ ഓരോ വ്യക്തിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം സ്വീകരിച്ചത്. ഒരാൾ പോലും ഒരിക്കലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതിൽ സ്നാനമേറ്റിട്ടില്ല. അതൊരു കത്തോലിക്ക ഉപദേശമാണ്. അവരുടെ സ്വന്തം വാക്കുകളിലൂടെയും അവരുടെ സ്വന്തം നിഘണ്ടുകളിലൂടെയും എല്ലാത്തിലൂടെയും എനിക്കത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. ഇതൊരു കത്തോലിക്ക മതവിശ്വാസമാണ്. അല്ലാതെ വേദപുസ്തക ഉപദേശമല്ല. പിന്നെ ഒരു മനുഷ്യനും, ഇംഗ്ലണ്ടിലെ രാജാവ് പോലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. അവസാനത്തെ അപ്പസ്തോലന്റെ മരണത്തിന് ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷം, അന്ന് ഇംഗ്ലണ്ട് എന്ന് പോലും വിളിക്കപ്പെടാതിരുന്നപ്പോൾ അതിനെ ഏഞ്ചൽ ലാൻഡ് എന്ന് വിളിച്ചിരുന്നു. അവിടെ നിന്നാണ് അത് വരുന്നത്. ആ പേര് അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അവനെ പരിവർത്തനം ചെയ്തത് എന്താണെന്നാൽ അതൊരു ചെറിയ കുരുവിയായിരുന്നു. ഇപ്പോൾ എനിക്കത് ഓർക്കാൻ കഴിയുമെങ്കിൽ അത് വിശുദ്ധ ആഞ്ചലോ അല്ല. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ഇപ്പോൾ അഗബസ്, വിശുദ്ധ അഗബസ് അങ്ങനെയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പേരിപ്പോൾ എനിക്ക് ഉറപ്പില്ല. എന്നാൽ എന്തായാലും അവൻ അവിടെ കയറി ചെല്ലുകയും അങ്ങനെ അവർക്ക് ഇവയിൽ ചിലത് ലഭിച്ചു. അവിടെയുള്ള ജനങ്ങളും അസിറിയക്കാരും മറ്റും ഇരുണ്ട നിറമുള്ളവരായിരുന്നതിനാൽ അവർ അവരെ മാലാഖമാർ എന്ന് വിളിച്ചു. ഈ ഇംഗ്ലീഷുകാർക്ക് നീളമുള്ള വെളുത്ത ചുരുണ്ട മുടിയും തവിട്ട് തലയുള്ള ആംഗ്ലോ സാക്സൺകാരുമായിട്ട് നിങ്ങൾക്കറിയാമോ നീലക്കണ്ണുള്ളവരായിരുന്നു. അവർ പറഞ്ഞു,
അവർ മാലാഖമാരെ പോലെ കാണപ്പെടുന്നു. അങ്ങനെ അവർ അതിനെ ഏഞ്ചൽ ലാൻഡ് എന്ന് വിളിച്ചു. അങ്ങനെ കർത്താവിന്റെ ദാസൻ അവിടെ ചെന്ന് അവരുടെ രാജാവിനോട് പ്രസംഗിക്കുകയായിരുന്നു. അവർ ഒരു വലിയ തുറന്ന തീ കൂട്ടിയ സ്ഥലത്തിരിക്കുകയായിരുന്നു. അധിക നാളുകളായില്ല ഞാൻ അതിന്റെ ചരിത്രം വായിക്കുകയായിരുന്നു. ഒരു ചെറിയ പക്ഷി വെളിച്ചത്തിലേക്ക് പറന്നു വരികയും തിരികെ പുറത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ രാജാവ് ഈ ചോദ്യം ചോദിച്ചു, അവൻ എവിടെ നിന്ന് വന്നു, എവിടെ പോയി? നോക്കൂ, അവൻ വെളിച്ചത്തിലേക്ക് വന്നു, ഞങ്ങൾ അവനെ കണ്ടു. അവൻ ഇരുട്ടിൽ തിരികെ പോയി, ഒരു മനുഷ്യൻ പോകുന്ന വഴി അങ്ങനെയല്ലേ? അവൻ ചോദിച്ചു. എന്നാൽ ഇവിടെ വരുന്നതിന് മുമ്പ് അവൻ എന്തായിരുന്നു? പ്രാസംഗികൻ ചോദിച്ചു. നോക്കൂ, അത് രാജാവിന് പിടികിട്ടുകയും പിറ്റേന്ന് രാവിലെ അവനും അവന്റെ കുടുംബവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്തു. അത് ശരിയാണ്. അതിനുശേഷം എന്താണ്? എപ്പോഴെങ്കിലും തളിക്കുകയോ സ്നാനമേൽക്കുകയോ ചെയ്ത ആദ്യ മനുഷ്യൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന പേരിൽ അത് കത്തോലിക്ക സഭയിലായിരുന്നു. ആദ്യമായിട്ട് ആ തളിക്കൽ നടന്നത് അത് കത്തോലിക്ക സഭയിലായിരുന്നു. കത്തോലിക്ക സഭയിലാണ് ആദ്യമായി തളിക്കൽ നടന്നത്. പ്രൊട്ടസ്റ്റന്റ് സഭ എപ്പോഴും സ്നാനപ്പെടുത്തിയിരുന്നു. വേദപുസ്തകത്തിൽ അപ്പസ്തോലന്മാർ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തിരുന്നു. എല്ലായിടത്തും. അവർ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം കണ്ടെത്തുക. നോക്കൂ, ഇപ്പോൾ ഇതിൽ ഈ മഹത്തായ സമയത്ത് യഹൂദന്മാർക്ക് കഴിയില്ല. ഞാൻ ആ റബ്ബിയോട് ചോദിച്ചു, റബ്ബി, നിങ്ങൾക്ക് പ്രവാചകന്മാരെ വിശ്വസിക്കാൻ പ്രയാസമാകുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, യെശയ്യാവ് 9:6 അവൻ എന്താണ് ഉദ്ദേശിച്ചത്? നമുക്കായി ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു. അവൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവൻ പറഞ്ഞു, അവൻ മശിഹായെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, അപ്പോൾ മശിഹ ജനിക്കുകയില്ലേ? അതെ, അവൻ ജനിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ അവൻ ജനിക്കണമെങ്കിൽ അവനൊരു അമ്മയുണ്ടാകും. അതെ, അവനൊരു അമ്മയുണ്ടായിരിക്കണം, അവനൊരു പിതാവും ഉണ്ടായിരിക്കണം. അതെ, അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, തികച്ചും ശരിയാണ്. അങ്ങനെ ആയിരിക്കില്ല എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമോ? അതായത് ആ ദൈവം ചെങ്കടൽ തുറന്ന മഹാനായ യഹോവയ്ക്ക് ഒരു കളങ്കരഹിതമായ ജന്മം കൊണ്ട് ഈ കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലേ? നോക്കൂ, അവിടെ അവനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് അവനെ 3 ദൈവങ്ങളാക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, അവൻ 3 ദൈവങ്ങളല്ല. ഞാൻ ചോദിച്ചു, മശിഹായ്ക്ക് ദൈവമായി എന്ത് ബന്ധമായിരിക്കും? അദ്ദേഹം പറഞ്ഞു, അവൻ ദൈവമായിരിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, അവൻ ദൈവമാകുന്നു. അത് കൃത്യമായും ശരിയാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാൻ ശ്രമിച്ചിട്ട് പറഞ്ഞു, ശരി, ഈ മനുഷ്യനൊരു കള്ളനായിരുന്നു. ഈ നസറായനായ യേശു അവനൊരു കള്ളനായിരുന്നു. ഞാൻ പറഞ്ഞു, റബ്ബി, അവൻ എങ്ങനെയാണ് ഒരു കള്ളനായത്? ശരി, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം തിരുവെഴുത്തുകൾ പറയുന്നു, അതായത് അവൻ ശബത്ത് നാളിൽ വയലിൽ ചെന്ന് ധാന്യം പറിച്ചെടുത്തു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ റബ്ബി, നിങ്ങൾക്ക് നന്നായി അറിയാം, അതിനേക്കാൾ കൂടുതൽ തിരുവെഴുത്തിനെ കുറിച്ച് അറിയാം. നിങ്ങളുടെ സ്വന്തം തിരുവെഴുത്ത് അത് നിയമപരമാണെന്ന് പറയുന്നു. ഒരു മനുഷ്യൻ പോയി ഇഷ്ടമുള്ളത്രയും ധാന്യം കഴിക്കുന്നത് നിയമാനുസൃതമാണ്. എന്നാൽ അത് അവന്റെ ചാക്കിലിട്ട് പുറത്തെടുക്കരുത്. ഇത് നിങ്ങളുടെ സ്വന്തം നിയമമാകുന്നു റബ്ബി. അവൻ അല്പം അവിടെ ഒന്ന് നിന്നു. അവനത് വിശ്വസിച്ചു, കാരണം അവൻ അതിന് സാക്ഷ്യം വഹിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതിന് കുറച്ചു നേരം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ശരി, എന്താണ് ജോണിന്റെ കണ്ണുകൾ തുറക്കുന്നതിന് കാരണമായത്? ചോദിച്ചു, നിങ്ങളതെങ്ങനെയാണ് ചെയ്തത്? ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഓ, അവനറിയില്ലായിരുന്നു. പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ദൈവത്തെ 3 കഷണങ്ങളായി മുറിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, അവൻ ജഡത്തിൽ വെളിപ്പെട്ട യഹോവയായിരുന്നു റബ്ബി. അവൻ എന്തായിരുന്നു? അവൻ ജഡത്തിൽ യഹോവയായിരുന്നു. അവന്റെ സ്വന്തം മനുഷ്യനാമം അതായിരുന്നു, വീണ്ടെടുപ്പിന്റെ പേര്. കാരണം ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിക്കാൻ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആ വീണ്ടെടുപ്പിന്റെ മനുഷ്യനാമത്തിൽ കൂടെ മാത്രം കർത്താവായ യേശു ക്രിസ്തു. അത് ശരിയാണ്, അവൻ ദൈവമായിരുന്നു, അവൻ ദൈവമാകുന്നു, അവൻ എന്നേക്കും ദൈവമായിരിക്കും. അത് കൃത്യമായും ശരിയാണ്, കർത്താവായ യേശു ക്രിസ്തു. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ജാതികളുടെ സഭ ഉടനെ തന്നെ ജാതികളുടെ സഭയുടെ ശരീരത്തിന്റെ പൂർത്തീകരണം നടന്നിരിക്കും. അതിനിടയിലുള്ള വാതിലുകൾ യേശു പറഞ്ഞു, മത്തായി 24. ഞാൻ ആ ഒരു തിരുവെഴുത്ത് ഒരു നിമിഷത്തേക്ക് എടുക്കട്ടെ. അവൻ പറഞ്ഞു, ജാതികളുടെ കാലം തികയുവോളം അവർ യെരുശലേമിനെ ചവിട്ടിക്കളയും. ഇപ്പോൾ ശ്രദ്ധിക്കുക, യഹൂദന്മാരെ ദൃശ്യത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് മത്തായി 24 നമ്മുടെ കർത്താവായ യേശു നൽകിയിട്ടുണ്ട്. ദാനിയേൽ പറഞ്ഞു, പഴയ പ്രവാചകന്മാരിൽ അദ്ദേഹം പറഞ്ഞു, അതായത് യഹൂദന്മാർക്ക് 70 ആഴ്ചകൾ അപ്പോഴും നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. മസിഹ വരികയും പ്രഭു 70-ാം ആഴ്ചയുടെ മധ്യത്തിൽ പ്രവചിക്കുകയും ചെയ്യും. അത് 7 വർഷമായിരുന്നു. അവൻ അതിന്റെ മധ്യത്തിൽ ഛേദിക്കപ്പെടും. അതെത്ര പരിപൂർണമാണെന്ന് നോക്കൂ. യേശു കൃത്യമായി 3.5 വർഷം പ്രസംഗിക്കുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അവിടെ 3 എണ്ണമുണ്ട്. അത് ഇവിടെ ഈ മറ്റൊരു ചോദ്യത്തിൽ നേരിട്ട് വരുന്നു. അവിടെ അവർക്ക് 3.5 വർഷക്കാലം യഹൂദന്മാർക്ക് നിയമിച്ചിരിക്കുന്നു. അത് ആവശ്യമാകുന്നു. ഇപ്പോൾ നിങ്ങൾ വെളിപാട് 7-ാം അധ്യായം എടുക്കുകയാണെങ്കിൽ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയിട്ടിരിക്കുന്ന യഹൂദന്മാരിൽ 1,44,000 പേരെ
യോഹന്നാൻ കണ്ടു. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാണുന്നു. എന്നിരിക്കലും വരാനിരിക്കുന്നതിന്റെ ആദ്യത്തേത് നടക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നാം ഇത് സമാപിപ്പിക്കുന്നതിന് മുമ്പേ ഇതെത്ര മനോഹരമാണെന്ന് നോക്കൂ, എങ്ങനെയാണെന്ന് കാണൂ, അത് എങ്ങനെ ചുറ്റുമായി നീങ്ങുന്നു. ഇപ്പോൾ ആ യഹൂദന്മാർ അന്ധകാരത്തിലായി. ഇപ്പോൾ ഇവിടെയുള്ള ഈ യഹൂദന്മാരും ഇവിടെയുള്ളവരിൽ ഭൂരിഭാഗവും അവർ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അവർ ലോകത്തിന്റെ സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നു. അവർ വെറും പണത്തിനു വേണ്ടിയുള്ള മനുഷ്യരാണ്. അതിൽ കൂടെ നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്നത് അത്രമാത്രമാണ്. നോക്കൂ, വളരെ അഹങ്കാരവും വ്യത്യസ്തരായവരും ശ്രദ്ധ കൊടുക്കാത്തവരുമാകുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ സംസാരിക്കുന്നത് അവരെക്കുറിച്ചല്ല. ഇപ്പോൾ ജാതികൾ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ യഹൂദന്മാർക്ക് ഇവിടെ ഇനിയും 3.5 വർഷം ബാക്കിയുണ്ട്. ഇപ്പോൾ യെരുശലേം നഗരം ജാതികളുടെ കാലഘട്ടം തീരുന്നതുവരെ ജാതികളാൽ ചവിട്ടിമെതിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞു. ഇപ്പോൾ നീണ്ട കാലയളവുകളിൽ വിശ്വസിക്കാത്ത ആളുകൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ജാതികളുടെ കാലഘട്ടം പൂർത്തിയാകുന്നതുവരെയാകുന്നു. അങ്ങനെ ജാതികളുടെ കാലഘട്ടം തീർന്നു കഴിയുമ്പോൾ ജാതികളുടെ കാലഘട്ടം പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം നഗരം യഹൂദന്മാർക്ക് തിരികെ നൽകപ്പെടും. യേശു തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും പറഞ്ഞു, നിങ്ങൾ പുറത്തുപോയി അത്തിവൃക്ഷം ഇല തളിർക്കുന്നത് കാണുമ്പോൾ മറ്റെല്ലാ മരങ്ങളും തളിർത്തു. പറഞ്ഞു, വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. പറഞ്ഞു, അതുപോലെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ വാതിൽക്കൽ സമയം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇത് സകലവും നിവൃത്തിയാകുമ്പോളം ഈ തലമുറ കടന്നുപോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ ആ തലമുറയിൽ അവർ അത് നിരീക്ഷിച്ചു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്, ഒരിക്കലുമല്ല. ശ്രദ്ധിക്കുക, അവൻ പറഞ്ഞു, അത്തി മുതലായ വൃക്ഷങ്ങളെയും അവ തളിർക്കുന്നതും കണ്ട തലമുറ. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ പറഞ്ഞു, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും ശ്രദ്ധിക്കുക. ഇപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടെ ആ സമയത്ത് ഒരു സാർവത്രിക ഉണർവ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ പ്രവചനം ശ്രദ്ധിക്കുക, അതെപ്രകാരം പ്രവർത്തിക്കുകയും അത് സമ്പൂർണ്ണതയിൽ കൂടിച്ചേരുകയും ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, മറ്റെല്ലാ വൃക്ഷങ്ങളും അവ തളിർക്കുകയും ഉണർവിലാകുകയും ചെയ്യുന്നു. ഒരു വൃക്ഷം അത് തളിർക്കാൻ തുടങ്ങുമ്പോൾ അത് ഉണർവിലാകുകയാണ്. അത് ശരിയാണോ? ഇപ്പോൾ ആർക്കും അറിയാം, ഏതൊരു പ്രവചന ഉപദേഷ്ടാവിനും അറിയാം, അത്തിവൃക്ഷം എല്ലായ്പ്പോഴും യഹൂദനായിരുന്നു. അത് നമുക്കറിയാം, അത് യഹൂദനാണ്. ഇപ്പോൾ അത് യോവേലിനെ നോക്കൂ. അവനത് ഏറ്റെടുത്തപ്പോൾ അവൻ പറഞ്ഞു, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, പിന്നെ വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. വെട്ടുക്കിളി എന്താണോ തിന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഒരേ പ്രാണി തന്നെയാണ്. വ്യത്യസ്ത ഘട്ടങ്ങളാകുന്നു. തുള്ളൻ, പച്ചപ്പുഴു, വെട്ടിക്കിളി, ഇതെല്ലാം ഒരേ പ്രാണി തന്നെയാണ്. ഇതതിന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നോക്കൂ, അതേ പ്രാണി തന്നെ പിന്നിലായി അവിടെയുള്ള യഹൂദ മരത്തിൽ നിന്നും തിന്നാൻ തുടങ്ങുന്നു. അതിനെ വെട്ടിക്കളയുകയും അത് തിന്നുകയും തുടങ്ങിയിട്ട് വെറും ഒരു കുറ്റിയാകുന്നതുവരെ അതാക്കി കളഞ്ഞു. എന്നാൽ അതിനുശേഷം അവൻ പറഞ്ഞു, ഞാൻ യഥാസ്ഥാനത്താക്കും. യഹോവ അരുളിച്ചെയ്യുന്നു, തുള്ളൻ തിന്നുകളഞ്ഞ വർഷങ്ങളെല്ലാം ഞാൻ എന്റെ ജനത്തെ സന്തോഷിപ്പിക്കും. നോക്കൂ, ഇപ്പോൾ ഈ മരം മുഴുവനായും തിന്നുകഴിയരുത്. ജാതികളെ അതിലേക്ക് ഒട്ടിച്ചു. അത് സത്യമാണ്. ശരി, നാം ഫലം കൊണ്ടുവന്നിരിക്കണം. ഇപ്പോൾ അവസാന സമയം വരുമ്പോൾ, നാം അവസാനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ, ഞാനത് ശരിയായി കാണുകയാണെങ്കിൽ സുവിശേഷം ഇതാണ്, ഒരു വലിയ ഉണർവ് നടക്കുമെന്ന് കരുതപ്പെടുന്നു. ഇപ്പോൾ യഹൂദന്മാരുടെ പതാകയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പതാകയെന്ന് നിങ്ങൾക്കറിയാമോ? അത് 2000 വർഷമായി ഉറങ്ങിക്കിടക്കുകയാണ്. അതിലും ഉപരിയായി ഏകദേശം 2500 വർഷമായി കഴിഞ്ഞിരിക്കുന്നു. യഹൂദന്മാരുടെ പതാക, ദാവീദിന്റെ 6 മുനയുള്ള നക്ഷത്രം, 2500 വർഷങ്ങളായി ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ബാബിലോണിൽ നിന്നും അവരെ എടുത്തുകൊണ്ടു പോകുന്നത് മുതലാകുന്നു. അങ്ങനെ ഇപ്പോൾ റോമൻ സാമ്രാജ്യം അവരെ ഏറ്റെടുത്തുകൊണ്ടുപോയതിന്റെ കാരണത്താൽ മശിഹ വരികയും അവർ അവനെ തള്ളിക്കളയുകയും ചെയ്തു. അങ്ങനെ അവർ ഭൂമിയുടെ 4 ദിക്കുകളിലേക്കും ചിതറിപ്പോയി. പക്ഷേ 1946 മെയ് 6-ാം തീയതി ആ പതാക വീണ്ടും യെരുശലേമിൽ തിരിച്ചെത്തിയതായി നിങ്ങൾക്കറിയാമോ? 1946 മെയ് 7-ന് കർത്താവിന്റെ ദൂതൻ എനിക്ക് അതിന്റെ അടുത്ത ദിവസം ഇവിടെ പ്രത്യക്ഷപ്പെടുകയും എന്നെ ലോകമെമ്പാടും ഒരു ഉണർവ് കൊണ്ടുവരാൻ അയക്കുകയും ചെയ്തു. അടുത്ത രാവിലെ തന്നെ യെരുശലേമിൽ ആ പതാക ഉയർത്തിയപ്പോൾ ഉച്ചതിരിഞ്ഞ് സൂര്യൻ അസ്തമിക്കുമ്പോൾ അതേസമയം കർത്താവിന്റെ ദൂതൻ അമേരിക്കയിൽ പ്രത്യക്ഷപ്പെട്ടു. അത്തിമരവും ബാക്കിയുള്ള മരങ്ങളും തളിർക്കുന്നത് കാണുമ്പോൾ ഒഹായോ നദിയിൽ ആ നക്ഷത്രം തൂങ്ങിക്കിടന്നത് എത്ര പേർ ഓർക്കുന്നു? വർഷങ്ങൾക്ക് മുമ്പ് അവനത് പറഞ്ഞപ്പോൾ അവൻ തിരികെ വരുമ്പോൾ അതിന്റെ ഒരു ചിത്രം ഇപ്പോഴും ഇവിടെയുണ്ട്. പറഞ്ഞു, നിന്റെ സന്ദേശം അവന്റെ 2ാം വരവിന് ഒരു മുന്നോടിയായി പുറപ്പെട്ടു പോകും. അവന്റെ ആദ്യത്തെ വരവിന് മുന്നോടിയായി യോഹന്നാൻ പോയതുപോലെ ആയിരിക്കും. അങ്ങനെ നോക്കൂ, ലോകമെമ്പാടും ഉണർവ് വീശിക്കഴിഞ്ഞിരിക്കുന്നു.
പതിനായിരക്കണക്കിന് തവണ ആയിരക്കണക്കിന് ഒരു വലിയ മഹത്തായ ഉണർവായി തീർന്നിരിക്കുന്നു. എല്ലാ നിയമാനുസൃതക്കാരും രാജ്യത്തുടനീളമുള്ള എല്ലാ വ്യത്യസ്തരായവരും വലിയ സഭകളും പറഞ്ഞു, ബില്ലിയുടെ ഞായറാഴ്ച ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ സഭ ഉണർവിലാകാൻ തുടങ്ങുന്നത് അവർ കണ്ടപ്പോൾ സാധാരണ ജനങ്ങൾ അവർക്കവരുടെ മുഖം രക്ഷിക്കേണ്ടി വന്നു. ചാൾസ് മുള്ളർ ആ സ്ഥാനം പിടിക്കുമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് വളരെ വയസ്സായിരുന്നു. അങ്ങനെ അവർ ബില്ലി ഗ്രഹാമിനോടൊപ്പം പോയി. ദൈവം ബില്ലി ഗ്രഹാമിനെ എടുത്തു, അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് സഭ അത് ചെയ്തു. എല്ലാവരും അവന് ചുറ്റുമായി കൂടി. ബില്ലി ഗ്രഹാം സഹോദരൻ നെവിലിനെ പോലെ ഒരു പകുതി പ്രാസംഗികനല്ല. അതുകൊണ്ട് ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ മറ്റൊന്നുമല്ല, അല്ല, ഒരു തരത്തിലുമല്ല. എന്നാൽ അതെന്താണ്? അവർക്കത് ചെയ്യേണ്ടി വന്നു. അത് സംഘടിപ്പിക്കലാണ്. എല്ലാവരും അതിന് ചുറ്റും കൂടി വരുന്നു. ബില്ലിയും അത് തന്നെ പറയുന്നു. നോക്കൂ, അവർക്കത് ചെയ്യേണ്ടി വന്നു. ദൈവവചനം നിറവേറ്റാൻ അത് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് ചുറ്റും അണിനിരക്കാൻ ആത്മാവില്ലായിരുന്നു. അതിനാൽ അവർക്ക് ചുറ്റും അണിനിരക്കാൻ വചനം എടുക്കേണ്ടി വന്നു. അങ്ങനെ അവർ ചെയ്തു. ബില്ലി ഒരു വചന പ്രാസംഗികനും ഒരു മികച്ച വ്യക്തിയുമായിട്ട് അവർ അവന് ചുറ്റും കൂടി. അങ്ങനെ അത് ആ തണുത്ത ഔപചാരികതകളെല്ലാം അവരുടെ സംഘടിപ്പിക്കലിൽ ഉൾപ്പെടുത്തി. ദൈവത്തിന്റെ അലൗകിക വ്യക്തിത്വം രോഗശാന്തിയോടുകൂടി ശക്തികളാലും പ്രവർത്തനങ്ങളാലും ഇത്യാദി കാര്യങ്ങളാലും ദൈവത്തിന്റെ അത്ഭുതങ്ങളാലും ഇതിടുകയും സഭയെ ഉൽപ്രാപണം ചെയ്ത മണവാട്ടിക്ക് അവളുടെ വിളക്കൽ എണ്ണ ലഭിച്ചിട്ട് അതവളെ ഒരു ഉണർവിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, തണുത്ത ഔപചാരിക സഭയ്ക്ക് അതിന്റെ ഉണർവ് ലഭിക്കുകയുണ്ടായി. ഇവിടെ ഇതാ ഇസ്രായേൽ അവരുടെ ഉണർവിനോടൊപ്പം തിരിയുന്നു. എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു ചിത്രമുണ്ട്. അർദ്ധരാത്രിക്ക് 3 മിനിറ്റ് വരെ ആ യഹൂദന്മാർ തിരികെ വരുന്നതിന്റെ ഒരു ചിത്രം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. തിരികെ വരുന്നു. നിങ്ങളത് ലുക്ക് എന്ന മാസികയിൽ കണ്ടിരുന്നു. കപ്പലുകൾ നിറയെ അവരെയും കയറ്റി ഇറാനിൽ നിന്നും അവിടെ അങ്ങ് അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അവർ വന്നിരുന്നു. ആ യഹൂദന്മാർ ഒരിക്കലും യേശു ഭൂമിയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. അവർ അവിടെ എത്തിച്ചേർന്നത് അവർ ബാബിലോണിൽ നിന്ന് പിടിക്കപ്പെട്ട് കൊണ്ടുപോയതിനാലായിരുന്നു. അവർക്കറിയാവുന്നത് അത്രമാത്രമായിരുന്നു. അവർ നിലമെഴുതിരുന്നു. നിങ്ങളത് ലുക്ക് മാസികയിലും അല്ലെങ്കിൽ ലൈഫ് മാസികയിലും അവരെ കണ്ടിരുന്നു. അവിടെ അവർ പഴയ തടിയുപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലമെഴുതിരുന്നു. ആ വിമാനങ്ങൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ അവർ വിചാരിച്ചു, ഇതാകുന്നു അത്. കാരണം ദൈവം അവരോട് പറഞ്ഞു, അവർ അവിടെ എത്തിച്ചേർന്നിരിക്കും. അങ്ങനെ കഴുകന്മാരുടെ ചിറകൽ യെരുശലേമിലേക്ക് തിരികെ കൊണ്ടുപോകും. അത് ശരിയാണ്, അവർ അവിടെ എത്തിയിരിക്കുന്നു. ആ യഹൂദൻ പറഞ്ഞു, ഇതാകുന്നു അത്. അവർ നേരെ മുമ്പോട്ട് ചുവടുവെച്ചു. ഞങ്ങൾക്ക് അവരുടെ സ്വന്തം ശബ്ദത്തിൽ അവരുടെ ചിത്രങ്ങൾ എടുത്തത് ഞങ്ങളുടെ പക്കലുണ്ട്. അങ്ങനെ അവരോട് അഭിമുഖ സംഭാഷണം നടത്തിയിരുന്നു. ലോകമെമ്പാടും നിന്ന് അവർ വന്നിരുന്നു. അവരിൽ ചിലർ തങ്ങളുടെ വൃദ്ധരായവരെ അവരുടെ മുതുകിൽ ചുമന്നിരുന്നു. അവർ അന്ധരും വികലാംഗരുമായിരുന്നു. അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കപ്പലുകളിൽ കൂടി യാത്ര ചെയ്തു അവിടേക്ക് കടന്നു വന്നിരുന്നു. അവർ നിലത്തു നിന്നും ചാക്കിൽ പാറകൾ പറക്കിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് അവർ ജലത്തിന്റെ ഉറവകൾ കണ്ടെത്തുകയും അത് ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യമായി തീരുകയും ചെയ്തിരിക്കുന്നു. ചാവുകടൽ ലോകത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സമ്പത്തുകൾ ഒരുമിച്ച് ചേർത്തതിനേക്കാളും കൂടുതൽ സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നു. യഹൂദർ മടങ്ങി വരുന്നു. അത് ജാതികളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. പക്ഷേ അവർ ഒരു പനിനീർ പുഷ്പം പോലെ വീണ്ടും പൂക്കുന്നു. അവർ അവരോട് പറഞ്ഞു, അവർ യഹൂദന്മാർ അവരോട് ചോദിച്ചു, നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് മരിക്കാനാണോ തിരിച്ചു വരുന്നത്? പറഞ്ഞു, ഞങ്ങൾ മശിഹായെ കാണാൻ മടങ്ങി വരികയാണ്. അവൻ എവിടെയാണ്? അവൻ ഇവിടെ ഉണ്ടായിരിക്കണം. സഹോദര, നിങ്ങൾ അത്തിവൃക്ഷം തളർത്തു വിടരുന്നത് കാണുമ്പോൾ അവൻ പറഞ്ഞു, ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. ഔപചാരികമായ ഉണർവുകളെ ശ്രദ്ധിക്കുക, സഭയിലുള്ള ഉണർവുകളെ ശ്രദ്ധിക്കുക, യഹൂദന്മാരോടൊപ്പം വരുന്ന ഈ ഉണർവിനെ ശ്രദ്ധിക്കുക. അവർ മെസ്സിഹായുടെ വരവിനായി ഉറ്റുനോക്കുന്നു. സഭ ആത്മാവിൽ നിറഞ്ഞ സഭയായ മണവാട്ടിയും വിളക്കിൽ എണ്ണയുമായി കാത്തിരിക്കുന്ന കന്യകമാർ കല്യാണ വിരുന്നിനായി പോകും. യഹൂദർ പറയും, ഇതാകുന്നു അത്. നാം കാത്തിരുന്ന നമ്മുടെ ദൈവം ഇതാ ഇവിടെയാകുന്നു. അവിടെയാണ് നിങ്ങളുടെ 144,000 പേർ റസലൈറ്റുകാർ അതിൽ ഇടകലർന്നിരിക്കുന്നു. അവിടെ ആ യഹൂദന്മാർ അവനെ സ്വീകരിക്കാൻ നിൽക്കുന്നു. അവർ പറഞ്ഞു, നാം കാത്തിരുന്ന നമ്മുടെ ദൈവം ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. അവർ അവനെ കാണും. എന്നിട്ട് ചോദിക്കും, നിനക്കിത് എവിടെ നിന്ന് ലഭിച്ചു? നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ നിനക്കിത് എവിടെ നിന്ന് കിട്ടി? അവൻ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. അത് ശരിയാണ്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ. അവൻ എന്ത് ചെയ്യും? ജാതികളുടെ സഭ മഹത്വത്തിലേക്ക് എടുക്കപ്പെടും. മണവാട്ടി ക്രിസ്തുവിനെ വിവാഹം കഴിക്കും. യോസഫ് എങ്ങനെയാണ് തന്റെ ജനത്തിന് തന്നെ വെളിപ്പെടുത്തിയത്? അവൻ തന്റെ സാന്നിധ്യത്തിൽ നിന്ന് എല്ലാ ജാതികളെയും പറഞ്ഞയച്ചു. അവൻ തീർച്ചയായും ചെയ്തു. സ്ത്രീയുടെ ശേഷിപ്പുള്ള സന്തതിക്ക് എന്ത് സംഭവിക്കും? മഹാസർപ്പം യുദ്ധം ചെയ്യാൻ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. യേശു പറഞ്ഞു, അവർ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് വലിച്ചെറിയപ്പെടും. അവിടെ കരച്ചിലും വിലാപവും പല്ലുകടിയും ഉണ്ടാകും. പീഡനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും വലിയ നാഴികകൾ ജാതികളുടെ സഭയിൽ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? അത് രക്തസാക്ഷിത്വം വരുമ്പോഴായിരിക്കും. ദൈവം യഹൂദന്മാരിൽ നിന്ന് എല്ലാം വേർപെടുത്തിയപ്പോൾ യോസഫിനെ പോലെ യേശു മടങ്ങി വരും.
അവർ യോസഫ് പറഞ്ഞത് കേട്ടപ്പോൾ അവൻ തന്റെ കാവൽക്കാരെയും മറ്റെല്ലാവരെയും പറഞ്ഞയക്കുകയും അവിടെ ബെന്യാമിനും മറ്റുള്ളവരും അവിടെ നിൽക്കുകയും അവർ യോസഫിനെ കൊന്നതിൽ അനുദപിക്കുന്നതും അവൻ കണ്ടു. അവർ യോസഫിനെ കൊന്നുകളഞ്ഞുവെന്ന് അവർ കരുതി. എന്നാൽ ഇവിടെ ഇതാ അവൻ അവരുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ യോസഫാകുന്നു, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. അപ്പോൾ അവർ ശരിക്കും ഭയന്ന് വിറച്ചുപോയി. അവൻ യോസഫാകുന്നു, ഇപ്പോൾ നമുക്കവനെ അറിയാം. അവൻ പറയുമ്പോൾ ഞാൻ യേശുവാകുന്നു, ഞാൻ മസിഹായാകുന്നു. അവർ പറയും, ഓ എന്റെ, ഇപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? അതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്തു. അതങ്ങനെ ആയിരിക്കില്ല. അവൻ ഫറവോന്റെ കൊട്ടാരത്തിലകത്ത് നിന്ന് കരയുന്നതും യോസഫ് അവർക്ക് വേണ്ടി കരയുന്നതും അവർക്ക് കേൾക്കാമായിരുന്നു. ജാതികളായി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഒരു അവസരം കിട്ടുന്നതിനായി അവനവരെ കുരുടരാക്കി കളയേണ്ടി വന്ന ആ യഹൂദന്മാരെ യേശു കാണുന്നതുവരെ കാത്തിരിക്കുക. അതൊരു നാഴികയായിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ ആ യഹൂദന്മാരെ എടുക്കും. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, അവർ ആ യഹൂദന്മാർ രക്ഷിക്കപ്പെടും. അതേ ശ്രീമാൻ, അവർ അവിടെ ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ചുള്ള എന്റെ ആശയമാണ്. തിരുവെഴുത്തുകളിൽ മറ്റൊരിടത്തും എനിക്കിത് കാണാൻ കഴിയില്ല. നിങ്ങൾക്കവരെ മൂന്നുപേരെയും ഒരുമിച്ച് നിർത്തണം. വീണ്ടും നിങ്ങൾക്കവരെ നിർത്തണം. ഉറങ്ങുന്ന കന്യക, ആ സഭ, അത് വെറും സാധാരണമാണ്, പേരിന് വിളിക്കപ്പെടുന്നതാണ്. നോക്കൂ, നിങ്ങൾക്ക് സഭയെ കിട്ടണം. അതായത് ആദ്യം യഹൂദൻ, ആ യഹൂദൻ ആദ്യം. അത് വെറും അന്ധനായ ഒരു വ്യക്തി ഒരു വശത്തായി നിൽക്കുന്നത് മാത്രമാണ്. നിങ്ങൾ അടുത്ത പടി കയറണം. അത് ഉറങ്ങുന്ന കന്യകയാണ്. അവൾ വാചാലയായി. അവൾ വെറുതെ പുറത്തിറങ്ങി സഭയിൽ പോയി, സഭയിൽ ചേരുകയും അങ്ങനെ ഒരു നല്ല വ്യക്തിയായിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ആ സഭ എടുക്കേണ്ടിയിരിക്കുന്നു. ആത്മീയ സഭ, ഉൽപ്രാപണം, മണവാട്ടി, അവിടെ അവൾ നിൽക്കുന്നു. ആ മൂന്ന് കൂട്ടർ നിങ്ങൾക്ക് കഴിയില്ല. അവർ ഇടകലർന്നിട്ടില്ല, ഒരംശം പോലുമില്ല. അവയെല്ലാം ഒരുപോലെയല്ല. യഹോവ സാക്ഷിക്കാർ പറയുന്നത് പോലെയല്ല. അവിടെ 1,44,000 പേരുണ്ട്. അത് മണവാട്ടിയാണ്. അത് തെറ്റാണ്. അത് യഹൂദന്മാരാണ്. നോക്കൂ, അവിടെ ഒരു മണവാട്ടിയുണ്ട്, യഹൂദന്മാരുണ്ട്, ഉറങ്ങുന്ന കന്യകയുമുണ്ട്. നിങ്ങൾ അവയെല്ലാം കൂടി എടുത്തിട്ട് പറയും, ശരി, അവരെല്ലാം 3 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. അവരെല്ലാം 3 വ്യത്യസ്ത തരം ആളുകളാണ്. തീർച്ചയായും അവർക്കതിന് കഴിയില്ല. അതിനുശേഷം പിന്നെ യേശു ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ യഹൂദർ അവർ എന്താണ്? ദേവാലയത്തിലെ ഷണ്ഡന്മാരാകുന്നു. യേശു മടങ്ങി വരുമ്പോൾ അവൻ മണവാട്ടിയുമായി വരുന്നു. യേശു 3 പ്രാവശ്യം വരുന്നു. അവൻ തന്റെ സഭയെ വീണ്ടെടുക്കാൻ ആദ്യമായി വരുന്നു. അവൻ തന്റെ സഭയെ സ്വീകരിക്കാൻ 2ാം തവണ വരുന്നു. അവൻ തന്റെ സഭയുമായി 3ാം തവണ വരുന്നു. നോക്കൂ, കൃത്യമായും. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒരു വലിയ സമ്പൂർണമായ വരവാണ്. ഇതെല്ലാം കൂടി ഒരു വലിയ സമ്പൂർണമായ ദൈവമാണ്. ഇതെല്ലാം കൂടി ഒരു വലിയ സമ്പൂർണ്ണ ക്രിസ്തുവാണ്. ഒരു മഹത്തായ സമ്പൂർണ്ണ സഭയാകുന്നു. ഒരു മഹത്തായ സമ്പൂർണ്ണ വീണ്ടെടുപ്പാകുന്നു. എല്ലാം ഇതൊരു തൃപ്തമായി വരുന്നു. എന്നാൽ അതെല്ലാം കൂടി ഒന്നിലാകുന്നു. നോക്കൂ, ഇത് 3 ആളുകളല്ല, ഇതല്ല. ഇത് വെറും ഒരു വ്യക്തിയാകുന്നു. ഒരു സഭ, ഒരു ശരീരം, ഒരു ക്രിസ്തു, ഒരു കർത്താവ്. നിങ്ങളിൽ എല്ലാവരിൽ കൂടെയും അങ്ങനെ ഇത്യാദി അതുപോലെയാകുന്നു. എല്ലാം ഒന്നാകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ വളരെ നേരം പിടിച്ചു നിർത്തിയിരിക്കുന്നു. കർത്താവ് ആഗ്രഹിച്ചിരിക്കെ ഇപ്പോൾ എനിക്ക് കുറച്ച് രാത്രികളിലോ ഒരു ഞായറാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും അവസരം കിട്ടിയിട്ട് വരാൻ കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ പാസ്റ്ററുടെ മനസ്സിൽ എന്തെങ്കിലും പറയുന്നതിനായിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇതിന് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതാണ്. ഇവിടെ ചില ഗുണമേന്മയുള്ളതുണ്ട്. എത്ര പേർ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു? ഞാൻ അവയെ സ്നേഹിക്കുന്നു. നാം പാസ്റ്ററിന് ശുശ്രൂഷ കൈമാറുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഞാൻ അവയിലൂടെ വീണ്ടും കടന്നു പോകട്ടെ. ഇത് കേട്ടാൽ മാത്രം മതി. എവിടെയാണ് കല്ലുകൾ പ്രതിനിധീകരിക്കുന്നത്? വെളിപാട് 21 ആ കല്ലുകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? അതൊരു നല്ല ചോദ്യമാണ്. 4 മൃഗങ്ങളെ വിശദീകരിക്കുക. വെളിപാട് 5 അവിടെ വേറെ നല്ലയൊന്നുണ്ട്. 24 മൂപ്പന്മാർ ആരാണ്? മറ്റൊരു നല്ലതുണ്ട്. നോക്കൂ, ഉൽപ്പത്തി 38 ചുവന്ന ചരട് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അവൻ പോയി സ്വന്തം മരുമകളെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ കൂടെ ഒരു വേശ്യയായി ജീവിച്ചു. അതിന് വില കൊടുത്ത് തിരികെ കടന്നു വന്നു. അതിനുശേഷം കുട്ടി പുറത്തു വരുമ്പോൾ അവർ അവന്റെ കയ്യിൽ ചുവപ്പ് നൂലിട്ടു. അവൻ പുറത്തേക്ക് തള്ളിയ ശേഷം അവൻ തിരികെ അകത്തേക്ക് വന്നു. അതിന്റെ അടുത്തത് അവന് മുമ്പായി വന്നു. അതൊരു നല്ല കാര്യമാണ്. അത് ഉറപ്പായുമാകുന്നു. വെളിപാട് 11 സാക്ഷികളുടെ മരണത്തെക്കുറിച്ച് അയക്കേണ്ട സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോഴാണ് ഈ 144,000 പേരുടെ ഉണർവിനായി മോശയും ഏലിയാവും മടങ്ങി വരുന്നത്. എന്താണ് സമ്മാനങ്ങൾ? അവ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. അത് ആഡംബരമുള്ളതാകുന്നു. 1000 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധന്മാർ എവിടെയായിരിക്കും? അവിടെ നല്ലൊരെണ്ണം കൂടിയുണ്ട്. കുട്ടി എടുക്കുമോ? വാഴ്ചയാണോ? ഏതുതരം ശരീരമായിരിക്കും അവർക്കുള്ളത്? ദൂതന്മാരെ നാം എങ്ങനെ വിധിക്കും? 1 കൊരിന്ത്യരിലെ ദൂതന്മാർ നിമിത്തം തലമേൽ അധികാരമുള്ളത് എന്തുകൊണ്ടാകുന്നു? 1 കൊരിന്ത്യരുടെ ലേഖനത്തിലാകുന്നു. നല്ല ചിലതാകുന്നു, വാസ്തവമായും നല്ലതാകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കൂടാനും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കർത്താവ് നമ്മെ അനുവദിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇതെല്ലാം അവന്റെ മഹത്വത്തിന് വേണ്ടിയാണ്.
അവരുടെ ആശയങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടാകാനിടയുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അവ കേൾക്കുമ്പോൾ സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു അത്ഭുതകരമായ സമയമാകുന്നു. ആമേൻ, ആമേൻ. ശരി, കർത്താവ് ഇപ്പോൾ നിങ്ങളോട് വാസ്തവമായും നന്മയുള്ളവനായിരിക്കട്ടെ. യോഗങ്ങളെക്കുറിച്ച് മറക്കരുത്. സഹോദരൻ നെവിലിന്റെ പ്രക്ഷേപണം ഇപ്പോൾ അത് WLRP-യിലാകുന്നു. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് അത് നെവിലിന്റെ 4 പേർ കൂടിയതാകുന്നു. അത് നിങ്ങൾക്ക് നല്ലത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ഓൺ ചെയ്തിട്ട് അവരെ ശ്രദ്ധിക്കുക. എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ കൃത്യസമയത്ത് തിരിച്ചെത്തിയാൽ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാൻ പോകുന്നുവെന്ന് കണ്ടാൽ, ഞാൻ ഭാര്യയെ വിളിക്കും. കർത്താവിനെ അനുവദിച്ചാൽ പ്രിയമേറിയ വൃദ്ധ സഹോദരൻ ബോസ്വർത്തിനെ കാണാൻ പോകും. ഞാൻ നിങ്ങളെല്ലാവരും ഞാൻ ഞായറാഴ്ച രാത്രി മടങ്ങി വരും. കർത്താവ് ഇപ്പോൾ നിങ്ങൾക്ക് നന്മ ചെയ്യട്ടെ. സഹോദര പാസ്റ്റർ, ഒരു നിമിഷം ഇവിടെ വരൂ. അദ്ദേഹം ഈ ശുശ്രൂഷ എടുക്കട്ടെ. കൂടാതെ Don't forget the family prayer. Jesus wants to meet you there. He will take your every care. Oh, don't forget the family prayer. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? എത്ര പേർ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്? നമുക്ക് നോക്കാം. എല്ലാവരും അത് നന്നായിരിക്കുന്നു. ദൈവത്തോട് അടുത്തായിരിക്കുക. കുഞ്ഞുങ്ങളെ, നല്ലവരായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ശരി, സഹോദരൻ നെവിൽ.